നമസ്കാരം. ലൂക്ക സയൻസ് മാഗസിന്റെ കീഴിൽ നമ്മൾ ഇന്ന് വീണ്ടും ഒത്തുചേർന്നിരിക്കുകയാണ്. ഇന്റർനാഷണൽ ഇയർ ഓഫ് ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി നമ്മൾ ഈ വർഷം 2025 ആഘോഷിക്കുകയാണ്. അപ്പോൾ അതിനോട് ഒപ്പം തന്നെ ചേർന്ന് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് ആയിട്ട് ബന്ധപ്പെട്ട് ഒട്ടനവധി ലൂക്ക ടോക്കുകൾ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. അതിലെ മറ്റൊരു ടോക്കിലേക്ക് എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മളുടെ കൂടെ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടൈറ്റിലായിട്ടാണ് ഒരു വ്യക്തി എത്തിയിരിക്കുന്നത്. മറ്റാരുമല്ല, ഡോക്ടർ സെബാസ്റ്റ്യൻ. അദ്ദേഹം MES കല്ലാടി കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MSc ഫിസിക്സ് ബിരുദം നേടി. തുടർന്ന് യൂണിവേഴ്സിറ്റി ഓഫ് ആംസ്റ്റർഡാമിൽ നിന്ന് തിയറട്ടിക്കൽ ഫിസിക്സിൽ മറ്റൊരു ബിരുദാനന്ദ ബിരുദവും കൂടി കരസ്ഥമാക്കിയിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ന്യൂക്ലിയർ ഫിസിക്സിൽ PhDയും കരസ്ഥമാക്കി. അദ്ദേഹം സയൻസ് കമ്മ്യൂണിക്കേറ്ററും കൂടെയാണ്. അതായത് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഒട്ടനവധി തിയറട്ടിക്കൽ ഫിസിക്സിന്റെ കോറിലേക്ക് കടന്നു ചെല്ലുന്ന രീതിയിൽ തന്നെ ഒട്ടനവധി യൂട്യൂബ് വീഡിയോസ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനൽ അതെല്ലാം ലഭ്യമാണ്. തിയറട്ടിക്കൽ ഫിസിക്സ് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും നല്ലൊരു റിസോഴ്സ് പേഴ്സൺ ആയിട്ട് റെഫർ ചെയ്യാവുന്ന ഒരു വ്യക്തിയാണ് ഡോക്ടർ സെബാസ്റ്റ്യൻ. സോ അദ്ദേഹത്തിന്റെ ഇന്നത്തെ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അദ്ദേഹത്തെയും ഞാൻ ഈ ടോക്കിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ സെബാസ്റ്റ്യൻ ഇന്ന് നമ്മളോട് സംസാരിക്കാൻ പോകുന്ന ടോക്കിന്റെ ടൈറ്റിൽ അദ്ദേഹം കൊടുത്തിരിക്കുന്നത് ക്വാണ്ടം സെൻസ് ആൻഡ് നോൺസെൻസ് എന്നാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ടോക്കിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, ഗുഡ് ഈവനിങ്. ടോക്കിന്റെ ടൈറ്റിൽ ഇതാണ്, ക്വാണ്ടം സെൻസ് ആൻഡ് നോൺസെൻസ്. മലയാളത്തിലാണ് ഞാൻ കൂടുതൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിലും അത് പറയുമ്പോൾ പലപ്പോഴും ഇംഗ്ലീഷ് വാക്കുകൾ കുറെ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അപ്പൊ ആദ്യം തന്നെ അതിന് ക്ഷമ ചോദിക്കുകയാണ്. പ്രത്യേകിച്ചും ടെക്നിക്കൽ ആയിട്ടുള്ള വാക്കുകളും അതുപോലെ ടെക്നിക്കൽ അല്ലാതെയുള്ള വാക്കുകളും പലപ്പോഴും ഇംഗ്ലീഷിൽ ഉപയോഗിക്കേണ്ടി വരും. ഇംഗ്ലീഷിൽ കൂടുതൽ ഈ കാര്യങ്ങൾ വായിക്കുന്നതുകൊണ്ടായിരിക്കും. അപ്പൊ അതിലാദ്യം തന്നെ ക്ഷമ ചോദിക്കുകയാണ്. അപ്പോൾ ക്വാണ്ടം സെൻസ് ആൻഡ് നോൺ സെൻസ് എന്നുള്ളതാണ് ടോക്കിന്റെ ടൈറ്റിൽ. അതിൽ ആദ്യത്തെ ഭാഗം സെൻസ്. ആദ്യം ക്വാണ്ടം സെൻസ്, എന്താണ് ക്വാണ്ടം സെൻസ് എന്നുള്ളത് നോക്കാം. അതായത് എന്താണ് ക്വാണ്ടം മെക്കാനിക്സിന്റെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്നുള്ളതാണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മിസ്ഇന്റർപ്രറ്റ് ചെയ്ത് നോൺസെൻസ് ആയ രീതിയിലുള്ള മിസ്ഇന്റർപ്രറ്റേഷൻസ് എങ്ങനെയാണ് വരുന്നതെന്നാണ് രണ്ടാമത്തെ ഭാഗത്ത് സംസാരിക്കുക. അപ്പോൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ക്വാണ്ടം മെക്കാനിക്സിന്റെ ബേസിക് ഐഡിയ എന്താണെന്ന് പറയാനാണ് ശ്രമിക്കുന്നത്. നമുക്ക് അറിയാവുന്നതുപോലെ മാത്തമാറ്റിക്സ് ഹൈലി മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറഞ്ഞ ഹൈലി മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ഒരു തിയറിയാണ്. ഈ ക്വാണ്ടം മെക്കാനിക്സ് വളരെ എഫിഷ്യന്റ് ആവുന്നത്, അത്രയും പവർഫുൾ ആവുന്നത് അതിന്റെ മാത്തമാറ്റിക്സിന്റെ പവറാണ്. മാത്തമാറ്റിക്കലായിട്ട് നമുക്ക് കൃത്യമായിട്ട് ഡീൽ ചെയ്യാൻ കഴിയുന്ന സബ്ജക്റ്റ് ആണെങ്കിലും അത് വാക്കുകളിൽ പറയാൻ കുറച്ച് അധികം ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്നാലും ഞാനൊന്ന് ശ്രമം നടത്തി നോക്കാം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വാണ്ടം മെക്കാനിക്സിന്റെ ഫണ്ടമെന്റൽ ആയ ഒരു ഫീച്ചറാണ്, അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഫീച്ചറാണ് സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നത്. അതെന്താണെന്ന് ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കാം. അതുപോലെ മെഷർമെന്റ് ക്വാണ്ടം മെക്കാനിക്സിൽ പ്രധാനമായിട്ട് വരുന്ന ഒരു കാര്യമാണ്. വേവ് ഫംഗ്ഷൻ എന്ന് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും, അതെന്താണെന്ന് വിശദീകരിക്കാൻ ശ്രമിക്കാം. പിന്നെ വേവ് ഫംഗ്ഷൻ കൊളാപ്സ്, അതുപോലെ എൻറ്റാങ്കിൾമെന്റ്. പ്രധാനമായിട്ടും നോൺസെൻസ് ഇന്റർപ്രിറ്റേഷൻസിലേക്ക് നയിക്കുന്ന കുറെ കാര്യങ്ങളാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷനിലേക്ക് എടുക്കാം. അപ്പൊ ക്വാണ്ടം മെക്കാനിക്സ് ബാക്കി അതിന് മുൻപുള്ള ഫിസിക്സ് പോലെയല്ല. അതിന് മുൻപുള്ള ഫിസിക്സിനെ ക്ലാസിക്കൽ ഫിസിക്സ് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ക്ലാസിക്കൽ മെക്കാനിക്സ് എന്നാണ് പറയുന്നത്. ക്വാണ്ടം മെക്കാനിക്സിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ ആണ്. പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ കൃത്യമായിട്ട് മാത്തമാറ്റിക്കലായിട്ട് നമുക്ക് എഴുതാൻ കഴിയുന്ന ഒരു ഒരു കാര്യമാണ്. പക്ഷെ അതിനെ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും മാത്തമാറ്റിക്സിന്റെ ഒരു പെർട്ടിക്കുലർ ഇന്റർപ്രിറ്റേഷൻ നമ്മൾ ചൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ഈ ക്വാണ്ടം മെക്കാനിക്സുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഗണിതത്തിന്റെ കറക്റ്റ് ആയിട്ടുള്ള വ്യാഖ്യാനം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഇന്നൊരു കൺസെൻസസ് ഇല്ല, ഒരു പൊതുസമ്മതിയില്ല. അതുകൊണ്ട് തന്നെ ഈ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ വാക്കുകളിൽ പറയുമ്പോൾ ഞാനൊരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഇന്റർപ്രിറ്റേഷൻ ചൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ആ ഇന്റർപ്രിറ്റേഷൻ വെച്ചാണ് ഞാൻ ഈ കാര്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ പെഡഗോഗിക് അഡ്വാൻറ്റേജ് ഉള്ള ഒരു ഇന്റർപ്രിറ്റേഷൻ, ഒരു ടൈപ്പ് ഓഫ് ഇന്റർപ്രിറ്റേഷൻ ആണ് ചൂസ് ചെയ്യുന്നത്. എന്താണെന്ന് പിന്നീട് പറയാൻ ശ്രമിക്കാം. അപ്പൊ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ ഞാൻ സ്വീകരിക്കുന്ന ഇന്റർപ്രിറ്റേഷൻസിൽ നമുക്ക് ഇങ്ങനെ പറയാം. ഒരു ഇലക്ട്രോൺ എന്ന് പറയുന്ന ഒരു ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റത്തിന് ഉദാഹരണമാണ്. അപ്പൊ ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റത്തിന്റെ പ്രതിനിധിയായിട്ട് നമുക്ക് ഇലക്ട്രോണുകളെ പരിഗണിക്കാം. അപ്പോൾ ഒരു ഇലക്ട്രോണ് അനുവദനീയമായിട്ട് അലൗഡ് ആയിട്ടുള്ള ഒന്നിലധികം അവസ്ഥകൾ ഉണ്ടെങ്കിൽ, ഒന്നിലധികം സ്റ്റേറ്റ്സ് അതിന് അലൗഡ് ആണെങ്കിൽ, ആ അവസ്ഥകളിൽ എല്ലാം ഒരുമിച്ചായിരിക്കുക എന്ന് പറയുന്നതും ഇലക്ട്രോണിന് പോസിബിൾ ആണ്. ഓക്കെ,
അപ്പൊ ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയാം. അവസ്ഥ എന്ന് പറഞ്ഞ വാക്ക് ഞാൻ ഉപയോഗിക്കുന്നത് നമ്മൾ പൊതുവെ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ടെക്നിക്കൽ സാങ്കേതിക പദത്തിന് പകരമായിട്ടാണ്, അതിന്റെ മലയാളം ട്രാൻസ്ലേഷൻ ആയിട്ടാണ് അവസ്ഥ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. സ്റ്റേറ്റ്, ക്വാണ്ടം മെക്കാനിക്കൽ സ്റ്റേറ്റ്. സ്റ്റേറ്റ് അവസ്ഥ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്തോ ഒരു ഐഡിയ ഉണ്ട്. ഇലക്ട്രോണിന്റെ അവസ്ഥ, ഇലക്ട്രോണിന്റെ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ എന്തോ ഒരു ഐഡിയ ഉണ്ട്. അതിന്റെ കുറച്ചുകൂടെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള വേർഷനാണ് ശരിക്കും തിയറിയിലുള്ളത്. അപ്പൊ അതുകൊണ്ട് ആ വാക്ക് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. നമുക്ക് അവസ്ഥ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇലക്ട്രോണിന്റെ അവസ്ഥ, ഒരു മനുഷ്യന്റെ അവസ്ഥ എന്നൊക്കെ പറയുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. തൽക്കാലം നമ്മുടെ പർപ്പസിന് അത് മതി. ഓക്കെ, അപ്പൊ ഒന്നിലധികം അലൗഡ് ആയിട്ടുള്ള അവസ്ഥകൾ ഉണ്ടെങ്കിൽ അതിലെല്ലാം ഒരുമിച്ചായിരിക്കുക എന്ന് പറയുന്നതും ഇലക്ട്രോണിന് സാധ്യമാണെന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഇലക്ട്രോണിന്റെ സ്ഥാനത്തെ കുറിച്ച് പറയാം. നമുക്ക് ഇലക്ട്രോണിന്റെ സ്ഥാനം നിരീക്ഷിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇലക്ട്രോൺ എവിടെയാണെന്നുള്ളത്. അപ്പൊ ഈ ക്വാണ്ടം മെക്കാനിക്സിന്റെ നിയമങ്ങൾ അനുസരിച്ച് ഇലക്ട്രോണിന് അലൗഡ് ആയിട്ടുള്ള 2 സ്ഥാനങ്ങൾ ഉണ്ട് എന്ന് കരുതുക. ഓക്കെ, എ എന്ന സ്ഥാനത്തും കാണാം, ബി എന്ന സ്ഥാനത്തും കാണാം. അതായത് എ എന്ന സ്ഥലത്തായിരിക്കുന്നതിനും ക്വാണ്ടം മെക്കാനിക്സിന്റെ നിയമങ്ങൾ അനുവദിക്കുന്നുണ്ട്, ബി എന്ന സ്ഥാനത്തായിരിക്കുന്നതിനെയും ക്വാണ്ടം മെക്കാനിക്സിന്റെ നിയമങ്ങൾ അനുവദിക്കുന്നുണ്ടെങ്കിൽ, ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ 2 സ്ഥലത്തും ഒരുമിച്ച് ആയിരിക്കുക എന്ന് പറയുന്നതും ഇലക്ട്രോണിന് സാധ്യമായിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ്. ഓക്കെ, ഇത് ക്ലാസിക്കൽ ഫിസിക്സിൽ നമുക്ക് ഇല്ലാത്തൊരു കാര്യമാണ്. ഒരു ഒബ്ജക്റ്റ്, ഒരു പാർട്ടിക്കിൾ, ഒരു കണിക ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ വേറെ എവിടെ ഇല്ല എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. പക്ഷെ ക്വാണ്ടം മെക്കാനിക്കൽ പാർട്ടിക്കിളിന്, ഒരു ക്വാണ്ടം മെക്കാനിക്കൽ ആയിട്ടുള്ള കണിക, ഒരു ഇലക്ട്രോണിന് ഇവിടെ അയക്കാൻ കഴിയും, ഇവിടെ അയക്കാൻ കഴിയുമെങ്കിൽ ഇവിടെ 2 സ്ഥലത്തും ഒരേ കണികയ്ക്ക് ഒരുമിച്ച് അയക്കാൻ കഴിയുക എന്ന് പറയുന്നതും ഇലക്ട്രോണിന് അലൗഡ് ആയിട്ടുള്ള, ക്വാണ്ടം മെക്കാനിക്സിന്റെ നിയമങ്ങൾ അനുവദിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. നമുക്ക് ജസ്റ്റ് ഒരു റെപ്രസെന്റേഷൻ എന്നുള്ള എനിക്ക് ഇങ്ങനെ എഴുതാം. അതായത് എ, ബി എന്നിവ ഇലക്ട്രോണിന് പോസിബിൾ ആയിട്ടുള്ള പൊസിഷൻസ് ആണെങ്കിൽ, ഓക്കെ, അങ്ങനെയാണെങ്കിൽ എ പ്ലസ് ബി എന്ന് പറയുന്നതും ഇലക്ട്രോണിന് പോസിബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ ഈ ബ്രാക്കറ്റ് ഇട്ടിരിക്കുന്നത് ഇലക്ട്രോണിന്റെ സ്റ്റേറ്റിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ബ്രാക്കറ്റിലുള്ള എസ് എന്ന് പറയുന്നത് ഇലക്ട്രോണിന്റെ ഒരു പോസിബിൾ സ്റ്റേറ്റ് ആണ്. എ ബ്രാക്കറ്റിൽ ഇടുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എ എന്ന പൊസിഷനിലായിരിക്കുന്ന ഇലക്ട്രോണിന്റെ അവസ്ഥ എന്ന് സൂചിപ്പിക്കാനാണ്. ബ്രാക്കറ്റിൽ ബി ഇട്ടിരിക്കുന്നത് ബി എന്ന പൊസിഷനിലായിരിക്കുന്ന ഇലക്ട്രോണിന്റെ അവസ്ഥ എന്ന അർത്ഥത്തിലാണ്. അപ്പൊ ഇവിടെ ഇലക്ട്രോണിന്റെ അവസ്ഥ എന്ന് പറയുന്നത് എ എന്ന പൊസിഷനിലും ബി എന്ന പൊസിഷനിലും ഒരുമിച്ചായിരിക്കുക എന്നുള്ളതാണ്. ഇതൊരു പോസിബിൾ ആയിട്ടുള്ള അവസ്ഥയാണെന്നുള്ളതാണ് ക്വാണ്ടം മെക്കാനിക്സ് പറയുന്നത്. ഓക്കെ, ഇതിൽ കൂടുതൽ വേറെ എക്സ്പ്ലനേഷൻ ഒന്നുമില്ല. ഇത് യൂണിവേഴ്സിന്റെ ഒരു ഫണ്ടമെന്റൽ ഫീച്ചർ ആയിട്ട് നമ്മൾ സ്വീകരിച്ചേ മതിയാവും. അപ്പൊ ഇതിനെ സൂപ്പർ പൊസിഷൻ എന്ന് പറയാം. അപ്പൊ ഇത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം: ഇലക്ട്രോൺസ് എക്സിസ്റ്റ്, കുറച്ചുകൂടി ടെക്നിക്കലായിട്ട് പറയുകയാണെങ്കിൽ ഇലക്ട്രോൺസ് എക്സിസ്റ്റ് ഇൻ എ കോമ്പിനേഷൻ ഓഫ് ഓൾ പോസിബിൾ മെഷർമെന്റ് ഔട്ട്കംസ്. ഞാനിപ്പോ പൊസിഷനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത്, പക്ഷെ പൊസിഷന്റെ മാത്രം കാര്യമല്ല, മൊമെന്റം ആകാം, എനർജി ആവാം, ആംഗുലർ മൊമെന്റം ആകാം. എന്ന് മാത്രമല്ല, ഇലക്ട്രോണിനെ കുറിച്ച് നമുക്ക് മെഷർ ചെയ്യാൻ കഴിയുന്ന എന്ത് വേണമെങ്കിലും ആവാം. ഓക്കെ, എല്ലാ കാര്യത്തിലും ശരിയാണ്. അപ്പോൾ എനർജിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇലക്ട്രോണിന് E1, E2 എന്നിങ്ങനെയുള്ള പോസിബിൾ എനർജി ലെവൽസ് അലൗഡ് ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ, അതായത് കറസ്പോണ്ടിംഗ്ലി E1 ബ്രാക്കറ്റിലുള്ള സ്റ്റേറ്റും, E1 എന്നുള്ള സ്റ്റേറ്റും E2 എന്നുള്ള സ്റ്റേറ്റും ഇലക്ട്രോണിന് അലൗഡ് ആണെങ്കിൽ ഈ 2 എനർജി ലെവൽസിലും ഒരുമിച്ചായിരിക്കുക എന്ന് പറയുന്നതും ഇലക്ട്രോണിന്റെ ഒരു പോസിബിൾ ആയ സ്റ്റേറ്റ് ആണ്. ഓക്കെ, ഇതെല്ലാ കാര്യത്തിലും ശരിയാണ്. മൊമെന്റം ആകാം, it could be anything that you can measure. അപ്പോൾ സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നത് ക്വാണ്ടം മെക്കാനിക്സിന്റെ ഒരു ഫണ്ടമെന്റൽ ഫീച്ചർ ആയിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. അതിൽ നിന്ന് വേറെ വഴിയില്ല. അപ്പൊ അത് ലോജിക്കലി തന്നെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. മാത്തമാറ്റിക്കലി വെൽ ഡിഫൈൻഡ് ആണ്. മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ലോജിക്കലി ഇൻബിൽറ്റ് ആണ്. നമ്മൾ അക്സെപ്റ്റ് ചെയ്താൽ തന്നെ അടുത്ത പ്രശ്നം വരുന്ന ഇതാണ്. ഓക്കെ, നമ്മൾ ആക്ച്വലി നിരീക്ഷിക്കുകയാണ്, യഥാർത്ഥത്തിൽ ഇലക്ട്രോണിനെ നിരീക്ഷിക്കുകയാണെങ്കിൽ ഈ സൂപ്പർ പൊസിഷൻ നഷ്ടപ്പെട്ടു പോവുകയാണ്. അതായത് ഞാൻ പറഞ്ഞു ഇലക്ട്രോണിന്റെ സ്ഥാനം എ, ഇലക്ട്രോണിന്റെ അവസ്ഥ A + B എന്നുള്ളതാണ്. ഈ അവസ്ഥയിലുള്ള ഇലക്ട്രോണിന്റെ പൊസിഷൻ ഞാൻ ആക്ച്വലി മെഷർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഒരിക്കലും എയിലും ബിയിലും ഒരുമിച്ചായിരിക്കുന്ന ഇലക്ട്രോണിനെ കാണാൻ കഴിയില്ല. പകരം കാണുക ഒന്നുകിൽ എ എന്ന സ്ഥാനത്ത് അല്ലെങ്കിൽ ബി എന്ന സ്ഥാനത്തായിരിക്കുന്ന ഇലക്ട്രോണിനെ മാത്രമാണ്. എനിക്ക് അതിനൊരു ഉദാഹരണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് മെഷർമെന്റിന് മുമ്പ്, നിരീക്ഷണത്തിന് മുമ്പുള്ള ഇലക്ട്രോണിന്റെ സ്റ്റേറ്റ് ആണ് A + B. ഓക്കെ, ഞാൻ ഇതിന്റെ പൊസിഷൻ നടത്താൻ ഒരു മെഷർമെന്റ് നടത്തി കഴിയുമ്പോൾ, പൊസിഷൻ കാണാൻ ഒരു മെഷർമെന്റ് നടത്തി കഴിയുമ്പോൾ ഒന്നുകിൽ എ എന്ന സ്റ്റേറ്റിലേക്ക് അല്ലെങ്കിൽ ബി എന്ന സ്റ്റേറ്റിലേക്ക് സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് മാറുകയാണ്. അതായത് 2 സ്ഥലത്ത് ഒരുമിച്ച് കാണാൻ കഴിയില്ല, ഒരു സ്ഥലത്ത് മാത്രമേ കാണാൻ കഴിയുള്ളൂ എന്നർത്ഥം. ഉദാഹരണത്തിന് ഞാൻ ഈ സ്റ്റേറ്റിലുള്ള ഇലക്ട്രോണിന്റെ പൊസിഷൻ മെഷർ ചെയ്തപ്പോൾ എനിക്ക് ബി എന്ന പൊസിഷനിലാണ് ഇലക്ട്രോൺ ഉള്ളത് എന്ന ആൻസറാണ് കിട്ടിയെന്ന് കരുതുന്നത്. ഓക്കെ, അപ്പൊ ഇതിനെ നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്: A + B എന്ന സൂപ്പർപോസ്ഡ് സ്റ്റേറ്റിലായിരിക്കുന്ന ഇലക്ട്രോൺ ഒരു മെഷർമെന്റ് നടത്തിയപ്പോൾ ബി എന്ന സ്റ്റേറ്റിലേക്ക് ചേഞ്ച് ചെയ്തു. കാരണം ഇപ്പൊ ബി എന്നുള്ള പൊസിഷനിലാണ്. ബി എന്നുള്ള പൊസിഷനിലുള്ള ഇലക്ട്രോണിന്റെ സ്റ്റേറ്റ് ആണ് എന്ത്, ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്.
ബി എന്ന പൊസിഷനുള്ള ഇലക്ട്രോണിന്റെ സ്റ്റേറ്റ് ആണ് ഞാൻ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അതായത് മെഷർമെന്റ് നടത്തുമ്പോൾ സൂപ്പർ പൊസിഷൻ നഷ്ടപ്പെടുകയും അത് അതിന്റെ വൺ ഓഫ് ദ പോസിബിലിറ്റീസ്, അതിന് സാധ്യമായ ഒരു അവസ്ഥയിലേക്ക് മാറുകയും ചെയ്യും. ഓക്കെ, ഇതാണ് ക്വാണ്ടം മെക്കാനിക്സിലെ മെഷർമെന്റ്. ഈ കാര്യത്തെ ക്വാണ്ടം മെക്കാനിക്സിൽ നമ്മൾ മെഷർമെന്റ് പ്രോബ്ലം എന്നാണ് പറയുന്നത്. മെഷർമെന്റ് പ്രോബ്ലം എന്ന് പറയാൻ കാരണം ഒന്നാമത് മെഷർമെന്റ് എന്താണെന്നുള്ളത് വെൽ ഡിഫൈൻഡ് അല്ല. ഓക്കെ, എപ്പോഴാണ് ഒരു മെഷർമെന്റ് നടക്കുക, വാട്ട് കൺസ്റ്റിറ്റ്യൂട്ട്സ് എ മെഷർമെന്റ് എന്നുള്ളത് ഇപ്പോഴും വെൽ ഡിഫൈൻഡ് അല്ല. പിന്നെ ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു, എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരവില്ല. പല പല ഉത്തരങ്ങളുണ്ട്, ഇതിലേതെങ്കിലും ഉത്തരം ശരിയാകാം, പക്ഷെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു ഉത്തരവില്ല. മെഷർമെന്റ് എന്താണെന്നുള്ളതിനെ കുറിച്ചും മെഷർമെന്റ് നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചും എല്ലാവരും അംഗീകരിക്കുന്ന ഒരു ഉത്തരവില്ല. പക്ഷെ ഇത്ര നമുക്കറിയാം, ക്വാണ്ടം ലോകവുമായിട്ട് ബന്ധപ്പെട്ട നിരീക്ഷണങ്ങൾ നമ്മൾ നടത്തുമ്പോൾ കിട്ടുന്ന റിസൾട്ട്സ് കൃത്യമായിട്ട് വിശദീകരിക്കണമെങ്കിൽ മെഷർമെന്റ് നടക്കുന്നതിന് മുമ്പ് സൂപ്പർ പൊസിഷൻ സ്റ്റേറ്റിലാണെന്നും മെഷർമെന്റ് നടന്നു കഴിയുമ്പോൾ അത് സൂപ്പർ പൊസിഷൻ നഷ്ടപ്പെട്ട് വേറെ സ്റ്റേറ്റിലേക്ക് മാറുന്നു എന്നുള്ളതും അംഗീകരിക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ ഇക്കാര്യമൊന്നും നമ്മൾ വെറുതെ ഉണ്ടാക്കുന്നില്ല, ഇത് നിരീക്ഷണ ഫലങ്ങൾ. നമ്മൾ ആക്ച്വലി ക്വാണ്ടം മെക്കാനിക്സ് ഡെവലപ്പ് ചെയ്തത് കുറെ നിരീക്ഷണങ്ങളെ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ്. സബ് ആറ്റോമിക് ലോകവുമായിട്ട് ബന്ധപ്പെട്ട പല നിരീക്ഷണങ്ങൾ നടത്തി അതിനെ വിശദീകരിക്കാൻ ശ്രമിച്ചപ്പോൾ ന്യൂട്ടോണിയൻ അല്ലെ ക്ലാസിക്കൽ മെക്കാനിക്സിലെ തിയറികൾ ഉപയോഗിച്ച് അതിനെ വിശദീകരിക്കാൻ കഴിയില്ല എന്നുള്ള അവസ്ഥ വന്നു. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള എക്സ്പെരിമെന്റൽ റിസൾട്ട്സിനെ വിശദീകരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറഞ്ഞ മാത്തമാറ്റിക്കൽ ഫോർമലിസം ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളൊക്കെ തന്നെ എക്സ്പെരിമെന്റ്സ് അല്ലെ പരീക്ഷണ നിരീക്ഷണങ്ങളിൽ നമ്മളിൽ അടിച്ചേൽപ്പിക്കുന്ന കാര്യങ്ങളാണ്. മെഷർ ചെയ്യുന്നതിന് മുമ്പ് സൂപ്പർ പൊസിഷൻ ഉണ്ട് എന്നുള്ളതും മെഷർ ചെയ്ത് കഴിയുമ്പോൾ സൂപ്പർ പൊസിഷൻ നഷ്ടപ്പെട്ട് ഒരു സാധ്യതയിലേക്ക് ചുരുങ്ങും എന്നുള്ളതും പരീക്ഷണ നിരീക്ഷണങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ചുറ്റുള്ള ലോകം നമ്മളിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു ഫാക്റ്റാണ്. എനിക്കത് വെറുതെ തമാശയ്ക്ക് വേണ്ടി ആരെങ്കിലും ഉണ്ടാക്കിയതല്ല. എന്ന് മാത്രമല്ല, പരീക്ഷണ നിരീക്ഷണങ്ങൾ ഇങ്ങനെ ഒരു തിയറി ഉണ്ടാക്കാൻ നമ്മളെ നിർബന്ധിച്ചിരുന്നില്ല എങ്കിൽ, ഈ രീതിയിലുള്ള റിസൾട്ട്സ് ഇല്ല എങ്കിൽ ഇങ്ങനെ ഒരു തിയറി ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ആരും ആലോചിക്കുകയില്ലായിരുന്നു. ലോകം ഇങ്ങനെ ആവാം എന്നൊരു സാധ്യത ആരും ഒരിക്കലും പരിഗണിക്കില്ലായിരുന്നു എന്നുള്ളത് സംശയമില്ലാതെ പറയാൻ കഴിയും. ഓക്കെ, സോ ദീസ് തിങ്സ് ആർ ഫോഴ്സ്ഡ് അപ്പോൺ us ബൈ എക്സ്പെരിമെന്റ്സ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണെങ്കിൽ ഇത് കുറച്ച് പ്രശ്നമാണ് അല്ലെ. ഇപ്പൊ അതായത് പറയാണ് മെഷർ ചെയ്യുന്നതിന് മുമ്പ് സൂപ്പർ പോസ്റ്റ് സ്റ്റേറ്റിലാണ്, മെഷർ ചെയ്യുമ്പോൾ ഏതെങ്കിലും സ്റ്റേറ്റിലേക്ക് മാറും. ഓക്കെ, ഇപ്പൊ ഇലക്ട്രോണിന് സാധ്യമായിട്ടുള്ള അനേകം പൊസിഷൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ മെഷർ ചെയ്യുന്നതിന് മുമ്പ് അത് എല്ലാ പൊസിഷനിലും ഇങ്ങനെ സ്പ്രെഡ് ഔട്ട് ആയി എടുക്കുകയാണ്. മെഷർ ചെയ്ത് കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു പൊസിഷനിലേക്ക് ചുരുങ്ങും എന്നുള്ളതാണ്. അപ്പൊ അടുത്ത ചോദ്യം വരികയാണ്, ഇങ്ങനെ ഒരു സിദ്ധാന്തത്തിന് എന്താണ് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയുക? അല്ല, ഇതിൽ എന്താണ് നമുക്ക് ഇങ്ങനെ ഒരു സിദ്ധാന്തം ഉപയോഗിച്ച് എന്താണ് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയുക? ക്ലാസിക്കൽ മെക്കാനിക്സിലാണെങ്കിൽ ന്യൂട്ടന്റെ ഇക്വേഷൻ ഉപയോഗിച്ച് പല കാര്യങ്ങളും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയും. ഒരു പാർട്ടിക്കിളിന്റെ പൊസിഷനും മൊമെന്റും അറിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അതിന്റെ പൊസിഷനും മൊമെന്റും എന്തായിരുന്നു എന്നും അതിന് മുൻപ് ഉള്ള സമയത്ത് പൊസിഷനും മൊമെന്റും എന്തായിരുന്നു എന്നുള്ളതും, പൊസിഷനും മൊമെന്റും മാത്രമല്ല എനർജിയോ ആംഗുലർ മൊമെന്റോ അങ്ങനെ നിരീക്ഷിക്കാവുന്ന എന്ത് കാര്യങ്ങളാണെങ്കിലും അതെന്താണെന്നുള്ളത് കൃത്യമായിട്ട് പ്രവചിക്കാൻ കഴിയും. അപ്പൊ ക്വാണ്ടം മെക്കാനിക്സിൽ ഇങ്ങനെ ഒരു ഫീച്ചർ ഉള്ളതുകൊണ്ട് സൂപ്പർ പൊസിഷനും മെഷർമെന്റ് നടക്കുമ്പോൾ സ്റ്റേറ്റിന് ഉണ്ടാവുന്ന ചേഞ്ചും ഇങ്ങനെയുള്ള കാര്യങ്ങളുള്ളതുകൊണ്ട് എന്താണ് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ചോദ്യം. അതിന്റെ ഉത്തരം ഇതാണ്, പ്രോബബിലിറ്റീസ്. നമുക്ക് ക്വാണ്ടം മെക്കാനിക്സ് ഉപയോഗിച്ച് പ്രൊഡിക്റ്റ് ചെയ്യാൻ കഴിയുന്നത് പ്രോബബിലിറ്റീസ് മാത്രമാണ്. ഓക്കെ, അതായത് ഒരു ഇലക്ട്രോൺ എടുത്ത് അല്ലെങ്കിൽ ഒരു ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റം എടുത്ത് നമ്മളൊരു നിശ്ചിത നിരീക്ഷണം നടത്തി കഴിയുമ്പോൾ ഓരോ റിസൾട്ടും കിട്ടാനുള്ള സംഭാവ്യത അല്ലെങ്കിൽ പ്രോബബിലിറ്റി എന്നാണ് ക്വാണ്ടം മെക്കാനിക്സ് പ്രൊഡിക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വേവ് ഫംഗ്ഷൻ എന്നുള്ള കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ക്വാണ്ടം മെക്കാനിക്സിലെ നമുക്ക് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എൻകോഡ് ചെയ്തിരിക്കുന്നത് വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു മാത്തമാറ്റിക്കൽ ഒബ്ജക്റ്റിലാണ്. അതിന് നമ്മൾ യൂഷ്വലി psi of x, t എന്നൊക്കെ എഴുതും. ഇത് ഈ വേവ് ഫംഗ്ഷൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ശരിക്കും ഇങ്ങനെ പറയാം, ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റത്തിന്റെ സ്റ്റേറ്റിനെ, അവസ്ഥയെ പ്രതിനിധീകരിക്കുന്ന മാത്തമാറ്റിക്കൽ എൻറ്റിറ്റിയാണ് വേവ് ഫംഗ്ഷൻ. ഓക്കെ, അതായത് നമുക്ക് ഒരു നാച്ചുറൽ വേൾഡ് ഉണ്ട്, നാച്ചുറൽ വേൾഡിൽ ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റംസ് ഉണ്ട്, അതിനൊക്കെ നിശ്ചിത സ്റ്റേറ്റ്സും ഉണ്ട്. ഈ സ്റ്റേറ്റ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന, പ്രതിനിധീകരിക്കുന്ന തിയറിയിലുള്ള മാത്തമാറ്റിക്കൽ ഒബ്ജക്റ്റ് ആണ് വേവ് ഫംഗ്ഷൻ. അപ്പോൾ ക്വാണ്ടം മെക്കാനിക്കൽ സ്റ്റേറ്റ് നമ്മൾ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് വേവ് ഫംഗ്ഷൻ എന്നാണ്. ഇനി വേവ് ഫംഗ്ഷൻ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, വേവ് ഫംഗ്ഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു യന്ത്രമായിട്ട് കണക്കാക്കാം. ഓക്കെ, ഈ വേവ് ഫംഗ്ഷനിൽ ഈ യന്ത്രത്തിന്റെ ഇൻപുട്ട് ആയിട്ട് നമുക്ക് ഓരോ മെഷർമെന്റ് പോസിബിലിറ്റി ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ എ എന്നുള്ള പൊസിഷനിൽ കാണുക, ഇതൊരു മെഷർമെന്റ് പോസിബിലിറ്റിയാണ്. E1 എന്നുള്ള എനർജി മെഷർ ചെയ്യുക, ഇതൊരു മെഷർമെന്റ് പോസിബിലിറ്റിയാണ്. ഈ പോസിബിലിറ്റി നമ്മൾ വേവ് ഫംഗ്ഷനിൽ ഇൻപുട്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ വേവ് ഫംഗ്ഷൻ എന്ത് ചെയ്യും, നമ്മൾ കൊടുത്ത ചോദ്യം പരിഗണിച്ചിട്ട് ഒരു ഉത്തരം പറഞ്ഞു തരും. ഈ പറയുന്ന ഉത്തരം എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ആംപ്ലിറ്റ്യൂഡ്സ് ആണ്. ഓക്കെ, ചുരുക്കി പറഞ്ഞ എത്രയേ ഉള്ളൂ,
ഓരോ മെഷർമെന്റ് പോസിബിലിറ്റി, മെഷർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള കാര്യങ്ങൾ, ഈ പോസിബിലിറ്റി നമ്മൾ ഇൻപുട്ട് ചെയ്ത് കഴിയുമ്പോൾ വേവ് ഫംഗ്ഷൻ നമുക്കൊരു നമ്പർ തരും. ഓക്കെ, ഈ നമ്പറിനെ നമ്മൾ പറയുന്ന പേരാണ് പ്രോബബിലിറ്റി ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, ഈ നമ്പറിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇത് പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, 0 ആകാം. ഓക്കെ, ഇതൊന്നും അല്ല, ശരിക്കും ജനറലി കോംപ്ലക്സ് നമ്പേഴ്സ് ആവും. നിങ്ങൾ കോംപ്ലക്സ് നമ്പേഴ്സ് പഠിച്ചിട്ടുണ്ടോ അറിയില്ല, ചിലരെങ്കിലും കോംപ്ലക്സ് നമ്പേഴ്സ് പഠിച്ചിട്ടുണ്ടാവും. a+ib എന്നുള്ള ഫോമിലുള്ള നമ്പർ ആവും. കോംപ്ലക്സ് നമ്പർ പഠിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, പോസിറ്റീവോ നെഗറ്റീവോ 0 ആകാം എന്നുള്ളത് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഇപ്പോൾ വേവ് ഫംഗ്ഷന്റെ ജോലി ഇതാണ്, മെഷർമെന്റ് പോസിബിലിറ്റി ഇൻപുട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പോസിബിലിറ്റി ഇൻപുട്ട് ചെയ്യുക. ഇപ്പോൾ വേവ് ഫംഗ്ഷൻ ഒരു നമ്പർ ഔട്ട്പുട്ട് ആയിട്ട് തരും. ഓക്കെ, ഈ നമ്പർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ഫിസിക്സ് പഠിക്കുമ്പോൾ, ക്വാണ്ടം മെക്കാനിക്സിന്റെ കോഴ്സ് എടുക്കുമ്പോൾ എനിക്ക് തോന്നുന്ന അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് ഒരു പെർട്ടിക്കുലർ മെഷർമെന്റ് ഔട്ട്കമിനുള്ള പ്രോബബിലിറ്റി എന്താണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് ആവശ്യമില്ല, ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഒരു പോസിബിലിറ്റി ഇൻപുട്ട് ചെയ്യാം. നമുക്ക് വേവ് ഫംഗ്ഷനോട് ഒരു ചോദ്യം ചോദിക്കാം. ഞാൻ എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു ഇലക്ട്രോൺ ഉണ്ട്, ആ ഇലക്ട്രോണിന് എനർജി E1 കിട്ടാനുള്ള പ്രോബബിലിറ്റി, അല്ലെ E1 കിട്ടാനുള്ള പ്രോബബിലിറ്റി ആംപ്ലിറ്റ്യൂഡ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു നമ്പർ പറഞ്ഞു തരും. അല്ലെങ്കിൽ ഈ ഇലക്ട്രോണിനെ എ എന്നുള്ള പൊസിഷനിൽ കാണാനുള്ള പ്രോബബിലിറ്റി ആംപ്ലിറ്റ്യൂഡ് എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ വേറൊരു നമ്പർ പറഞ്ഞു തരും. ഓക്കെ, ഇനി പ്രോബബിലിറ്റി ആംപ്ലിറ്റ്യൂഡ് എന്നതിനെ വിളിക്കാൻ കാരണം ഈ കിട്ടുന്ന നമ്പറിന്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ, കോംപ്ലക്സ് നമ്പർ ആകുമ്പോൾ മോഡുലർ സ്ക്വയർ എന്ന് പറയും, പക്ഷെ അത്രയും ഡീറ്റെയിൽസിലേക്ക് പോകണ്ട, ഈ നമ്പറിന്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് പ്രോബബിലിറ്റി പറഞ്ഞു തരും. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു ക്വാണ്ടം മെക്കാനിക്സ് ചെയ്യുന്നത് പ്രോബബിലിറ്റീസ് പ്രഡിക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ നമ്മൾക്ക് ഈ വേവ് ഫംഗ്ഷൻ പറഞ്ഞിരുന്ന പ്രോബബിലിറ്റി ആംപ്ലിറ്റ്യൂഡ് എടുക്കണം, എന്നിട്ട് അതിന്റെ സ്ക്വയർ എടുക്കണം. ഓക്കെ, പ്രോബബിലിറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല, 0നും 1നും ഇടയിലുള്ള നമ്പേഴ്സിനെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0നും 1നും ഇടയിലാണ്. ഓക്കെ, ഒരു പെർട്ടിക്കുലർ ഔട്ട്കം കിട്ടുമെന്ന് തീർച്ചയാണെങ്കിൽ അതിന്റെ പ്രോബബിലിറ്റി 1 ആണ്. ഒരു പെർട്ടിക്കുലർ ഔട്ട്കം കിട്ടില്ല എന്ന് തീർച്ചയാണെങ്കിൽ അതിന്റെ പ്രോബബിലിറ്റി 0 ആണ്. ഓക്കെ, അപ്പൊ ഇത് പോസിറ്റീവും നെഗറ്റീവും ഒക്കെ ആകാമെങ്കിലും ഇതിന്റെ സ്ക്വയർ എടുത്തു കഴിയുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് നമ്പർ കിട്ടും. 0നും 1നും ഇടയിലുള്ള ഒരു പോസിറ്റീവ് നമ്പർ കിട്ടും. ഈ പോസിറ്റീവ് നമ്പർ തന്നെയാണ് നമ്മൾ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ചുരുക്കത്തിൽ വേവ് ഫംഗ്ഷൻ പറഞ്ഞു തരുന്നത് നിശ്ചിത മെഷർമെന്റ് ഔട്ട്കംസ് കിട്ടാനുള്ള പ്രോബബിലിറ്റിയാണ്, അല്ലെങ്കിൽ നിശ്ചിത നിരീക്ഷണ ഫലങ്ങൾ കിട്ടാനുള്ള പ്രോബബിലിറ്റിയാണ്. ഇത് മാത്രമേ ക്വാണ്ടം മെക്കാനിക്സിൽ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, ഇനി ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ഇലക്ട്രോണിന്റെ സ്റ്റേറ്റ് ഇതാണെന്ന് ഞാൻ പറഞ്ഞു. എ എന്ന സ്ഥാനത്തും ബി എന്ന സ്ഥാനത്തും ഒരുമിച്ചായിരിക്കുന്ന ഒരു ഇലക്ട്രോൺ ആണെന്ന് കരുതുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത്, വേവ് ഫംഗ്ഷൻ എടുത്തു, എന്നിട്ട് എ എന്നുള്ള സാധ്യത ഇൻപുട്ട് ചെയ്തു. എ എന്നുള്ള സാധ്യത ഇൻപുട്ട് ചെയ്തപ്പോൾ the wave function does what it does and then you get a number. All right, ഇതിനെ സ്ക്വയർ റൂട്ട് ഓഫ് 0.5 എന്ന് വിളിക്കാം. ഒരു നമ്പർ കിട്ടി, സ്ക്വയർ റൂട്ട് ഓഫ് 0.5. ഓക്കെ, ബി എന്നുള്ള സാധ്യത ഇൻപുട്ട് ചെയ്തപ്പോൾ വീണ്ടും സ്ക്വയർ റൂട്ട് ഓഫ് 0.5 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ നമ്മുടെ റൂൾ എന്താണ്, ക്വാണ്ടം മെക്കാനിക്സിന്റെ റൂൾ എന്താണ്, ഇതിന്റെ സ്ക്വയർ എടുത്താൽ എ എന്നുള്ള പൊസിഷനിൽ ഇലക്ട്രോണിനെ കാണാനുള്ള പ്രോബബിലിറ്റി കിട്ടും. ഇതിന്റെ സ്ക്വയർ എടുത്താൽ ബി എന്നുള്ള പൊസിഷനിൽ ഇലക്ട്രോണിനെ കാണാനുള്ള പ്രോബബിലിറ്റി കിട്ടും. ഓക്കെ, ഈ പെർട്ടിക്കുലർ കേസിൽ വേവ് ഫംഗ്ഷൻ ഇങ്ങനെയാണെങ്കിൽ ഇത് പറയുന്നത് ഇതാണ്, ഈ സ്റ്റേറ്റിലുള്ള ഇലക്ട്രോൺ എടുക്കുകയാണെങ്കിൽ ഇലക്ട്രോണിനെ എ എന്നുള്ള പൊസിഷനിൽ കാണാൻ പ്രോബബിലിറ്റി 0.5 ആണ്, ബി എന്ന പൊസിഷനിൽ കാണാൻ പ്രോബബിലിറ്റി 0.5 ആണ്. എ എന്ന പൊസിഷനിലോ ബി എന്ന പൊസിഷനിലോ കാണാനുള്ള പ്രോബബിലിറ്റി 1 ആണ്. കാരണം നമ്മുടെ വേവ് ഫംഗ്ഷനിൽ ഈ രണ്ട് സാധ്യത മാത്രമേ ഉള്ളൂ. ഇത് വളരെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ്. ഓക്കെ, പക്ഷെ നമ്മുടെ പേർപ്പസിന് അത് മതി. അപ്പോൾ എ എന്നുള്ള പൊസിഷനിൽ കാണാനുള്ള പ്രോബബിലിറ്റി എന്താണെന്ന് വെച്ചാൽ വേവ് ഫംഗ്ഷൻ പറഞ്ഞു തരും. ബി എന്ന പൊസിഷനിൽ കാണാനുള്ള പ്രോബബിലിറ്റി എന്താണെന്ന് വെച്ചാൽ അതും വേവ് ഫംഗ്ഷൻ പറഞ്ഞു തരും. പക്ഷെ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ ഏത് സ്റ്റേറ്റിലേക്കാണ് ഇത് മാറാൻ പോകുന്നതെന്ന് വേവ് ഫംഗ്ഷന് പറഞ്ഞു തരാൻ കഴിയില്ല. ഒരു നിശ്ചിത സ്റ്റേറ്റിലേക്ക് മാറാനുള്ള പ്രോബബിലിറ്റി മാത്രമേ വേവ് ഫംഗ്ഷൻ പറഞ്ഞു തരുള്ളൂ. ഓക്കെ, ക്വാണ്ടം മെക്കാനിക്സ് ഉപയോഗിച്ച് ഇത്രേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. കൃത്യമായിട്ട് എന്ത് സംഭവിക്കും എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ ക്ലാസിക്കൽ മെക്കാനിക്സിലുള്ള രീതിയിലുള്ള പ്രൊഡിക്ഷൻസ് അല്ല ക്വാണ്ടം മെക്കാനിക്സിൽ നടത്തുന്നത്. ഇത് വ്യക്തമായെന്ന് കരുതുന്നു. ഓക്കെ, ഇനി വേവ് ഫംഗ്ഷൻ കൊളാപ്സിനെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. അതായത് ഞാൻ പറഞ്ഞു സിസ്റ്റത്തിന്റെ വേവ് ഫംഗ്ഷൻ ചേഞ്ച് ചെയ്തു, സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്തു. ഓക്കെ, ഇനീഷ്യലി മെഷർ ചെയ്യുന്നതിന് മുമ്പ് A+B എന്നുള്ള സ്റ്റേറ്റിലാണ്, അതിന്റെ പൊസിഷൻ ആക്ച്വലി മെഷർ ചെയ്തപ്പോൾ അത് B എന്നുള്ള സ്റ്റേറ്റിലേക്ക് മാറി എന്ന് കരുതുക. ഓക്കെ, ഇപ്പൊ എന്തായി, സിസ്റ്റത്തിന്റെ പുതിയ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്, സിസ്റ്റത്തിന്റെ വേവ് ഫംഗ്ഷൻ അപ്പൊ മാറി. ഇനീഷ്യലി ഉള്ള വേവ് ഫംഗ്ഷൻ ഈ സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന വേവ് ഫംഗ്ഷൻ ആണ്. മെഷർ ചെയ്ത് കഴിഞ്ഞപ്പോൾ സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് B എന്ന സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന വേവ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, അപ്പൊ അതാണ് ഞാൻ ഇവിടെ psi b എന്ന് എഴുതിയിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള വേവ് ഫംഗ്ഷൻ എന്താണ്, ബി എന്ന പൊസിഷനിലുള്ള ഇലക്ട്രോണിനെ റെപ്രസെന്റ് ചെയ്യുന്ന വേവ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, ഇനി ഈ വേവ് ഫംഗ്ഷനിലേക്ക് വീണ്ടും എ എന്നുള്ള സാധ്യത ഞാൻ ഇൻപുട്ട് ചെയ്യുകയാണെങ്കിൽ ഈ വേവ് ഫംഗ്ഷൻ പറഞ്ഞു തരും ഇതിനുള്ള സാധ്യത അല്ലെ സംഭാവ്യത 0 ആണ്. ഓക്കെ, അതേസമയം ബി
എന്ന ഇൻപുട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ഈ വേവ് ഫംഗ്ഷൻ പ്രോബിലിറ്റി 1 ആണെന്ന് പറയും. ഇതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, നമ്മൾ മെഷർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇലക്ട്രോൺ ബി എന്നുള്ള സ്റ്റേറ്റിലേക്ക് മാറി. ബി എന്നുള്ള സ്റ്റേറ്റിലുള്ള ഇലക്ട്രോണിന്റെ പൊസിഷൻ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബി എന്ന് തന്നെ കിട്ടും. കാരണം ബി എന്ന പൊസിഷനിലുള്ള ഇലക്ട്രോൺ ആണെങ്കിൽ അതിനെ പിന്നെ എയിൽ കാണാൻ കഴിയില്ല. ഓക്കെ, ഇപ്പൊ സൂപ്പർ പൊസിഷൻ സ്റ്റേറ്റിലുള്ള ഇലക്ട്രോണിനെ നമ്മൾ മെഷർ ചെയ്യുകയാണെങ്കിൽ ഒന്നുകിൽ എ അല്ലെങ്കിൽ ബി കിട്ടും. അതേസമയം ബി എന്ന പൊസിഷനിൽ ആണ് ഇലക്ട്രോൺ എന്ന് നമുക്ക് അറിയാമെങ്കിൽ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ഫംഗ്ഷൻ ആണെങ്കിൽ അത് പിന്നെ എയിലായിരിക്കാനുള്ള സാധ്യത 0ആണ്, ബിയിലായിരിക്കാനുള്ള സാധ്യത 1ആണ്. ഇതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, നമ്മളൊരു മെഷർമെന്റ് നടത്തി ബി എന്നുള്ള സ്റ്റേറ്റിലേക്ക് മാറി. ഓക്കെ, ഈ മെഷർമെന്റ് നടത്തുന്നതിന് മുമ്പ് ബി എന്നുള്ള സ്റ്റേറ്റിലേക്ക് മാറാനുള്ള സാധ്യത 0.5 ആണ്. അപ്പൊ ബി എന്നുള്ള സ്റ്റേറ്റിലേക്ക് മാറി എന്ന് നമുക്ക് അറിയാം എന്ന് കരുതുക. വീണ്ടും ഉടനെ തന്നെ വേറൊരു പൊസിഷൻ മെഷർമെന്റ് നടത്തുകയാണെങ്കിൽ നമുക്ക് ബി എന്ന പൊസിഷനിൽ തന്നെ ഇലക്ട്രോണിനെ കാണാൻ കഴിയും. ഓക്കെ, ഉടനെ തന്നെ കൺസിക്യൂട്ടീവ് ആയിട്ട് പല പല മെഷർമെന്റ്സ് നടത്തുകയാണെങ്കിലും ബി എന്നുള്ള പൊസിഷനിൽ തന്നെ ഇലക്ട്രോണിനെ കാണാൻ കഴിയും. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ബി എന്നുള്ള സ്റ്റേറ്റ് സാധ്യതയാണ് ഇൻപുട്ട് ചെയ്യുന്നതെങ്കിൽ പ്രോബിലിറ്റി 1 എന്ന് കിട്ടും. എ എന്നുള്ള സാധ്യത ഇൻപുട്ട് ചെയ്യുകയാണെങ്കിൽ പ്രോബിലിറ്റി 0 എന്ന് കിട്ടും. ഇപ്പൊ വേവ് ഫംഗ്ഷന്റെ ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ ഇനീഷ്യലി psi എന്നായിരുന്ന വേവ് ഫംഗ്ഷൻ ഇപ്പോൾ psi b എന്ന വേവ് ഫംഗ്ഷനിലേക്ക് മാറി. ഓക്കെ, മെഷർ ചെയ്യുന്നതിന് മുമ്പുള്ള വേവ് ഫംഗ്ഷൻ ഞാൻ psi എന്നാണ് എഴുതിയത്. മെഷർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് psi b എന്നുള്ള വേവ് ഫംഗ്ഷനിലേക്ക് മാറി. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മെഷർമെന്റ് ചെയ്യുമ്പോൾ വേവ് ഫംഗ്ഷൻ ഒരു മാറ്റം വരികയാണ്. ഓൾറൈറ്റ്, മെഷർ ചെയ്യുന്നതിന് മുമ്പ് psi a പ്ലസ് psi b ആയിരുന്നെങ്കിൽ മെഷർ ചെയ്ത് കഴിഞ്ഞപ്പോൾ psi a യിലേക്ക് മാറി. ഈ മാറ്റത്തിനെയാണ് വേവ് ഫംഗ്ഷൻ കൊളാപ്സ് എന്ന് പറയുന്നത്. വേവ് ഫംഗ്ഷൻ തകർന്നു വീഴുകയാണ്. ഇനീഷ്യലി സ്പ്രെഡ് ഔട്ട് ആയിട്ട് കിടക്കുകയാണ്, മെഷർമെന്റ് നടത്തുമ്പോൾ അത് ഒരു സാധ്യതയിലേക്ക് ചുരുങ്ങുകയാണ്, തകരുകയാണ്. ഇതിനെയാണ് വേവ് ഫംഗ്ഷൻ കൊളാപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ക്വാണ്ടം മെക്കാനിക്സിന്റെ ബേസ്. ഇനി ഒരു സ്വാഭാവികമായിട്ടും ചോദ്യം ചോദിക്കും, ഇതൊക്കെ ഉള്ളതാണോ, എന്തിനാണ് നമ്മൾ ഈ സൂപ്പർ പൊസിഷനൊക്കെ കണക്കിലെടുക്കുന്നത്? സിസ്റ്റത്തെ കുറിച്ച് കൂടുതൽ നന്നായിട്ട് അറിയുകയാണെങ്കിൽ ഈ പ്രോബബിലിറ്റിയുടെ ഭാഷ നമുക്ക് ഒഴിവാക്കിക്കൂടെ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരാം. ഉദാഹരണത്തിന് ക്ലാസിക്കൽ ഫിസിക്സിലും പ്രോബബിലിറ്റിയുടെ ഭാഷ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഒരു കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി 1/2 ആണ്, ടെയിൽ കിട്ടാനുള്ള പ്രോബബിലിറ്റി 1/2 ആണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അവിടെ നമ്മൾ ടോസ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ആശയം, ഈ കോയിനിൽ നമ്മൾ കൃത്യം കൊടുക്കുന്ന ബലം എത്രയെന്ന് നമുക്കറിയില്ല, അവിടെയുള്ള എയർ പ്രഷർ എത്രയെന്ന് അറിയില്ല, എക്സാക്റ്റ് ആയിട്ടുള്ള ഗ്രാവിറ്റി എത്രയെന്ന് അറിയില്ല. ഇങ്ങനെ നമുക്ക് അറിയാത്ത കുറെ കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ പ്രോബബിലിറ്റിയുടെ ഭാഷ ക്ലാസിക്കൽ മെക്കാനിക്സിൽ ആവശ്യമില്ല. ഇത് ക്ലാസിക്കൽ മെക്കാനിക്സിൽ നമ്മൾ പ്രോബബിലിറ്റി ഉപയോഗിക്കുന്നത് നമുക്ക് ചില കാര്യങ്ങളെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ലഭ്യമല്ലാത്തത് കൊണ്ടാണ്. അതേസമയം ക്വാണ്ടം മെക്കാനിക്സിൽ പ്രോബബിലിറ്റിയുടെ ഭാഷ ഉപയോഗിക്കേണ്ടി വരുന്നത് സൂപ്പർ പൊസിഷൻ കാരണമാണ്. അതായത് ഇലക്ട്രോണിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും അറിഞ്ഞാലും പ്രോബബിലിറ്റിയുടെ ഭാഷ ഒഴിവാക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതായത് പ്രോബബിലിറ്റി അടിസ്ഥാനപരമായിട്ട് ഒരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള രീതിയിൽ ക്വാണ്ടം മെക്കാനിക്സിൽ വരുന്നുണ്ട്, ക്ലാസിക്കൽ മെക്കാനിക്സിലെ പോലെയല്ല. ക്ലാസിക്കൽ മെക്കാനിക്സിൽ പ്രോബബിലിറ്റി നമ്മൾ ഉപയോഗിക്കുന്നത് സിസ്റ്റത്തെ കുറിച്ച് നമുക്ക് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഉള്ളപ്പോഴാണ്, സിസ്റ്റത്തെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഇൻകംപ്ലീറ്റ് ആകുമ്പോഴാണ്. ക്വാണ്ടം മെക്കാനിക്സിൽ സിസ്റ്റത്തെ കുറിച്ച് കംപ്ലീറ്റ് ഇൻഫർമേഷൻ ഉണ്ടെങ്കിലും പ്രോബബിലിറ്റിയുടെ ഭാഷ നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല. അപ്പോൾ അതിനൊരു ഈ ഒരു ബിഹേവിയറിന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയാം. സൂപ്പർ പൊസിഷൻ, ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ്. ദിസ് ഇസ് കോൾഡ് ദ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്. ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിൽ നമ്മൾ ഇതാണ് ചെയ്യുന്നത്. നമുക്ക് ഇവിടെ ഒരു ഇലക്ട്രോൺ സോഴ്സ് ഉണ്ട്. ഇലക്ട്രോൺ സോഴ്സ് വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ഇലക്ട്രോൺ സോഴ്സ് ആണ്. ഓരോ ഇലക്ട്രോണുകളെയായിട്ട് നമുക്ക് അയക്കാൻ കഴിയും. റൈറ്റ്, ഇലക്ട്രോൺ സോഴ്സിൽ നിന്ന് ഓരോ ഇലക്ട്രോണുകളെയായിട്ട് നമുക്ക് അയക്കാൻ കഴിയും. ഇവിടെ നമുക്കൊരു സ്ലിറ്റ് ഉണ്ട്, ഒരു വിടവുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യുന്നത് ഈ സോഴ്സിൽ നിന്നുള്ള ഇലക്ട്രോണുകളെ ഈ വിടവിലൂടെ കടത്തിവിടുക, എന്നിട്ട് അതിനെ പുറകിലുള്ള ഒരു സ്ക്രീനിൽ പതിപ്പിക്കുക. അപ്പോൾ ആദ്യം ഒരു ഇലക്ട്രോണിനെ കടത്തിവിട്ടു, അതൊരു പോയിന്റ് ആയി. ഇതിൽ കാണുന്ന ഡോട്ടുകളൊക്കെ ഇലക്ട്രോൺ പതിച്ച ഡോട്ടുകളാണ്. സ്ക്രീനിൽ ഇലക്ട്രോൺ പതിക്കുമ്പോൾ സ്ക്രീനിൽ ഉണ്ടാകുന്ന മാർക്കിങ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു ഇലക്ട്രോൺ കടത്തിവിട്ടു, ഒരു ഡോട്ട് ഉണ്ടായി. അടുത്ത ഇലക്ട്രോണിനെ കടത്തിവിട്ടു, ഒരു ഡോട്ട് ഉണ്ടായി. വീണ്ടും ഒരു ഇലക്ട്രോണിനെ കടത്തിവിട്ടു, വീണ്ടും ഒരു ഡോട്ട് ഉണ്ടായി. ഇങ്ങനെ കുറെ സമയം തുടർന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു പാറ്റേൺ കിട്ടും. സ്ക്രീനിൽ എല്ലായിടത്തും കുറെ ഇലക്ട്രോണുകൾ ഇങ്ങനെ സ്പ്രെഡ് ഔട്ട് ആയിട്ട് അപ്പിയർ ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും. ഇത് വ്യക്തമായി കരുതുന്നു. ഓക്കെ, ഇതിവിടെയുള്ള സ്ലിറ്റ് ആണ്. ഇനി നമ്മൾ അതിന്റെ നേരെ താഴെ വേറൊരു സ്ലിറ്റ് തുറന്നു, എന്നിട്ട് ആദ്യത്തെ സ്ലിറ്റ് അടച്ചു. ഇവിടെ ഒരു സ്ലിറ്റ് ഉണ്ട്, പക്ഷെ ഞാനിപ്പോൾ അടച്ചു വെച്ചിരിക്കുകയാണ്. റൈറ്റ്, ഇവിടെയും ഈ കേസിൽ ഒരു സ്ലിറ്റ് ഉണ്ട്, പക്ഷെ ഇത് അടച്ചു വെച്ചിരിക്കുകയാണ്. റൈറ്റ്, ഇനി താഴത്തെ സ്ലിറ്റിലൂടെ കടത്തി വിടുമ്പോൾ നമ്മൾ കാണാൻ കഴിയുന്നത് ഈ താഴത്തെ സ്ലിറ്റിന് ഏകദേശം സിമെട്രിക് ആയിട്ട്, റൈറ്റ്, അതിന് നേരെ ഈ സ്ലിറ്റിന്റെ നേരെ കുറെ ഇലക്ട്രോണുകളും അതിന്റെ രണ്ട് സൈഡിലേക്കും കുറച്ച് ഇലക്ട്രോണുകളും വീഴുന്നതായിട്ട് കാണാൻ കഴിയും. ഇതിൽ കുഴപ്പമൊന്നുമില്ല. അതേസമയം നമ്മൾ ഈ രണ്ട് സ്ലിറ്റുകളും ഒരുമിച്ച് തുറന്നു വെച്ചിട്ട് ഇലക്ട്രോണുകളെ കടത്തിവിടുമ്പോൾ എഗെയിൻ ഇലക്ട്രോണുകളെ 1 by 1 ആയിട്ടാണ് കടത്തിവിടുന്നത്. ഒരു ഇലക്ട്രോണിനെ കടത്തിവിട്ടു, അത് സ്ക്രീനിൽ ചെന്ന് പതിച്ചു, സ്ക്രീനിൽ ഒരു ഡോട്ട് ഉണ്ടായി. അടുത്ത ഇലക്ട്രോണിനെ കടത്തിവിട്ടു, അത് സ്ക്രീനിൽ ചെന്ന് പതിച്ചു, വേറൊരു ഡോട്ട് ഉണ്ടായി.
ഇപ്പൊ ഓരോ ഡോട്ടൊക്കെ ആകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും തോന്നില്ല, പക്ഷെ കുറെ സമയം കഴിയുമ്പോൾ ഈ ഡോട്ട്സ് ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ വിചിത്രമായിട്ടുള്ള കാര്യം ഇവിടെ കാണാൻ കഴിയും. ഇവിടെ സംഭവിക്കുന്നത് ഒരു സ്ലിറ്റ് മാത്രം തുറന്നു വെച്ചിരുന്നപ്പോൾ ഇലക്ട്രോൺ എത്തിയിരുന്ന പല സ്ഥലത്തും, ഇപ്പൊ ഞാനിപ്പോൾ ഇങ്ങനെ ഇവിടെ വരയ്ക്കുന്ന ഈ സ്ഥലത്തൊക്കെ ഇലക്ട്രോണുകൾ എത്തിയിട്ടുണ്ട്, ഇവിടെയൊക്കെ ഡോട്ടുകൾ ഉണ്ട്. ഓക്കെ, ഇത് ഒരു സ്ലിറ്റ് മാത്രം തുറന്നു വെച്ചപ്പോൾ ഇലക്ട്രോണുകൾ എത്തിയിരുന്ന പല സ്ഥലത്തും ഇപ്പൊ ഇലക്ട്രോണുകൾ എത്തുന്നില്ല. ഇപ്പൊ ഞാൻ ഇവിടെ ഒരു വട്ടം വരച്ചിട്ടുണ്ട്, ഇവിടെയൊക്കെ ബ്ലാങ്ക് ആണ്, ഇവിടുന്ന് ഇലക്ട്രോണുകൾ എത്തുന്നില്ല. അതേസമയം അതിന്റെ ഇടയിലുള്ള ചില ഭാഗങ്ങളിൽ കൂടുതൽ ഇലക്ട്രോണുകൾ എത്തിയിട്ടുണ്ട്. ഓക്കെ, അതായത് രണ്ട് സ്ലിറ്റും തുറന്നു വെക്കുമ്പോൾ ഈ നമുക്ക് കിട്ടുന്ന പാറ്റേൺ, സ്ക്രീനിൽ കിട്ടുന്ന പാറ്റേൺ ഈ രണ്ട് പാറ്റേണും ചേർത്ത് വെച്ചാൽ കിട്ടുന്നതല്ല, അതിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നാണ്. സ്പെസിഫിക്കലി ഒരു സ്ലിറ്റ് മാത്രം തുറന്നു വെച്ചപ്പോൾ എത്തിയിരുന്ന പല സ്ഥലത്തും ഇലക്ട്രോണുകൾ ഇപ്പോൾ എത്തുന്നില്ല. രണ്ട് സ്ലിറ്റും തുറന്നു വെക്കുമ്പോൾ ഇലക്ട്രോൺ എത്തുന്നില്ല. ഓക്കെ, രണ്ട് സ്ലിറ്റും തുറന്നു വെച്ചപ്പോൾ സ്ക്രീനിലുള്ള ചില പൊസിഷൻസിൽ ഇലക്ട്രോൺസ് ചെന്ന് വീഴാനുള്ള പ്രോബബിലിറ്റി 0 ആയി എന്നാണ് അതിന്റെ അർത്ഥം. അതായത് ഇനീഷ്യൽ നമ്മൾ ഇവിടെ നോക്കിയാൽ ഇവിടെ എല്ലാം ഇലക്ട്രോണുകൾ വീണിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നോക്കിയാൽ ഇവിടെ എല്ലാ ഇലക്ട്രോണുകൾ വീണിട്ടുണ്ട്. പക്ഷെ രണ്ട് സ്ലിറ്റും തുറന്നു വെച്ചപ്പോൾ ചില സ്ഥാനങ്ങളിൽ ഇലക്ട്രോൺ വീഴാനുള്ള പ്രോബബിലിറ്റി 0 ആയി. ക്വാണ്ടം മെക്കാനിക്സ് ഇതിനെ വിശദീകരിക്കുന്ന ഇങ്ങനെയാണ്. അഗൈൻ ഒരു പെർട്ടിക്കുലർ ഇന്റർപ്രിറ്റേഷൻ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഓരോ ഇലക്ട്രോണും, അതായത് രണ്ട് സ്ലിറ്റും തുറന്നു വെക്കുമ്പോൾ ഒരു സ്ലിറ്റ് മാത്രം തുറന്നു വെക്കുമ്പോൾ പെരുമാറുന്ന പോലെയല്ല ഇലക്ട്രോൺ പെരുമാറുന്നത്, അത് വ്യക്തമായെന്ന് കരുതുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് നമുക്ക് അതിനെ ഇങ്ങനെ വിശദീകരിക്കാം. ഓരോ ഇലക്ട്രോണും രണ്ട് സ്ലിറ്റിലൂടെയും യഥാർത്ഥത്തിൽ കടന്നു പോകുന്നുണ്ട്. കാരണം രണ്ട് സ്ലിറ്റും തുറന്നു വെക്കുമ്പോൾ അതിന്റെ പെരുമാറ്റം മാറുന്നുണ്ട്. അപ്പൊ എന്തോന്ന് രണ്ട് സ്ലിറ്റും തുറന്നു വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഇലക്ട്രോൺ ഏതൊരു രീതിയിൽ അറിയുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, വിത്തിൻ കോഡ്സ് ഇലക്ട്രോൺ അങ്ങനെ അറിയുന്നൊന്നുമില്ല. അപ്പൊ നമ്മൾ വിശദീകരിക്കുന്ന എങ്ങനെയാണ്, ഇലക്ട്രോൺ രണ്ട് സ്ലിറ്റിലൂടെയും കടന്നു പോകുന്നുണ്ട്. റൈറ്റ്, എന്നിട്ട് ക്വാണ്ടം മെക്കാനിക്സിന്റെ റൂൾസ് പറയുന്ന ഇതാണ്: ഒരു നിശ്ചിത സ്ഥലത്ത് ഇലക്ട്രോൺ എത്താനുള്ള പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. ആദ്യത്തെ സ്ലിറ്റിലൂടെ കടന്ന് ഇവിടെ എത്താനുള്ള പ്രോബബിലിറ്റി ആംപ്ലിറ്റ്യൂഡ് എടുക്കുക. പ്രോബബിലിറ്റി അല്ല, പ്രോബബിലിറ്റി ആംപ്ലിറ്റ്യൂഡ് എടുക്കുക. പ്രോബബിലിറ്റി ആംപ്ലിറ്റ്യൂഡ് ആര് പറഞ്ഞുതരും? വേവ് ഫംഗ്ഷൻ പറഞ്ഞുതരും. ഓക്കെ, അതേ ഇലക്ട്രോൺ രണ്ടാമത്തെ സ്ലിറ്റിലൂടെ കടന്ന് ഇവിടെ എത്താനുള്ള പ്രോബബിലിറ്റി ആംപ്ലിറ്റ്യൂഡ് എടുക്കുക. എന്നിട്ട് ഈ രണ്ട് പ്രോബബിലിറ്റി ആംപ്ലിറ്റ്യൂഡ്സും കൂട്ടണം. പ്രോബബിലിറ്റി അല്ല കൂട്ടേണ്ടത്, പ്രോബബിലിറ്റി ആംപ്ലിറ്റ്യൂഡ് ആണ് കൂട്ടേണ്ടത്. ഓക്കെ, ഈ പ്രോബബിലിറ്റി ആംപ്ലിറ്റ്യൂഡ് നമ്മൾ കൂട്ടി നോക്കിയിട്ട് കിട്ടുന്ന റിസൾട്ടാണ് ടോട്ടൽ പ്രോബബിലിറ്റി ആംപ്ലിറ്റ്യൂഡ്. ഇതിന്റെ സ്ക്വയർ എടുത്താൽ ഒരു പോയിന്റിൽ ഇലക്ട്രോൺ എത്താനുള്ള പ്രോബബിലിറ്റി കിട്ടും. ഓക്കെ, ഉദാഹരണത്തിന് ഞാൻ പറയാണ്, ഈ ഒരു പോയിന്റിൽ ഇലക്ട്രോൺ എത്താനുള്ള പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സ് പറയുന്ന ഇതാണ്: ഈ സ്ലിറ്റിലൂടെ കടന്ന് ഇവിടെ എത്താനുള്ള പ്രോബബിലിറ്റി ആംപ്ലിറ്റ്യൂഡ് എടുക്കുക. ഓക്കെ, ഉദാഹരണത്തിന് ലെറ്റ്സ് സേ ദാറ്റ് ഇറ്റ് ഈസ് -0.25, കാരണം പ്രോബബിലിറ്റി ആംപ്ലിറ്റ്യൂഡ്സിന് നെഗറ്റീവ് ആകാം എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി ഈ സ്ലിറ്റിലൂടെ കടന്ന് ഇങ്ങോട്ട് എത്താനുള്ള പ്രോബബിലിറ്റിയും നമുക്ക് പ്രോബബിലിറ്റി ആംപ്ലിറ്റ്യൂഡ് എടുക്കാം. ആര് പറഞ്ഞുതരും? വേവ് ഫംഗ്ഷൻ പറഞ്ഞുതരും. ഈ പ്രോബബിലിറ്റി ആംപ്ലിറ്റ്യൂഡ് ലെറ്റ്സ് സേ ദാറ്റ് ഇറ്റ്സ് 0.25. ഓക്കെ, അങ്ങനെയാണ് ഇവിടെയുള്ള ടോട്ടൽ പ്രോബബിലിറ്റി ആംപ്ലിറ്റ്യൂഡ് എന്തായി? 0 ആയി. അപ്പൊ ഇവിടെ ടോട്ടൽ പ്രോബബിലിറ്റി കിട്ടണമെങ്കിൽ ഇതിന്റെ സ്ക്വയർ എടുക്കണം. പക്ഷെ 0ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 0 തന്നെയാണ്. അതായത് ഈ പ്രോബബിലിറ്റി ആംപ്ലിറ്റ്യൂഡ്സ് പരസ്പരം ക്യാൻസൽ ചെയ്യുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ. ഓക്കെ, അതുകൊണ്ടാണ് രണ്ട് സ്ലിറ്റും തുറന്നു വെക്കുമ്പോൾ ഒരു സ്ലിറ്റ് തുറന്നു വെക്കുമ്പോഴുള്ള പെരുമാറ്റത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇലക്ട്രോൺ പെരുമാറുന്നത്. കാരണം രണ്ട് സാധ്യത ഉണ്ടെങ്കിൽ ഈ രണ്ട് സാധ്യതയ്ക്കും കറസ്പോണ്ട് ചെയ്യുന്ന പ്രോബബിലിറ്റി ആംപ്ലിറ്റ്യൂഡ് ആഡ് ചെയ്യണം എന്നാണ് ക്വാണ്ടം മെക്കാനിക്സിന്റെ നിയമങ്ങൾ പറയുന്നത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് സൂപ്പർ പൊസിഷൻ വളരെ ഫണ്ടമെന്റൽ ആണ്. കാരണം സൂപ്പർ പൊസിഷൻ പോലെ ഒരു കാര്യം ഇല്ലെങ്കിൽ ഈ രീതിയിലുള്ള പാറ്റേൺ നമുക്ക് ഒരിക്കലും കിട്ടില്ല. സൂപ്പർ പൊസിഷൻ ഇല്ലാന്ന് കരുതുക, ഇലക്ട്രോൺ ഒരു സ്ലിറ്റിലൂടെ മാത്രമാണ് കടന്നു പോകുന്നത്. നമുക്കറിയില്ല, ഒന്നുകിൽ മുകളിലത്തെ സ്ലിറ്റിലൂടെ അല്ലെ താഴത്തെ സ്ലിറ്റിലൂടെ കടന്നു പോകാം എന്ന് കരുതുക. നമുക്കറിയില്ല ഏത് സ്ലിറ്റിലൂടെയാണ്. നമ്മൾ എന്താ പ്രതീക്ഷിക്കുക? ഒന്നുകിൽ ഈ സ്ലിറ്റിലൂടെ കടന്നു പോകും, അല്ലെങ്കിൽ ഈ സ്ലിറ്റിലൂടെ കടന്നു പോകും എന്നാണ് നമ്മൾ പ്രതീക്ഷ ചെയ്യുക. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഈ പാറ്റേൺ കിട്ടില്ല. നമുക്ക് കിട്ടാൻ പോകുന്ന പാറ്റേൺ ഈ രണ്ട് പാറ്റേൺസ് ചേർത്ത് വെച്ചാലുള്ള പാറ്റേൺ. ഓക്കെ, അതായത് ഇങ്ങനെയുള്ള ഒരു പാറ്റേൺ കിട്ടണമെങ്കിൽ ഇൻ സം സെൻസ് ദ ഇലക്ട്രോൺ ഹാസ് ടു പാസ് ത്രൂ ബോത്ത് സ്ലിറ്റ്സ് അറ്റ് ദ സെയിം ടൈം. അല്ലെങ്കിൽ രണ്ട് സ്ലിറ്റും ഉണ്ട് എന്നുള്ള കാര്യം ഇലക്ട്രോണിന്റെ ബിഹേവിയറിൽ എന്തോ മാറ്റം വരുത്തണം. ഓക്കെ, ക്വാണ്ടം മെക്കാനിക്സിൽ ഇതിൽ പറയുന്ന എക്സ്പ്ലനേഷൻ ആണ്: the electron is actually in a superposition of being in this beam and in this beam. രണ്ട് ബീമിലും അല്ലെങ്കിൽ രണ്ട് വഴികളിൽ കൂടെയും സഞ്ചരിക്കുന്ന ഇതിന്റെ ഒരു സൂപ്പർ പൊസിഷനിലാണ് ഇലക്ട്രോൺ ഉള്ളതെന്നാണ്. ഓക്കെ, ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ കുറച്ച് ഇൻഅക്യുറസീസ് അതിൽ കടന്നു വരുന്നുണ്ട്. ഇപ്പോൾ വഴികളെന്നൊന്നും നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ പറയില്ല, കാരണം വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള പാത്ത് ഇല്ല. ഓക്കെ, വേണമെങ്കിൽ രണ്ട് ബീം എന്ന് പറയാം. റൈറ്റ്, ഒന്നുകിൽ ഈ രണ്ട് ബീമിലും ഒരുമിച്ചായിരിക്കുന്ന അവസ്ഥയിലാണ് ഇലക്ട്രോൺ ഉള്ളത്. അപ്പോൾ ക്വാണ്ടം മെക്കാനിക്സിന്റെ നിയമങ്ങൾ അനുസരിച്ച് ചില സ്ഥാനങ്ങളിൽ പ്രോബബിലിറ്റി 0 ആവും. ഞാൻ പറഞ്ഞു വരുന്നത് സൂപ്പർ പൊസിഷൻ എന്ന് പറഞ്ഞ കാര്യം നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പ്രോബബിലിറ്റി എന്നുള്ള ലാംഗ്വേജും നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല. ഓക്കെ,
ഇനി മെഷർമെന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ തന്നെ ആക്ച്വലി ഒരു മെഷർമെന്റ് നടക്കുന്നുണ്ട്. ഈ രണ്ട് സ്ലിറ്റിലൂടെയും ഇലക്ട്രോൺ കടന്നു വരുന്നു നമ്മൾ പറയുന്നുണ്ടെങ്കിലും സ്ക്രീനിൽ ഒരു നിശ്ചിത പോയിന്റിൽ മാത്രമാണ് ഇലക്ട്രോൺ വീഴുന്നത്. ഇലക്ട്രോൺ കടന്നു വന്നു, സ്ക്രീനിൽ ഒരു ഡോട്ടാണ് ഉണ്ടാകുന്നത്. ഒരു ഇലക്ട്രോൺ എപ്പോഴും ഒരു ഡോട്ടാണ് ഉണ്ടാക്കുന്നത്, ഒന്നിലധികം ഡോട്ട്സ് ഉണ്ടാക്കുന്നില്ല. ഓക്കെ, അതായത് മെഷർമെന്റ് നടത്തുന്ന സമയത്ത് ഇലക്ട്രോണിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുന്നുണ്ട്. റൈറ്റ്, ഇത് വേറെ രീതിയിലും മനസ്സിലാക്കാം. നമ്മൾ ഇവിടെ ഈ ഇലക്ട്രോണിനെ മെഷർ ചെയ്യാൻ, സ്ലിറ്റിന്റെ ഇപ്പുറത്ത് ഇലക്ട്രോണിനെ മെഷർ ചെയ്യാൻ എന്തെങ്കിലും ഒരു മെഷർമെന്റ് ഡിവൈസ് വെക്കുകയാണെന്ന് കരുതുക. ഉദാഹരണത്തിന് ഇലക്ട്രോൺ ഏത് സ്ലിറ്റിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഒരു പാർട്ടിക്കിൾ ഡിറ്റക്ടർ അവിടെ പ്ലേസ് ചെയ്യുകയാണ്. പാർട്ടിക്കിൾ ഡിറ്റക്ടറിന്റെ ഉദ്ദേശം ഇതാണ്. നമ്മുടെ അവകാശവാദം എന്താണ്? ഇലക്ട്രോൺ ഒരേ സമയം രണ്ട് സ്ലിറ്റിലൂടെയും കടന്നുപോയി. അങ്ങനെയാണെങ്കിൽ രണ്ട് പാർട്ടിക്കിൾ ഡിറ്റക്ടർ വയ്ക്കുകയാണ്, രണ്ട് പാർട്ടിക്കിൾ ഡിറ്റക്ടറും ക്ലിക്ക് ചെയ്യണം അല്ലെ, കാരണം രണ്ട് സ്ലിറ്റിലൂടെയും കടന്നു പോകുന്നുണ്ട്. പക്ഷെ അവിടെ നമ്മൾ കാണുന്നത് ഒരു പാർട്ടിക്കിൾ ഡിറ്റക്ടർ രണ്ട് സ്ലിറ്റിന്റെ അവിടെയും ഓരോ പാർട്ടിക്കിൾ ഡിറ്റക്ടർ വെക്കുകയാണെങ്കിൽ ഇതിലൊരു പാർട്ടിക്കിൾ ഡിറ്റക്ടറിൽ മാത്രമേ ഇലക്ട്രോൺ രജിസ്റ്റർ ആവുള്ളൂ. ഈ പാർട്ടിക്കിൾ ഡിറ്റക്ടറിനെ വേണമെങ്കിൽ നമുക്ക് വീഡിയോ ക്യാമറ എന്ന് വിളിക്കാം. നമ്മളിവിടെ രണ്ട് വീഡിയോ ക്യാമറാസ് വെക്കുകയാണെങ്കിൽ ഒരു വീഡിയോ ക്യാമറയിൽ മാത്രമേ ഇലക്ട്രോൺ റെക്കോർഡ് ആവുള്ളൂ. ഓക്കെ, പക്ഷെ അങ്ങനെ റെക്കോർഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇന്റർഫറൻസ് പാറ്റേൺ നഷ്ടപ്പെടും. പിന്നെ ഇങ്ങനെയുള്ള പാറ്റേൺ കിട്ടില്ല. ഇതിനെ ഇന്റർഫറൻസ് പാറ്റേൺ എന്നാണ് വിളിക്കുന്നത്. ഈ പാറ്റേണിനെ ഇന്റർഫറൻസ് പാറ്റേൺ എന്നാണ് വിളിക്കുന്നത്. ഇന്റർഫറൻസ് ഒക്കെ പഠിച്ചിട്ടുള്ളവർക്ക് അതെന്താണെന്നുള്ളത് റിലേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടാവും. കാരണം ലൈറ്റിന്റെ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ഒക്കെ ഉണ്ട്. പ്രകാശത്തെ രണ്ട് സ്ലിറ്റിലൂടെ കടത്തി വിട്ടാൽ കിട്ടുന്ന പാറ്റേണിന് സമാനമായിട്ടുള്ള പാറ്റേൺ ആണിത്. അതുകൊണ്ടാണ് ഇതിനെ ഇന്റർഫറൻസ് പാറ്റേൺ എന്ന് പറയുന്നത്. ഓക്കെ, ഏത് സ്ലിറ്റിലൂടെയാണ് കടന്നുപോയത് എന്ന് അറിയാൻ ശ്രമിക്കുകയാണെങ്കിൽ, എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ പാറ്റേൺ നഷ്ടപ്പെടും. ഈ പാറ്റേൺ നഷ്ടപ്പെട്ടിട്ട് ഈ രണ്ട് പാറ്റേണിന്റെയും ആകെത്തുകയായിട്ടുള്ള പാറ്റേൺ കിട്ടും. ഓൾറൈറ്റ്, അതായത് സൂപ്പർ പൊസിഷൻ നഷ്ടപ്പെട്ടു എന്നർത്ഥം. സൂപ്പർ പൊസിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇന്റർഫറൻസ് പാറ്റേൺ കിട്ടുള്ളൂ. നമ്മൾ ഏത് സെറ്റിലൂടെ കടന്നുപോയെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ സൂപ്പർ പൊസിഷൻ നഷ്ടപ്പെടുകയും ഇന്റർഫറൻസ് പാറ്റേൺ കാണാതാവുകയും ചെയ്യും. ഇതാണ് സംഭവിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് സൂപ്പർ പൊസിഷൻ ഫണ്ടമെന്റൽ ആണ്. ഓക്കെ, ഇതിനെ എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൊതുസമ്മതി ഇല്ലാത്തൊരു കാര്യമാണ്. ശാസ്ത്ര ലോകത്ത് തന്നെ കൺസെൻസസ് ഇല്ലാത്തൊരു ഇഷ്യൂ ആണ്. അതായത് മാത്തമാറ്റിക്സ് വളരെ ക്ലിയർ ആണ്, ഏകദേശം ഞാൻ എഴുതിയ പോലത്തെ മാത്തമാറ്റിക്സ് ആണ്. പക്ഷെ ഈ മാത്തമാറ്റിക്സ് യഥാർത്ഥത്തിൽ ഇലക്ട്രോണിനെ കുറിച്ച് എന്താണ് പറയുന്നതെന്ന് ചോദിച്ചാൽ അത് കൺസെൻസസ് ഇല്ലാത്തൊരു ഇഷ്യൂ ആണ്. ഓക്കെ, വളരെ രസകരമായിട്ടുള്ള സാധ്യതകൾ, ഇന്റർപ്രിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ ഇതിൽ ഏത് ഇന്റർപ്രിറ്റേഷൻ ആണ് യഥാർത്ഥത്തിൽ ശരി, അല്ലെങ്കിൽ ഏത് ഫോർമുലേഷൻ ആണ് ശരിക്കും ഉള്ളത്, ശരിക്കും ഇലക്ട്രോണിനെ കുറിച്ച് പറയുന്നതെന്ന് നിലവിൽ നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. ഓക്കെ, അടുത്ത ഫീച്ചറാണ് എൻറ്റാങ്കിൾമെന്റ്. റൈറ്റ്, അപ്പൊ എൻറ്റാങ്കിൾമെന്റിന് ഞാൻ മെഷർമെന്റുമായിട്ട് ബന്ധപ്പെടുത്തി പറയാം. ഇപ്പൊ ഇവിടെ ഇലക്ട്രോണിന്റെ രണ്ട് പോസിബിൾ സ്റ്റേറ്റ്സ് ആണ് ഉള്ളത്. ഇതിനെ സ്പിൻ അപ്പ് എന്ന് പറയും, സ്പിൻ അപ്പ്. ഇതിനെ സ്പിൻ ഡൗൺ എന്ന് പറയും. ഓക്കെ, ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു പാർട്ടിക്കിൾ കറങ്ങുന്ന രീതിയിലുള്ള റെപ്രസെന്റേഷൻ ആണ്, പക്ഷെ തെറ്റാണ്. ഇലക്ട്രോണിന്റെ കറക്കമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല ഇലക്ട്രോണിന്റെ സ്പിൻ എന്ന് പറയുന്നത്. ഇലക്ട്രോണിന് സ്പിൻ ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇലക്ട്രോൺ ഒരു മാഗ്നറ്റ് പോലെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഓരോ ഇലക്ട്രോണും ഒരു ചെറിയ കാന്തം, ഒരു മാഗ്നറ്റ് പോലെയാണ് പെരുമാറുന്നത്. അത് ഇലക്ട്രോണിന്റെ എന്തെങ്കിലും റൊട്ടേഷനുമായിട്ട് ബന്ധമുള്ള കാര്യമല്ല. പക്ഷെ റെപ്രസെന്റേറ്റീവ് പലപ്പോഴും നമ്മൾ ഇങ്ങനെ പറയും. ഇപ്പൊ സ്പിൻ അപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ മനസ്സിലാക്കാം. നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിൽ ഇലക്ട്രോണിനെ ഒരു മാഗ്നറ്റിക് ഫീൽഡിലൂടെ കടത്തി വിടുകയാണെങ്കിൽ ഇലക്ട്രോൺ ഒരു മാഗ്നറ്റ് ആയതുകൊണ്ട് ഇത് ഡിഫ്ലക്ട് ചെയ്യും. ഓക്കെ, ഒന്നുകിൽ മുകളിലേക്ക് ഡിഫ്ലക്ട് ആവും, അല്ലെങ്കിൽ താഴേക്ക് ഡിഫ്ലക്ട് ആവും. മുകളിലേക്ക് ഡിഫ്ലക്ട് ആവുന്ന ഇലക്ട്രോണിനെ നമുക്ക് സ്പിൻ അപ്പ് എന്ന് വിളിക്കാം. താഴേക്ക് ഡിഫ്ലക്ട് ആവുന്ന ഇലക്ട്രോണിനെ സ്പിൻ ഡൗൺ ഇലക്ട്രോൺ എന്ന് വിളിക്കാം. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ശരിക്കും ചെയ്യുന്നത് ഇലക്ട്രോണിന്റെ മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി മെഷർ ചെയ്യാണ് ചെയ്യുന്നത്. ഈ ക്വാണ്ടിറ്റി മെഷർ ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന കാര്യം രണ്ട് സാധ്യതകളേ ഉള്ളൂ എന്നുള്ളതാണ്. ഇലക്ട്രോണിന്റെ സ്പിൻ മെഷർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ മാഗ്നറ്റിക് മൊമെന്റ് മെഷർ ചെയ്യുമ്പോൾ രണ്ട് സാധ്യതകളേ ഉള്ളൂ എന്നാണ് നമ്മൾ കാണുന്നത്. അതിനെയാണ് നമ്മൾ ഒന്നുകിൽ സ്പിൻ അപ്പ് അല്ലെങ്കിൽ സ്പിൻ ഡൗൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതൊരു സ്പിൻ അപ്പ് സ്റ്റേറ്റിലുള്ള ഇലക്ട്രോൺ ആണ്. എന്റെ അർത്ഥം ഏകദേശം മനസ്സിലായെന്ന് തോന്നുന്നു. ഇത് നമ്മുടെ മെഷർമെന്റ് ഡിവൈസ് ആണ്. സ്പിൻ മെഷർ ചെയ്യാനുള്ള മെഷർമെന്റ് ഡിവൈസ് ആണ്. ഓക്കെ, ഈ മെഷർമെന്റ് ഡിവൈസിന്റെ പ്രത്യേകത ഇതാണ്. ഇവിടെ ഒരു സൂചി ഉണ്ട്. ഓക്കെ, സ്പിൻ അപ്പ് ഇലക്ട്രോണുമായിട്ട് ഇന്ററാക്ട് ചെയ്യുകയാണെങ്കിൽ ഈ സൂചി അപ്പ് എന്നുള്ള പോയിന്റിലേക്ക് നീങ്ങും. ഓക്കെ, ജസ്റ്റ് ലൈക്ക് വോൾട്ട് മീറ്റർ ഓർ അനോമീറ്റർ. ഓക്കെ, കൃത്യമായിട്ട് ഇങ്ങനെയുള്ള അപ്പാരറ്റസ് ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ദിസ് ഇസ് ജസ്റ്റ് എ റെപ്രസെന്റേഷൻ. ഓക്കെ, മെഷർമെന്റ് പ്രോസസ്സിനെ കുറിച്ച് പറയുന്നത്. അതേസമയം സ്പിൻ ഡൗണിലുള്ള ഇലക്ട്രോണിനെയാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ ഇവിടെയുള്ള സൂചി സ്പിൻ ഡൗൺ എന്നുള്ള നൊട്ടേഷനിലേക്ക് മാറും. അതായത് ഈ മെഷർമെന്റ് അപ്പാരറ്റസ് സ്പിൻ മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു അപ്പാരറ്റസ് ആണ്. അപ്പ് സ്പിൻ ആണോ ഡൗൺ സ്പിൻ ആണോ എന്ന് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു അപ്പാരറ്റസ് ആണ്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ഇത് ഇലക്ട്രോണിന്റെ പോസിബിൾ സ്റ്റേറ്റ് ആണ്, ഇതും ഇലക്ട്രോണിന്റെ പോസിബിൾ സ്റ്റേറ്റ് ആണെങ്കിൽ ഇതിൽ രണ്ടിലും ഒരുമിച്ചായിരിക്കുക എന്ന് പറയുന്നതും ഇലക്ട്രോണിന്റെ പോസിബിൾ സ്റ്റേറ്റ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പൊ ഈ സ്റ്റേറ്റിലുള്ള ഇലക്ട്രോണിനെ
ഈ സ്റ്റേറ്റ് ഇങ്ങനെ സൂപ്പർ പോസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റിലുള്ള ഇലക്ട്രോണിനെ നമ്മൾ ഈ മെഷർമെന്റ് അപ്പാരറ്റസ് ഉപയോഗിച്ച് മെഷർ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഓക്കെ, ഇപ്പൊ ക്വാണ്ടം മെക്കാനിക്സിനെ കുറിച്ച് വളരെ ഡയറക്റ്റ് ആയിട്ട് പറയുന്ന കാര്യം ഇതാണ്. ഇങ്ങനെ സൂപ്പർ പോസ്റ്റ് സ്റ്റേറ്റിലുള്ള ഇലക്ട്രോണിനെ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ ഈ നമുക്കിങ്ങനെ പറയാം, അതായത് ഈ മെഷർമെന്റ് അപ്പാരറ്റസ് സൂപ്പർ പൊസിഷനുള്ള ഈ സാധ്യതയായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അപ് സ്പിൻ എന്ന് കിട്ടും. അതേസമയം അത് ഈ സാധ്യതയായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡൗൺ സ്പിൻ എന്നുള്ള റിസൾട്ടാണ് കിട്ടുക. വേറെ രീതിയിൽ പറഞ്ഞാൽ ഈ മെഷർമെന്റ് അപ്പാരറ്റസ് ഇലക്ട്രോണിന്റെ സ്റ്റേറ്റിലുള്ള രണ്ട് സാധ്യതകളുണ്ടല്ലോ, ഈ സാധ്യതകളോട് വ്യത്യസ്തമായിട്ടാണ് ഇന്ററാക്ട് ചെയ്യുന്നത്. ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. സൂപ്പർ പൊസിഷനിലുള്ള ഇലക്ട്രോൺ ഉണ്ട്, അത് ഒന്നിലധികം അവസ്ഥകളിൽ ഒരുമിച്ചായിരിക്കുകയാണ്. ഈ ഒന്നിലധികം ഉള്ള അവസ്ഥകളിൽ ഓരോ അവസ്ഥയോടും വ്യത്യസ്തമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റുമായിട്ട് നമ്മൾ ഇലക്ട്രോൺ ഇന്ററാക്ട് ചെയ്യുകയാണെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സ് പറയുന്നത് ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് അത് എത്തുമെന്നാണ്. അതായത് ഇങ്ങനെ ഇന്ററാക്ട് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഇലക്ട്രോണിനും ഈ മെഷർമെന്റ് അപ്പാരറ്റസിനും വേറെ വേറെ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഇല്ല, പകരം എന്താ സംഭവിക്കുന്നത്? ഇത് രണ്ടും കൂടെ ഒരു കോമ്പോസിറ്റ് സ്റ്റേറ്റിലേക്ക് മാറും എന്നാണ് ക്വാണ്ടം മെക്കാനിക്സ് ഡയറക്റ്റ് ആയിട്ട് പറയുന്നത്. ക്വാണ്ടം മെക്കാനിക്സ് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞ ഉദ്ദേശിക്കുന്നത്, ക്വാണ്ടം മെക്കാനിക്സിൽ ഒരു ഇക്വേഷൻ ഉണ്ട്, ഈ ഇക്വേഷന്റെ പേര് ഷ്രോഡിംഗർ ഇക്വേഷൻ എന്നാണ്. ഈ ഷ്രോഡിംഗർ ഇക്വേഷൻ ആണ് വേവ് ഫംഗ്ഷൻ, ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റംസ് സമയത്തിൽ എങ്ങനെ മാറുന്നു എന്നുള്ളതിനെ നിർണ്ണയിക്കുന്നത്. ഷ്രോഡിംഗർ ഇക്വേഷൻ. അപ്പൊ ഈ ഷ്രോഡിംഗർ ഇക്വേഷൻ പറയുന്ന ഇതാണ്, ഇങ്ങനെ ഒരു ഇന്ററാക്ഷൻ നടത്തുകയാണെങ്കിൽ ഈ സിസ്റ്റത്തിന്റെ ഇവല്യൂഷൻ ഈ രീതിയിലായിരിക്കും എന്നുള്ളത്. ഓക്കെ, ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? നമ്മുടെ വേവ് ഫംഗ്ഷൻ കുറച്ചുകൂടെ വലുതായി. വേവ് ഫംഗ്ഷന്റെ ഒരു ബ്രാഞ്ചിൽ സ്പിൻ അപ്പ് സ്റ്റേറ്റിലുള്ള ഇലക്ട്രോണിനെ സ്പിൻ അപ്പ് സ്റ്റേറ്റിൽ മെഷർ ചെയ്ത മെഷർമെന്റ് അപ്പാരറ്റസുമായി, രണ്ടാമത്തെ ബ്രാഞ്ചിൽ എന്തായി? സ്പിൻ ഡൗൺ സ്റ്റേറ്റിലുള്ള ഇലക്ട്രോണിനെ സ്പിൻ ഡൗൺ സ്റ്റേറ്റിൽ മെഷർ ചെയ്ത സ്റ്റേറ്റിലുള്ള മെഷർമെന്റ് അപ്പാരറ്റസുമായി. ഓക്കെ, ഇത്തരം സ്റ്റേറ്റ്സിനെയാണ് എൻടാങ്കിൾഡ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. എൻടാങ്കിൾഡ് സ്റ്റേറ്റ്സ്, ഇതൊരു എൻടാങ്കിൾഡ് സ്റ്റേറ്റിന് ഉദാഹരണമാണ്. ഒറ്റ ഇലക്ട്രോൺ, അതായത് ഇപ്പൊ ഈ എൻടാങ്കിൾഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ പ്ലസ് മെഷർമെന്റ് അപ്പാരറ്റസ്, ഈ രണ്ട് കാര്യങ്ങളുടെയും കോമ്പോസിറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ആണ്. ഇപ്പൊ ക്വാണ്ടം മെക്കാനിക്സ് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, ഓരോ പാർട്ടിക്കിളിനും തന്നെയാണ് വേവ് ഫംഗ്ഷൻ ഇല്ല. ഒന്നിലധികം പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ, ഒന്നിലധികം ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സ് പറയുന്നത് ഈ ഒബ്ജക്റ്റിന് എല്ലാം കൂടെ ഒരൊറ്റ വേവ് ഫംഗ്ഷൻ ആണ് ഉള്ളതെന്നാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഒരു പാർട്ടിക്കിളിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വേവ് ഫംഗ്ഷനെ കുറിച്ച് പറഞ്ഞു, പ്രോബബിലിറ്റി പറഞ്ഞിരുന്നു. ഓക്കെ, രണ്ട് പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സ് പറഞ്ഞിരുന്ന പ്രോബബിലിറ്റീസ് എങ്ങനെയാണ്? ആദ്യത്തെ പാർട്ടിക്കിളിന് ഇവിടെയും രണ്ടാമത്തെ പാർട്ടിക്കിളിന് ഇവിടെയും കാണാനുള്ള പ്രോബബിലിറ്റി എന്താന്ന് പറഞ്ഞു. ഓരോ പാർട്ടിക്കിളിന്റെ സെപ്പറേറ്റ് ആയിട്ടില്ല. അതുപോലെ ആദ്യത്തെ പാർട്ടിക്കിൾ ഇവിടെയും രണ്ടാമത്തെ പാർട്ടിക്കിൾ ഇവിടെയും ആകാനുള്ള പ്രോബബിലിറ്റി, അതായത് രണ്ട് പാർട്ടിക്കിളിന്റെ കൂടെ പ്രോബബിലിറ്റിയാണ് വേവ് ഫംഗ്ഷൻ പറഞ്ഞു തരുന്നത്. ഇതിനൊരു കോമ്പോസിറ്റ് സിസ്റ്റം അല്ലെങ്കിൽ എൻടാങ്കിൾഡ് സിസ്റ്റം എന്നാണ് പറയുന്നത്. എൻടാങ്കിൾമെന്റിന്റെ ഐഡിയ വ്യക്തമായെന്ന് കരുതുന്നു. ഇതൊരു എൻടാങ്കിൾഡ് സ്റ്റേറ്റ് ആണ്. എൻടാങ്കിൾമെന്റുമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോഴും വേവ് ഫംഗ്ഷൻ കൊളാപ്സ് ആയതായിട്ട് ഞാൻ കാണിച്ചിട്ടില്ല, കാരണം ഷ്രോഡിംഗർ ഇക്വേഷൻ അനുസരിച്ച് വേവ് ഫംഗ്ഷൻ കൊളാപ്സ് എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. അതും പറയാൻ ഉദ്ദേശിച്ചൊരു കാര്യമാണ്. ഷ്രോഡിംഗർ ഇക്വേഷൻ അനുസരിച്ചാണ് ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റം സമയത്തിൽ ഇവോൾവ് ചെയ്യുന്നത്. സമയത്തിലുള്ള പരിണാമത്തെ ഗവേൺ ചെയ്യുന്ന നിയമം ഷ്രോഡിംഗർ ഇക്വേഷൻ ആണ്. ഓക്കെ, പക്ഷെ വേവ് ഫംഗ്ഷൻ കൊളാപ്സ് നടക്കും എന്നുള്ളത് ഷ്രോഡിംഗർ ഇക്വേഷൻ പറഞ്ഞു തരുന്നില്ല. അതായത് ശരിക്കും ക്വാണ്ടം മെക്കാനിക്സിൽ ടൈം എവല്യൂഷനെ സംബന്ധിച്ച് രണ്ട് നിയമങ്ങളുണ്ട്. നമ്മൾ മെഷർ ചെയ്യാത്തപ്പോൾ ഷ്രോഡിംഗർ ഇക്വേഷൻ അനുസരിച്ച് ഇവോൾവ് ചെയ്യും, മെഷർ ചെയ്യുമ്പോൾ വേറെന്തോ സംഭവിക്കും, അല്ലെ? ഒരു സാധ്യതയിലേക്ക് ചുരുങ്ങും. അപ്പൊ ക്വാണ്ടം മെക്കാനിക്സ് പക്ഷെ ശരിക്കും പറഞ്ഞു, ഷ്രോഡിംഗർ ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്താൽ പറയുന്നത് ഒരവസ്ഥയിലേക്ക് ചുരുങ്ങും എന്നല്ല, ഇലക്ട്രോണും അതുപോലെ ഈ മെഷർമെന്റ് അപ്പാരറ്റസും കൂടെ ഒരുമിച്ച് ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള സൂപ്പർപോസ്ഡ് സ്റ്റേറ്റിലേക്ക് പോകും എന്നാണ് ഷ്രോഡിംഗർ ഇക്വേഷൻ പറയുന്നത്. ഓക്കെ, അപ്പൊ മെഷർമെന്റ് നടത്തുമ്പോൾ ഇത് സംഭവിക്കും എന്നാണ് ഷ്രോഡിംഗർ ഇക്വേഷൻ പറയുന്നത്. നമ്മൾ മെഷർ ചെയ്യുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു വാല്യൂ ആണ് കിട്ടുക. ഈ പോയിന്റിലാണ് ഇന്റർപ്രിറ്റേഷൻ കടന്നു വരുന്നത്. ഇങ്ങനെ ആയി കഴിഞ്ഞ് പിന്നെ എന്ത് സംഭവിക്കുന്നു, വാട്ട് ഹാപ്പൻസ് നെക്സ്റ്റ്. ഇവിടെയാണ് പല ഇന്റർപ്രിറ്റേഷൻ ഉള്ളത്. ഇപ്പൊ ചില ഇന്റർപ്രിറ്റേഷൻസ് പറയുന്നത് ഇങ്ങനെ ആയി കഴിഞ്ഞാൽ, ഈ എൻടാങ്കിൾമെന്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, ഇങ്ങനെ മെഷർമെന്റ് അപ്പാരറ്റസ് ആയിട്ട് എൻടാങ്കിൾമെന്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ വേവ് ഫംഗ്ഷൻ ഏതെങ്കിലും ഒരു സാധ്യതയിലേക്ക് ചുരുങ്ങും. ഒന്നുകിൽ ഈ സാധ്യതയിലേക്ക് കൊളാപ്സ് ചെയ്യും, അല്ലെങ്കിൽ ഈ സാധ്യതയിലേക്ക് കൊളാപ്സ് ചെയ്യും എന്നുള്ളതാണ്. ഇപ്പൊ പല തരത്തിലുള്ള ഇന്റർപ്രിറ്റേഷൻസ് ഉണ്ട്. അതിൽ കോപ്പൻഹേഗൻ ഇന്റർപ്രിറ്റേഷൻ എന്ന് പറയുന്ന ഇന്റർപ്രിറ്റേഷന്റെ ബേസിക് ഐഡിയ ഇതാണ്. ഈ മെഷർമെന്റ് അപ്പാരറ്റസ് എന്ന് പറയുന്ന ഒരു മാക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഒബ്ജക്റ്റ് ആണ്. ഇതൊരു മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള പാർട്ടിക്കിൾ ആണ്. ഒരു മാക്രോസ്കോപ്പിക് ആയിട്ടുള്ള മെഷർമെന്റ് അപ്പാരറ്റസുമായിട്ട് എൻടാങ്കിൾഡ് ആകുമ്പോൾ അതിന്റെ വേവ് ഫംഗ്ഷൻ കൊളാപ്സ് ചെയ്യും. ഈ കമ്പൈൻഡ് സിസ്റ്റത്തിന്റെ വേവ് ഫംഗ്ഷൻ കൊളാപ്സ് ചെയ്യും എന്നുള്ളതാണ്. കോപ്പൻഹേഗൻ ഇന്റർപ്രിറ്റേഷൻ അനുസരിച്ച് ഇങ്ങനെ സംഭവിച്ചു എൻടാങ്കിൾമെന്റിലേക്ക് ആയിക്കഴിഞ്ഞാൽ
അടുത്ത സ്റ്റെപ്പ് സംഭവിക്കുന്നത് ഒന്നുകിൽ ഈ സാധ്യതയിൽ വേവ് ഫംഗ്ഷൻ ഒന്നുകിൽ ഈ സാധ്യതയിലേക്ക് ചുരുങ്ങും, അല്ലെങ്കിൽ ഈ സാധ്യതയിലേക്ക് ചുരുങ്ങും, ബാക്കി സാധ്യത ഇല്ലാതാകും എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഞാൻ ഇവിടെ വരയ്ക്കുന്നില്ല, ഇതിലേതെങ്കിലും ഒരു സാധ്യതയിലേക്ക് ചുരുങ്ങും എന്നുള്ളതാണ്. ഇതാണ് കോപ്പൻഹേഗൻ ഇന്റർപ്രിറ്റേഷൻ പറയുന്നത്. ഇനി ഇതല്ലാതെ മെനി വേൾഡ്സ് ഇന്റർപ്രിറ്റേഷൻ എന്ന് പറഞ്ഞ ഇന്റർപ്രിറ്റേഷൻ ഉണ്ട്. ഈ ഇന്റർപ്രിറ്റേഷൻ അനുസരിച്ച് ഷ്രോഡിംഗർ ഇക്വേഷൻ അനുസരിച്ചാണ് എപ്പോഴും വേവ് ഫംഗ്ഷൻ ഇവോൾവ് ചെയ്യുക. അപ്പൊ ഈ രണ്ട് സാധ്യതയും നിലനിൽക്കും, ഈ സാധ്യത ഇല്ലാതായി പോകുന്നില്ല എന്നാണ് മെനി വേൾഡ്സ് ഇന്റർപ്രിറ്റേഷൻ. രണ്ട് സാധ്യതയുണ്ട്, പക്ഷെ ഈ രണ്ട് സാധ്യതയും സംഭവിക്കുന്നത് നമ്മുടെ യൂണിവേഴ്സിന്റെ വേറെ വേറെ ബ്രാഞ്ചസിലാണ് എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ സൂപ്പർ പൊസിഷൻ സത്യമാണ്. എക്സ്റ്റേണൽ വേൾഡുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ എക്സ്റ്റേണൽ വേൾഡും കൂടെ സൂപ്പർ പൊസിഷനിലേക്ക് പോകും എന്നാണ് മെനി വേൾഡ്സ് ഇന്റർപ്രിറ്റേഷൻ പറയുന്നത്. ഓക്കെ, അതായത് ഓരോ സെക്കൻഡിലും നമ്മുടെ തന്നെ പല പല വേർഷൻസ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മെനി വേൾഡ്സ് ഇന്റർപ്രിറ്റേഷൻ പറയുന്നത്. ഓക്കെ, മെനി വേൾഡ്സ് ഇന്റർപ്രിറ്റേഷൻ എന്ന് പറയുന്നത് വളരെ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഇന്റർപ്രിറ്റേഷൻ ആണ്. അതായത് ഇലക്ട്രോണിന് സൂപ്പർ പോസ്റ്റ് സ്റ്റേറ്റിലാകാം എങ്കിൽ, ഇലക്ട്രോണിന് സൂപ്പർ പൊസിഷനിലാകാം എന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാത്തിനും സൂപ്പർ പൊസിഷനിലാവാം, അല്ലെ? മൈക്രോസ്കോപ്പിക് ഒബ്ജക്റ്റ് മാത്രം സൂപ്പർ പൊസിഷനിലാവില്ല എന്ന് പറയുന്നതിന് പ്രത്യേകിച്ച് അർത്ഥമില്ല. ഇലക്ട്രോണിന് സൂപ്പർ പൊസിഷനിലാകാം എന്ന് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തുകൂടെ അക്സെപ്റ്റ് ചെയ്യണം? മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഒബ്ജക്ട്സും സൂപ്പർ പൊസിഷനിലാകും എന്ന് അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. അതായത് ഇതിനെ മെനി വേൾഡ്സ് ഹ്യൂ എവററ്റ് അല്ലെ എവററ്റിയൻ ഫോർമുലേഷൻ എന്ന് പറയും. ഇന്റർപ്രിറ്റേഷൻ എന്നുള്ള വാക്ക് അത്ര അക്യുറേറ്റ് അല്ല, ക്വാണ്ടം മെക്കാനിക്സിന്റെ തന്നെ വേറെ ഫോർമുലേഷൻ ആണ്. ഹ്യൂ എവററ്റ് ആണ് ഇത് മുന്നോട്ട് വെച്ചത്. എവററ്റിയൻ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് വേണമെങ്കിൽ ഇതിനെ വിളിക്കാം. ഓക്കെ, അല്ലെ എവററ്റിയൻ ഫോർമുലേഷൻ എന്ന് വിളിക്കാം. എവററ്റിയൻ ഫോർമുലേഷൻ എന്ന് പറയുന്നത് ഷ്രോഡിംഗർ ഇക്വേഷൻ മാത്രം മതി, വേറെ ടൈം എവല്യൂഷൻ ആവശ്യമില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇങ്ങനെ ഷ്രോഡിംഗർ ഇക്വേഷൻ അനുസരിച്ച് മാത്രം ഇവോൾവ് ചെയ്യുകയാണെങ്കിലും നമ്മുടെ ഒബ്സർവ്ഡ് റിസൾട്ട് എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് കോപ്പൻഹേഗൻ ഇന്റർപ്രിറ്റേഷന്റെ അതേ റിസൾട്ട് തന്നെയാണ് എവററ്റിയൻ ഇന്റർപ്രിറ്റേഷനും മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിലാകെയുള്ള കാര്യം, ഇങ്ങനെ ബ്രാഞ്ചസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ബ്രാഞ്ചസ് തമ്മിൽ ഇന്ററാക്ഷൻസ് പോസിബിൾ അല്ല എന്നുള്ളതാണ്. അതും മാത്തമാറ്റിക്കലി നമുക്ക് കാണിക്കാൻ കഴിയുന്ന കാര്യമാണ്. വ്യത്യസ്ത ബ്രാഞ്ചസ് തമ്മിലുള്ള ഇന്ററാക്ഷൻസ് പോസിബിൾ അല്ല എന്നുള്ളത്. അതായത് യൂണിവേഴ്സ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയെന്ന് കരുതുക. ഓക്കെ, ഒരു ബ്രാഞ്ചിൽ എൻ്റെ ഒരു വേർഷൻ ഉണ്ടാവും, രണ്ടാമത്തെ ബ്രാഞ്ചിൽ എൻ്റെ വേറെ വേർഷൻ ഉണ്ടാവും. ഈ വേർഷൻസിന് തമ്മിൽ പിന്നെ പരസ്പരം സംസാരിക്കാനോ കണ്ടുമുട്ടാനോ ഇന്ററാക്ട് ചെയ്യാനോ കഴിയില്ല എന്നുള്ളതാണ്. ഓക്കെ, ടെക്നിക്കൽ ലാംഗ്വേജിൽ ദീസ് ആർ ഓർത്തോഗണൽ സ്റ്റേറ്റ്സ് എന്ന് പറയും. ഓക്കെ, സോ ക്വാണ്ടം മെക്കാനിക്സ് പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓർത്തോഗണൽ സ്റ്റേറ്റ്സ് ഇസ് ദ വേർഡ്. അതായത് രണ്ട് ബ്രാഞ്ചസ് ഉണ്ടെങ്കിൽ ഈ രണ്ട് ബ്രാഞ്ചസും ഓർത്തോഗണൽ ആണ് എന്നുള്ളതാണ്. അപ്പൊ രണ്ട് തരത്തിലുള്ള ഇന്റർപ്രിറ്റേഷനെ കുറിച്ച് പറഞ്ഞു. ഇനി ഇത്രയും പറഞ്ഞ കാര്യം ഒന്ന് ചുരുക്കി പറയാം. നമ്മൾ ആദ്യം പറഞ്ഞ സൂപ്പർ പൊസിഷൻ ആണ്. അതായത് ഒന്നിലധികം അലൗഡ് സ്റ്റേറ്റ്സ് ഉണ്ടെങ്കിൽ ഈ എല്ലാ സ്റ്റേറ്റിലും ഒരുമിച്ച് അയക്കുക എന്ന് പറയുന്നതും ഒരു ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റത്തിന്റെ അലൗഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് ആണ്. ഓക്കെ, പിന്നെ നമ്മൾ മെഷർമെന്റ് പ്രശ്നത്തെ കുറിച്ച് പറഞ്ഞു, അല്ലെ മെഷർമെന്റ് പ്രോബ്ലത്തെ കുറിച്ച് പറഞ്ഞു. മെഷർമെന്റ് പ്രോബ്ലം പറയുന്നത് ഇലക്ട്രോൺ നിരീക്ഷിക്കപ്പെടുമ്പോൾ മാത്രം സ്പെസിഫിക് ആയിട്ടുള്ള അവസ്ഥകളിലേക്ക്, സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റേറ്റുകളിലേക്ക് മാറുന്നു. വേറെ രീതിയിൽ പറഞ്ഞാൽ മെഷർമെന്റ് നടത്തുമ്പോൾ ഇലക്ട്രോണിന്റെ സ്റ്റേറ്റിന് ഒരു മാറ്റം വരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് വേവ് ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞു. വേവ് ഫംഗ്ഷൻ നമുക്ക് പറഞ്ഞു തരുന്നത് നിശ്ചിത സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ നിശ്ചിത ഊർജ്ജ നിലകളിൽ അല്ലെങ്കിൽ നിശ്ചിത മൊമെന്റം മെഷർ ചെയ്യാനുള്ള സംഭാവ്യത. റൈറ്റ്, ഉദാഹരണത്തിന് സ്ഥലങ്ങളെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ വേവ് ഫംഗ്ഷൻ നമുക്ക് പറഞ്ഞു തരുന്നത് നിശ്ചിത സ്ഥലങ്ങളിൽ ഇലക്ട്രോണുകളെ കാണാനുള്ള സംഭാവ്യതയാണ്. അതായത് വേവ് ഫംഗ്ഷൻ യഥാർത്ഥത്തിൽ ചെയ്യുന്ന ഇതാണ്, സ്പേസിലുള്ള ഓരോ പോയിന്റിനും ഒരു നമ്പർ അസൈൻ ചെയ്യും. ഈ നമ്പറിനെയാണ് പ്രോബബിലിറ്റി ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഓരോ മെഷർമെന്റ് ഔട്ട്കമ്മിനും ഒരു നമ്പർ അസൈൻ ചെയ്യും. ഈ നമ്പറിനെയാണ് പ്രോബബിലിറ്റി ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. പ്രോബബിലിറ്റി ആംപ്ലിറ്റ്യൂഡിൽ നിന്ന് പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? പ്രോബബിലിറ്റി ആംപ്ലിറ്റ്യൂഡിന്റെ സ്ക്വയർ എടുത്താൽ മതി. ദിസ് ഇസ് ക്വാണ്ടം മെക്കാനിക്സ്. ഇതാണ് ക്വാണ്ടം മെക്കാനിക്സ്. ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത് ഇങ്ങനെ പ്രോബബിലിറ്റീസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു സെറ്റ് ഓഫ് റൂൾസ് ആണ്. ഓക്കെ, ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിയാം. ഇത് വളരെ കൃത്യമായിട്ടുള്ള പ്രൊഡിക്ഷൻസ് ആണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് ക്വാണ്ടം മെക്കാനിക്സ് പ്രൊഡിക്ട് ചെയ്യുന്ന പ്രോബബിലിറ്റി നമുക്ക് ലാർജ് നമ്പർ ഓഫ് മെഷർമെന്റ്സ് നടത്തുമ്പോൾ കൃത്യമായും ക്വാണ്ടം മെക്കാനിക്സ് പ്രൊഡിക്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് വരുന്നതെന്ന് കാണാൻ കഴിയും. അപ്പൊ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത് ഇങ്ങനെ പ്രോബബിലിറ്റീസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു മാത്തമാറ്റിക്കൽ ഫ്രെയിംവർക്ക് ആണ്. അപ്പൊ സാധാരണ നമ്മൾ ക്ലാസ്സുകളിൽ ഇത് പഠിപ്പിക്കുമ്പോൾ ഇതിന്റെ ഇന്റർപ്രിറ്റേഷനെ കുറിച്ചൊന്നും പറയാറില്ല. വി ജസ്റ്റ് ടീച്ച് ദം ദ റൂൾസ്. ഇതൊക്കെയാണ് റൂൾസ്, ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഇങ്ങനെയാണ് പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് മാത്രമേ പറഞ്ഞു കൊടുക്കാറുള്ളൂ. ഇതിന്റെ ഇന്റർപ്രിറ്റേഷൻ എന്താണെന്നുള്ളതിനെ കുറിച്ച് പൊതുവെ നമ്മൾ ക്ലാസ്സുകളിൽ സംസാരിക്കാറില്ല. കാരണം അത് പലരും കാണുന്നത് സമയം നഷ്ടമായിട്ടാണ്. ഓക്കെ, അപ്പൊ ഒരുപാട് ആൾക്കാർ, അതായത് ഫിസിസിസ്റ്റിൽ തന്നെ ഇതിന്റെ യഥാർത്ഥത്തിലുള്ള ഇന്റർപ്രിറ്റേഷൻ എന്താണെന്നുള്ളതിനെ കുറിച്ച് ആൾക്കാർ അത്ര ബോധേഡല്ല. കാരണം
ഇത് കൃത്യമായിട്ടുള്ള പ്രൊഡിക്ഷൻസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പ്രോബിലിറ്റി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. അതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നാണ് അവർ ചോദിക്കുന്നത്. ഓക്കെ, അതേസമയം ഇത് നമ്മുടെ യൂണിവേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വളരെ ഫണ്ടമെന്റൽ ആയിട്ടൊരു തിയറിയാണ്. നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത് നമ്മുടെ യൂണിവേഴ്സ്, പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന നിയമം ക്വാണ്ടം മെക്കാനിക്സ് ആണെന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു അടിസ്ഥാന നിയമം യഥാർത്ഥത്തിൽ നമ്മുടെ പ്രപഞ്ചത്തെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്നറിയാനും കൂടെ ശ്രമിക്കണം എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അവരാണ് ഈ ഇന്റർപ്രിറ്റേഷൻ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന് ഞാൻ പറഞ്ഞു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതും ശരിയാവാൻ സാധ്യതയുമുള്ള പല ഇന്റർപ്രിറ്റേഷൻസും ഉണ്ട്. ഇതിലേതാണ് ശരിയായിട്ടുള്ള ഇന്റർപ്രിറ്റേഷൻ എന്ന് കൃത്യമായിട്ട് നമുക്ക് അറിയില്ല എന്ന് മാത്രം. അതിന് 2 ഉദാഹരണങ്ങൾ പറഞ്ഞു. ഒന്ന് കോപ്പൻഹേഗൻ ഇന്റർപ്രിറ്റേഷൻ, മറ്റൊന്ന് മെനി വേൾഡ്സ് ഇന്റർപ്രിറ്റേഷൻ. അപ്പൊ അതാണ് പാർട്ട് 1. ക്വാണ്ടം മെക്കാനിക്സിന്റെ ബേസിക് ഐഡിയാസ് ചുരുക്കി പറഞ്ഞു എന്നാണ് ഞാൻ കരുതുന്നത്. ഇനി 2ാം ഭാഗത്തിലേക്ക് നേരിട്ട് കടക്കാം. ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടോ? അത് അവസാനം ചോദ്യങ്ങൾ എടുത്താൽ മതി. എങ്ങനെയാണ്? ഓക്കെ, ഫസ്റ്റ് 2 ചോദ്യങ്ങൾ ശിവസൂര്യ എസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഡിഫൈൻ സ്റ്റേറ്റ്സ്, ക്യാൻ യു ഇലാബറേറ്റ് എനർജി ലെവൽസ് ഓഫ് ഇലക്ട്രോൺസ്? എന്താണ് സ്റ്റേറ്റ്, ഇലക്ട്രോണിന്റെ എനർജി ലെവൽ നിന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നാണ് ഫസ്റ്റ് ചോദ്യം. അതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ഡിഫൈൻ സ്റ്റേറ്റ് എന്ന ചോദ്യം അത് നല്ല ചോദ്യമാണ്. കാരണം സ്റ്റേറ്റ് എന്താ ഞാൻ ഡിഫൈൻ ചെയ്തിരുന്നില്ല. ഓക്കെ, അപ്പൊ സ്റ്റേറ്റ് എന്നുള്ള കോൺസെപ്റ്റ് ക്ലാസിക്കൽ മെക്കാനിക്സിലുണ്ട്, ക്വാണ്ടം മെക്കാനിക്സിലുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഫിസിക്സിൽ നമ്മുടെ ഉദ്ദേശം പൊതുവെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ ആ സിസ്റ്റത്തിന്റെ ടൈം ഇവല്യൂഷൻ കണ്ടുപിടിക്കാന്നുള്ള, സമയത്തിൽ ഇത് എങ്ങനെ പരിണമിക്കുന്നു എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ക്ലാസിക്കൽ മെക്കാനിക്സിൽ ഇതിനുള്ള ഇക്വേഷൻസ് ഉണ്ട്. അതിനൊരു ഉദാഹരണമാണ് ന്യൂട്ടൺസ് ഇക്വേഷൻ. ന്യൂട്ടൺസ് ഇക്വേഷനാണ് നമ്മൾ ഡൈനാമിക്കൽ ലോ എന്ന് പറയുന്നത്. സിസ്റ്റം സമയത്തിൽ എങ്ങനെയാണ് ഇവോൾവ് ചെയ്യുക എന്ന് പറഞ്ഞു തരുന്ന ഇക്വേഷനാണ് ന്യൂട്ടൺസ് ഇക്വേഷൻ, ക്ലാസിക്കൽ മെക്കാനിക്കൽ സിസ്റ്റം ആണെങ്കിൽ. ഓക്കെ, ക്വാണ്ടം മെക്കാനിക്സിലും നമുക്ക് ഇവല്യൂഷൻ ഇക്വേഷൻ ഉണ്ട്. അതിന്റെ പേരാണ് ഷ്രോഡിംഗർ ഇക്വേഷൻ. ഓക്കെ, ഇനി സ്റ്റേറ്റിന്റെ ഡെഫിനേഷൻ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഡൈനാമിക്കൽ ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. ന്യൂട്ടൺസ് ഇക്വേഷൻ ആവാം, ഷ്രോഡിംഗർ ഇക്വേഷൻ ആവാം, വേറെ ഏതെങ്കിലും ഇക്വേഷൻ ആവാം. ഡൈനാമിക്കൽ ഇക്വേഷൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആ സിസ്റ്റത്തിന്റെ ഫ്യൂച്ചർ മനസ്സിലാക്കാൻ, ഫ്യൂച്ചർ ഓഫ് പാസ്റ്റ് ആവാം, ഫ്യൂച്ചർ എന്ന് പറയും, ഫ്യൂച്ചർ മനസ്സിലാക്കാൻ സിസ്റ്റത്തിന്റെ പ്രസന്റിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ അറിവാണ് ആവശ്യം, വാട്ട് ഡു യു നീഡ് ടു നോ അബൌട്ട് ദ സിസ്റ്റം ഇൻ ഓർഡർ ടു യൂസ് ദ ഡൈനാമിക്കൽ ഇക്വേഷൻ. ഈ ഇൻഫർമേഷനാണ് നമ്മൾ സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ക്ലാസിക്കൽ ആയിട്ടുള്ള പാർട്ടിക്കിൾ ആണെങ്കിൽ അതിന്റെ സ്റ്റേറ്റ്, അതായത് ന്യൂട്ടൺസ് ഇക്വേഷൻ സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ടത് അതിന്റെ ഇനീഷ്യൽ പൊസിഷനും ഇനീഷ്യൽ മൊമെന്റവുമാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും സമയത്തെ പൊസിഷനും മൊമെന്റവും അറിഞ്ഞാൽ അതിന്റെ മറ്റേതൊരു സമയത്തെയും പൊസിഷനും മൊമെന്റവും നമുക്ക് ന്യൂട്ടൺസ് ഇക്വേഷൻ സോൾവ് ചെയ്യുന്നതിലൂടെ കണ്ടുപിടിക്കാം. ഓക്കെ, ക്വാണ്ടം മെക്കാനിക്സിൽ നമ്മുടെ ഡൈനാമിക്കൽ ലോ എന്ന് പറയുന്നത് ഷ്രോഡിംഗർ ഇക്വേഷൻ ആണ്. ഷ്രോഡിംഗർ ഇക്വേഷൻ ഉപയോഗിച്ച് സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇവിടെ വേവ് ഫംഗ്ഷൻ ആണ്. വേവ് ഫംഗ്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് സിസ്റ്റത്തിന്റെ ഏതെങ്കിലും സമയത്തുള്ള വേവ് ഫംഗ്ഷൻ ആണ്, അല്ലെങ്കിൽ ഇനീഷ്യൽ വേവ് ഫംഗ്ഷൻ ആണ്. അപ്പൊ സിസ്റ്റത്തിന്റെ ഇനീഷ്യൽ വേവ് ഫംഗ്ഷൻ അറിഞ്ഞാൽ നമുക്ക് സിസ്റ്റത്തിന്റെ മറ്റേതൊരു സമയത്തെയും വേവ് ഫംഗ്ഷൻ ഷ്രോഡിംഗർ ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. അപ്പോൾ ക്വാണ്ടം മെക്കാനിക്സിൽ സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ വേവ് ഫംഗ്ഷൻ തന്നെയാണ്. ഓക്കെ, അപ്പൊ അതിന്റെ ഐഡിയ ഇത്രയേ ഉള്ളൂ. ഡൈനാമിക്കൽ ഇക്വേഷൻ ഉപയോഗിച്ച് അതിന്റെ ഫ്യൂച്ചറോ പാസ്റ്റോ കണ്ടുപിടിക്കാൻ സിസ്റ്റത്തെ കുറിച്ച് എന്ത് ഇൻഫർമേഷൻ ആണ് നമുക്ക് ആവശ്യം, അതിനെയാണ് സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മറ്റൊരു ചോദ്യം വെങ്കി ചോദിച്ചിരിക്കുകയാണ്. കുഡ് യു പ്ലീസ് എക്സ്പ്ലെയിൻ വാട്ട് ആർ ദ എക്സ്പെരിമെന്റ്സ് യു ആർ റെഫറിംഗ് ടു ദാറ്റ് കൺഫേം എ ക്വാണ്ടം ഒബ്ജക്ട് ഈസ് ഇൻ ഇറ്റ് സൂപ്പർപോസ് സ്റ്റേറ്റ് ബിഫോർ എ മെഷർമെന്റ് മെയ്ഡ് ഓൺ ദ സിസ്റ്റം? മെഷർമെന്റിന് മുമ്പ് അതൊരു സൂപ്പർപോസ്ഡ് ആണ് എന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടി നമ്മൾ ഏതൊക്കെ എക്സ്പെരിമെന്റ്സ് ആണ് റെഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് എക്സ്പെരിമെന്റ് ആണ് അത് ഒന്ന് കൺഫേം ചെയ്തത്? അത് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു തോന്നുന്നു. ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് അതിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള എക്സ്പെരിമെന്റ്. അത് മാത്രമല്ല നമുക്ക് കുറെ പല രീതിയിലുള്ള എക്സ്പെരിമെന്റ്സ് നടത്താം. ഇപ്പോ സർ, ഈ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് അല്ലാതെ ഫോർ ഇൻസ്റ്റൻസ് നമ്മളുടെ സ്പിൻ സ്റ്റേറ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ എനർജി സ്റ്റേറ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോഴോ ഈ വക ഫിസിക്കൽ സ്റ്റേറ്റ്സ് അത് അതിന്റെ സൂപ്പർ പൊസിഷൻ സ്റ്റേറ്റിലാണ് ബിഫോർ ദ മെഷർമെന്റ് എന്ന് നമുക്ക് അറിയാനായിട്ട് സഹായിക്കുന്ന എക്സ്പെരിമെന്റ്സ് ഉണ്ട്. ഈ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിന് സമാനമായിട്ടുള്ള എക്സ്പെരിമെന്റ് നമുക്ക് സ്പിൻസ് ഉപയോഗിച്ചും ചെയ്യാം. ഓക്കെ, അവിടെയും ഇതുപോലുള്ള ഇന്റർഫറൻസ് ടൈപ്പ് പാറ്റേൺ കാണും. സ്പിൻ അതായത് സംഭവിക്കുന്ന ഇതാണ്, അതായത് എല്ലാ എക്സ്പെരിമെന്റും നമ്മൾ കാണുന്ന ഇതാണ്, ഒരു പെർട്ടിക്കുലർ മെഷർമെന്റ് ഔട്ട്കം കിട്ടാനുള്ള പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ ക്വാണ്ടം മെക്കാനിക്സ് പറയുന്ന റൂൾ ഇതാണ്. ഏതൊക്കെ സാധ്യതകളിലൂടെ ഈ മെഷർമെന്റ് ഔട്ട്കം കിട്ടാമെന്ന് നോക്കുക. ഈ ഓരോ സാധ്യതയ്ക്കും ഒരു ആംപ്ലിറ്റ്യൂഡ്, പ്രോബിലിറ്റി ആംപ്ലിറ്റ്യൂഡ് അസൈൻ ചെയ്യുക, എന്നിട്ട് ഇതെല്ലാം കൂടെ കൂട്ടണമെന്നാണ്. ഓക്കെ, ഇതിലേക്കൊന്നും വേണ്ട. വെറും സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റിൽ പോലും നമ്മൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് ചെയ്യുന്നത്
സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഈ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ആദ്യം ഒരു പെർട്ടിക്കുലർ സ്കാറ്ററിംഗ് ആംപ്ലിറ്റ്യൂഡ്, പലതരത്തിലുള്ള സ്കാറ്ററിംഗ് ആംപ്ലിറ്റ്യൂഡ്സ് ആഡ് ചെയ്തിട്ട് ടോട്ടൽ സ്കാറ്ററിംഗ് ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിച്ച് അതിന്റെ മോഡുലസ് സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ അത് നമുക്ക് കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. അത് ഒരു ഏറ്റവും അധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എക്സ്പീരിയൻസ് ആയിരിക്കും. സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ കണ്ടുപിടിക്കുമ്പോഴും കറക്റ്റ് ആയിട്ടുള്ള സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ പ്രഡിക്റ്റ് ചെയ്യണമെങ്കിൽ മെഷർ ചെയ്യുന്നതിന് മുമ്പ് സൂപ്പർ പൊസിഷൻ സ്റ്റേറ്റിലാണ് എന്ന് അസ്യൂം ചെയ്യേണ്ടി വരും. ഓക്കെ, അത് കൂടുതൽ ഡേറ്റ് ഇപ്പൊ ഇത് എല്ലായിടത്തും ഉണ്ട്. ഇപ്പൊ ക്വാണ്ടം ഫീൽഡ് തിയറി എടുക്കാണ്, സ്റ്റാൻഡേർഡ് മോഡൽ ഓഫ് പാർട്ടിക്കിൾ ഫിസിക്സ് എടുക്കാണ്, അവിടെയുള്ള സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻസ് എല്ലാം ഇതേ റൂൾസ് അനുസരിച്ചാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കൊരു ഹാൻഡ് റൈസ് വന്നിട്ടുണ്ട്. നമുക്ക് ചാറ്റ് ബോക്സിലെ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയതിനു ശേഷം ഹാൻഡ് റൈസിലേക്ക് പോവാം. മറ്റൊരു ചോദ്യം എനിക്ക് തോന്നുന്നു ടോക്കിൽ പരാമർശിച്ച കാര്യം തന്നെയാണ്. ഈ ക്വാണ്ടം പാർട്ടിക്കിൾസിലെ സ്പിൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന സത്യത്തിൽ എന്താണ്? ഇത് ക്ലാസിക്കലായിട്ട് നമ്മൾ ചിത്രീകരിക്കരുതല്ലോ എന്ന് പറയുമ്പോൾ നമ്മൾ അത് എങ്ങനെ കാണാൻ ശ്രമിക്കണം? അത് ആണ് ആ ചോദ്യത്തിന്റെ സാരാംശം. സ്പിൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഉദ്ദേശിക്കുന്നത് ഇലക്ട്രോണിന് സ്പിൻ ഉണ്ടെന്ന് പറയുമ്പോൾ ഇലക്ട്രോണിനൊരു മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ട് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പൊ സാധാരണ ക്ലാസിക്കൽ ഇലക്ട്രോഡൈനാമിക്സ് അല്ലെ ക്ലാസിക്കൽ ഇലക്ട്രോമാഗ്നറ്റിക്സിന്റെ തിയറിയിൽ മാഗ്നറ്റിക് ഫീൽഡ്സ് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ മാഗ്നറ്റ്സ് ഉണ്ടാവുന്നത് ചാർജിന്റെ മൂവ്മെന്റ്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. ചാർജുകൾ മൂവ് ചെയ്യുമ്പോഴാണ് മാഗ്നറ്റിക് മൊമെന്റ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നത് അല്ലെ. ഓക്കെ, പക്ഷെ ക്വാണ്ടം മെക്കാനിക്സിലേക്ക് വരുമ്പോൾ ഇലക്ട്രോണിന്റെ മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെടാതെ തന്നെ ഇലക്ട്രോണിന്റെ മൂവ്മെന്റിന് ഇറസ്പെക്റ്റീവ് ആയിട്ട് അതിനൊരു മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ടാവും. ഓക്കെ, ഇതിനെയാണ് നമ്മൾ സ്പിൻ എന്ന് പറയുന്നത്. അതായത് ഇലക്ട്രോണിന് മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ട് എന്നുള്ള കാര്യത്തിനെയാണ് അതിന് സ്പിൻ ഉണ്ട് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അതിനെ കറങ്ങുന്നതായിട്ട് ഇമാജിൻ ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണം നമ്മൾ ഫോർമലൈസ് ചെയ്യുന്നത് ഇലക്ട്രോൺ ഒരു പോയിന്റ് പാർട്ടിക്കിൾ ആയിട്ടാണ്. പോയിന്റ് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ അതിന് സ്പേസിൽ അതിന് എക്സ്റ്റൻഷൻ ഇല്ല. പോയിന്റ് പാർട്ടിക്കിൾ ആയിട്ട് കണക്കാക്കുമ്പോൾ പിന്നെ അത് അതിന്റെ ആക്സിസിന് ചുറ്റും കറങ്ങുന്നു എന്നൊക്കെ പറയുമ്പോൾ വളരെ അബ്സേർഡ് ആയിട്ടുള്ള റിസൾട്ടിലേക്ക് പോകും. ഓക്കെ, ആക്ച്വലി ഇലക്ട്രോണിന് ചെറിയൊരു സൈസ് ഉണ്ട് എന്ന് അസ്യൂം ചെയ്യുകയാണെങ്കിൽ തന്നെ ഈ കറക്കത്തിന്റെ സ്പീഡൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ലൈറ്റിന്റെ സ്പീഡിനേക്കാളൊക്കെ പല മടങ്ങ് കൂടുതലായിരിക്കും എന്നൊക്കെ നമുക്ക് കാൽക്കുലേഷനിലൂടെ കാണാൻ കഴിയും. അത് മാത്രമല്ല അതിന്റെ സ്പിന്നിന്റെ മാത്തമാറ്റിക്സ് എടുത്താൽ തന്നെയും സ്പിൻ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി, അതായത് ഇലക്ട്രോണിന്റെ സ്പിൻ എന്ന് പറയുന്ന കാര്യം അതിന്റെ സ്പേസും ടൈമുമായിട്ടൊന്നും ബന്ധപ്പെടാത്തൊരു കാര്യമാണ്. അല്ലെങ്കിൽ സ്പേസിലെ മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെടാത്തൊരു കാര്യമാണ് സ്പിൻ ക്വാണ്ടം മെക്കാനിക്സിന്റെ മാത്തമാറ്റിക്സ്. ഓക്കെ, അതുകൊണ്ടാണ് കറങ്ങുന്ന പാർട്ടിക്കിളായിട്ട് അതിനെ ഇമാജിൻ ചെയ്യരുതെന്ന് പറയുന്നത്. അപ്പൊ സ്പിൻ ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ടെന്നാണ്. ഇലക്ട്രോണിന് സ്പിൻ ഉണ്ടെന്ന് പറയുമ്പോൾ ഇലക്ട്രോൺ ഒരു മാഗ്നറ്റ് ആണ് എന്ന് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് അതിന്റെ മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെടാതെ തന്നെ സ്പേസിലുള്ള അതിന്റെ മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെടാതെ തന്നെ അതിനൊരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത് വ്യക്തമായെന്ന് കരുതുന്നു. ഇത് കൂടുതൽ വ്യക്തമാക്കാൻ എനിക്കറിയില്ല. മനോജ് വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചോളൂ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഒന്ന് രണ്ട് ചോദ്യം കൂടെ ഉണ്ട്, ഒന്ന് രണ്ട് ഹാൻഡ് റൈസും ഉണ്ട്. നമുക്ക് ചോദ്യം ഇതാണ്. ചോദ്യം ഞാൻ വായിക്കാം. കുറച്ച് ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻ ആയിട്ട് എനിക്ക് തോന്നുന്നു. Is there a way or plausible experiment to discern the status of wave function between epistemic distribution of degree of belief and externally ontic structure of the world? ഒന്നുകൂടെ വായിക്കുക, കേട്ടില്ല. എനിക്കും കുറച്ച് കൺഫ്യൂഷൻ തോന്നിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണ് നമ്മൾ ഒരു വേവ് ഫംഗ്ഷൻ ഒരു എപ്പിസ്റ്റമെറ്റിക് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിഗ്രി ഓഫ് ബിലീഫ് അതും എക്സ്റ്റേണലി ഓൺടിക് സ്ട്രക്ചർ ഓഫ് ദ വേൾഡ് തമ്മിൽ എങ്ങനെ തിരിച്ചറിയാൻ എങ്ങനെ നമുക്ക് സാധിക്കും? അതായത് ഓൺടിക് സ്ട്രക്ചർ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പക്ഷേ ഫിസിക്കൽ ഫാക്ച്വൽ അതെ ഇന്റർപ്രിറ്റേഷന്റെ മേഖലയിൽ വരുന്ന ഒരു കാര്യമാണ്. അപ്പൊ ക്വാണ്ടം മെക്കാനിക്കൽ വേവ് ഫംഗ്ഷന്റെ ഒരു പോസിബിൾ ടൈപ്പ് ഓഫ് ഇന്റർപ്രിറ്റേഷൻസ്, അങ്ങനെയുള്ള ഇന്റർപ്രിറ്റേഷൻസ് ഉണ്ട്. അതായത് ഈ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഇലക്ട്രോണിനെ കുറിച്ച് കറക്റ്റ് ആയിട്ട് അങ്ങനെയൊന്നും പറയുന്നില്ല. ഇലക്ട്രോൺ പല സ്ഥലത്താണെന്നൊന്നും പറയുന്നില്ല. പകരം അത് ഇലക്ട്രോണിനെ കുറിച്ചുള്ള നമ്മുടെ നോളജിനെ ആണ് പറയുന്നത്. അതിന് എപ്പിസ്റ്റമിക് ഡിസ്ട്രിബ്യൂഷനോ എന്താണ് അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. എജെക്ക് ക്വസ്റ്റ്യൻ നേരിട്ട് ചോദിക്കണമെങ്കിൽ ചോദിക്കാം. ഒരുപക്ഷെ ഞാൻ ചോദിച്ചോളൂ. നമുക്കത് എജെ മീറ്റിംഗ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്ന പേരാണ് വായിക്കുന്നത്. എജെ ആണ് കാണുന്നത്. അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഒരുപക്ഷെ ചോദിക്കാൻ അങ്ങനെയുള്ള ഇന്റർപ്രിറ്റേഷൻസ് ഉണ്ട്. അതായത് അത് ഇലക്ട്രോണിന്റെ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഇലക്ട്രോണിന്റെ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റിനെ കുറിച്ചല്ല പറയുന്നത്. ഒബ്ജക്റ്റീവ് ആയിട്ട് ഇലക്ട്രോൺ എന്താണ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചല്ല പറയുന്നത്.
അതിനെക്കുറിച്ച് നമുക്കുള്ള നോളജിനെ മാത്രമാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതൊരു മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള പ്രോബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു ഒബ്ജക്റ്റ് ആണ്. അത് യഥാർത്ഥത്തിൽ ഇലക്ട്രോണിന്റെ ഓണ്ടോളജിക്കൽ സ്റ്റാറ്റസിനെ കുറിച്ചുള്ള ഒരു കാര്യമല്ല വേവ് ഫംഗ്ഷൻ എന്നുള്ള ഇന്റർപ്രിറ്റേഷൻ ഉണ്ട്. പക്ഷെ ഞാൻ ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്ന ഇന്റർപ്രിറ്റേഷൻ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്ന യഥാർത്ഥത്തിലുള്ള ഇലക്ട്രോണിന്റെ യഥാർത്ഥത്തിലുള്ള അവസ്ഥയെ പ്രതിനിധീകരിക്കുന്നു എന്നുള്ള ഇന്റർപ്രിറ്റേഷനാണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഏത് ഇന്റർപ്രിറ്റേഷൻ ചൂസ് ചെയ്യണം എന്നുള്ള നിലവിൽ തീരുമാനിക്കാൻ വേറെ വഴികളൊന്നുമില്ല. ഓക്കെ, മറ്റൊരു ചോദ്യം, അൺഎൻടാങ്കിൾഡ് ഇലക്ട്രോൺസ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എക്സ്പെരിമെന്റ്സിന് വേണ്ടി? എൻടാങ്കിൾഡ് ഇലക്ട്രോൺസ് ഉണ്ടാക്കുന്നതോ അതുപോലെ തന്നെ അൺഎൻടാങ്കിൾഡ് ഇലക്ട്രോൺസ്? അൺഎൻടാങ്കിൾഡ് ഇലക്ട്രോൺസ് എക്സ്പെരിമെന്റിന് വേണ്ടി എങ്ങനെ ഉണ്ടാക്കിയെടുക്കും? അപ്പൊ നമ്മള് ഇലക്ട്രോണിന്റെ ഒരു പ്രശ്നം പെട്ടെന്ന് അതെല്ലാമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന എല്ലാ സാധനങ്ങളായിട്ട് എൻടാങ്കിൾഡ് ആയി പോകുന്നുള്ളതാണ് ഞാൻ ഡീകോഹിറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷെ ഇലക്ട്രോൺ പോലുള്ള ചെറിയ സിംഗിൾ പാർട്ടിക്കിൾസിന്റെ കാര്യത്തില് അതിനെ കുറച്ച് സമയത്തേക്ക് സറൗണ്ടിങ്സിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്ത് നിർത്താൻ നമുക്ക് കഴിയും. അതെങ്ങനെ കഴിയും എന്ന് ചോദിച്ചാൽ എങ്ങനെ എക്സ്പെരിമെന്റിൽ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എനിക്ക് അറിയില്ല. ഓക്കെ, അത് വേറെ കാര്യങ്ങളായിട്ട് ഇന്ററാക്ട് ചെയ്യാതെ സിംഗിൾ ഇലക്ട്രോൺ, അതായത് യൂണിവേഴ്സിന്റെ ബാക്കി ഭാഗങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാത്ത ഇലക്ട്രോൺസ് എടുത്ത് കുറച്ച് സമയം നോൺ ഇന്ററാക്റ്റീവ് സ്റ്റേറ്റിൽ ഇരിക്കുകയാണെങ്കിൽ അതൊരു അൺഎൻടാങ്കിൾഡ് ഇലക്ട്രോൺ ആണ്. എക്സാക്ട്ലി എക്സ്പെരിമെന്റിൽ എങ്ങനെയാണ് ചെയ്യുന്നത് എനിക്ക് അറിയില്ല. മറ്റൊരു ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. ഹൗ മൈറ്റ് ഫ്യൂച്ചർ അഡ്വാൻസ്മെന്റ് ഇൻ കൺട്രോളിംഗ് ക്വാണ്ടം എൻടാങ്കിൾമെന്റ് ട്രാൻസ്ഫോം ഓർഡിനറി ഡെയിലി ആക്ടിവിറ്റി ബിയോണ്ട് കറന്റ് ആപ്ലിക്കേഷൻ ലൈക്ക് സെക്യൂർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് മെഡിക്കൽ ഇമേജിംഗ്? പക്ഷെ അപ്ലൈഡ് ക്വാണ്ടം മെക്കാനിക്സിനെ പറ്റിയുള്ള ഒരു ചോദ്യമാണ്, ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ, ക്വാണ്ടം കമ്പ്യൂട്ടേഷൻ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. അതെ, ഈ ക്രിപ്റ്റോഗ്രഫി ആയിട്ടും ക്വാണ്ടം കമ്പ്യൂട്ടേഷനായിട്ടും ബന്ധപ്പെട്ടല്ലാതെ ഈ ക്വാണ്ടം എൻടാങ്കിൾമെന്റ് ഒരു റിസോഴ്സ് ആയിട്ട് എവിടെ ഉപയോഗിക്കാന്ന് എനിക്ക് അറിയില്ല. ഐ കനോട്ട് ഇമാജിൻ എനിത്തിങ് എൽസ്. സെക്യൂർ കമ്മ്യൂണിക്കേഷനെ പോലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ, എന്താണ് റാൻഡം ഡീക്രിപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള എൻക്രിപ്റ്റഡ് മെസ്സേജസ് അയക്കാനൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാം എന്നല്ലാതെ ടെലിപ്പോർട്ടേഷൻ പോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാം. അതുപോലെ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൽ എൻടാങ്കിൾമെന്റ് ഒരു റിസോഴ്സ് തന്നെയാണ്. ഇതല്ലാതെ വേറൊന്നും എനിക്കറിയില്ല, വേറെ എവിടെയാണ് ഇത് ഉപയോഗിക്കുക എന്ന് എനിക്കറിയില്ല. ചാറ്റ് ബോക്സിൽ കുറച്ച് പുതിയ ചോദ്യങ്ങളും കൂടെ വന്നിട്ടുണ്ട്, പക്ഷെ നമുക്ക് ഹാൻഡ് റൈസ് ചെയ്ത ആൾക്കാരുടെ ചോദ്യങ്ങളിലേക്ക് ഒന്ന് പോകാന്ന്. പ്രശാന്തി പി അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുമെങ്കിൽ. ഗുഡ് ഈവനിങ്. ഒരു ലേമാൻസ് ക്വസ്റ്റ്യൻ ആയിട്ട് എടുക്കണം ഇത്. കാരണം ക്വാണ്ടം മെക്കാനിക്സിന്റെ ഏറ്റവും വലിയ ഒരു സംഗതി എന്ന് പറയുന്നത് ഒബ്സർവർ പ്രസന്റ് ആയിരിക്കുമ്പോൾ അത് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു നോഷനും അല്ലാത്ത സമയത്ത് മറ്റൊന്നാണ് വേവ് ഫോമാണ് കാണിക്കുന്നത് എന്നുള്ളൊരു എക്സ്പെരിമെന്റ് വായിച്ചതായിട്ട് ഓർമ്മയുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പം ഒരു മാക്രോ ഫീൽഡിൽ നമ്മൾ ന്യൂട്ടോണിയൻ ഫിസിക്സിന്റെ തത്വങ്ങൾ ഏകദേശം ഓൾമോസ്റ്റ് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലേക്ക് അത് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെയല്ലേ സാർ? ഏകദേശം നമ്മൾ അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ അതിങ്ങനെ ഡീപ്പർ ആയിട്ട് പോകുമ്പോഴും അത് ആക്യുറേറ്റ്, ഓൾമോസ്റ്റ് ആക്യുറേറ്റ് അക്കോർഡിംഗ് ടു ദ പാരാമീറ്റേഴ്സ് കറക്റ്റ് ആണെങ്കിൽ അത് അങ്ങനെയായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. പക്ഷെ ഈ ക്വാണ്ടം മെക്കാനിക്സ് ആയിരിക്കാം ഒരു പക്ഷേ നമ്മൾ ഈ ലോകത്തിന്റെ ഏറ്റവും മോസ്റ്റ് ബേസിക് കോൺസെപ്റ്റ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ഇനിയും ഇത് പഠിക്കാൻ ഇരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതില് ഇപ്പൊ വന്നിരിക്കുന്ന ചില ഇന്റർപ്രിട്ടേഷൻസിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ നമുക്കിപ്പോഴും നമ്മുടെ മാനസിക തലങ്ങളും അല്ലെങ്കിൽ ലോകത്തിൽ ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ലോകത്തിൽ ഒരുപാട് ജീവികള്, ഒരുപാട് മനുഷ്യര്, ഒരുപാട് ജീവനുള്ളവ നശിച്ച് പോകുന്നുണ്ട്. പക്ഷെ ഈ ജീവൻ എന്ന കോൺസെപ്റ്റ് എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് കൃത്യമായിട്ടൊരു ഐഡിയ ഇല്ല. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു, അങ്ങനെ ഒരു വേൾഡ്, അതിനെക്കുറിച്ചൊന്നും നമുക്കറിയില്ല. അപ്പൊ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് പോലും നമ്മൾ അജ്ഞരാണ്. അപ്പൊ ഈ ഡീപ്പർ ആയിട്ടുള്ള ഈ സൈഡിനെ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ ക്വാണ്ടം മെക്കാനിക്സിന്റെ ചില ഐഡിയാസ് എടുത്തുകൊണ്ട് ഇതിനെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു രീതി വന്നിട്ടുണ്ടല്ലോ. നമ്മളിപ്പോ ഇപ്പൊ നമ്മൾ പുതിയ ഇതില് നെറ്റിൽ എവിടെ പോയി കഴിഞ്ഞാലും എനിക്ക് ഫിസിക്സിൽ കുറച്ച് താല്പര്യമുള്ളതുകൊണ്ടാണ് ഞാനിത് നോക്കുന്നത്. പക്ഷെ ഞാനൊരു സാറിനെ പോലെ ഒന്നും ഫിസിക്സ് അങ്ങേയറ്റം പഠിച്ച ആളൊന്നുമല്ല. പക്ഷെ ഞാനൊരു ഫിസിക്സ് സ്റ്റുഡന്റ് ആയിരുന്നു. പക്ഷെ ഇപ്പോ ഈ ഒരു സംഗതി വരുമ്പോ ഇത് പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ വരിക എന്നുള്ളതിനെ പറ്റി ഒരു കോൺസെപ്റ്റ് ഉണ്ടോ? അതായത് നമുക്ക് നമ്മുടെ മാനസിക തലങ്ങളും മാനസികോർജത്തെ എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു തലത്തിലേക്ക് പഠനം നടത്താനുള്ള ഒരു മോഡൽ അല്ലെങ്കിൽ ഒരു പാരഡൈം ഷിഫ്റ്റ് നടത്താൻ പറ്റിയ ഒരു മേഖലയാണോ ക്വാണ്ടം
മെക്കാനിക്സ് എന്നുള്ളൊരു ഡൗട്ട് എനിക്കുണ്ട്. കാരണം പലപ്പോഴും ഈ ഒരു ഐൻസ്റ്റീൻ പോലും പറഞ്ഞിട്ടുള്ള ഒരു സംഗതി ഉണ്ടല്ലോ, ഈ ഒരു ഡിവൈൻ പവർ എന്നല്ല, എന്തെന്നെയായാലും നമ്മളിപ്പോൾ ഒരു കാര്യം പ്രോഗ്രാം ചെയ്യാതെ നമുക്ക് നടത്താൻ പറ്റില്ല. അങ്ങനത്തെ ഒരു പ്രോഗ്രാമിംഗ് ഉണ്ടാകുമോ? അങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ അതിലേക്ക് ഒരു വെളിച്ചം വീശാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ടോ, അതോ അത് മൊത്തം അല്ല എന്നുള്ള രീതിയിൽ അടച്ചു കളയുന്നുണ്ടോ? ഇന്നത്തെ പത്രത്തിലാണോ എന്ന് തോന്നുന്നു, അത് ഇന്നലത്തെ അറിയില്ല. ഇപ്പം പ്രകാശത്തിന്റെ തന്നെ ഒരേ സമയം ഒരുപാട് തലങ്ങളിൽ പ്രകാശത്തിന്റെ സെയിം ടൈമിൽ അതിന്റെ ഒരു ഇത് കാണുന്നുണ്ടല്ലോ. അത് ഇന്നലെയാണെന്ന് തോന്നുന്നു പത്രത്തിൽ വന്നിരിക്കുന്നത്. അപ്പൊ അത് കണ്ടപ്പോ എനിക്ക് തോന്നിയത് ഈ പ്രപഞ്ചം അങ്ങനെ നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ ഒറ്റ ഒരു ഫ്രെയിമിലുള്ള ഒരു സാധനമായിട്ട് അങ്ങേയറ്റം വരെ കാണാൻ പറ്റുമോ, അതോ ഇവോൾവിംഗ് ആയിട്ട് കാണാൻ പറ്റുമോ? അതിലേക്ക് ക്വാണ്ടം ഫിസിക്സിന് എന്തെങ്കിലും ആ തരത്തിലാണോ ക്വാണ്ടം ഫിസിക്സ് വികസിക്കുന്നത്? ഇറ്റ്സ് എ ലെമൻസ് ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യൻ ആൻസർ പറയുന്നതിന് മുമ്പ് ഞാനൊന്ന് ഇന്ററപ്റ്റ് ചെയ്യാണ്. ഒരു പക്ഷേ ടോക്കിന്റെ രണ്ടാം പകുതി ഇതിനെ കുറിച്ചൊക്കെ കൂടുതൽ സംസാരിക്കുന്നതാണ്. ചോദ്യങ്ങൾ കുറച്ചും കൂടെ ചുരുക്കി ചോദിക്കാൻ ശ്രമിക്കുക, കാരണം നമുക്ക് സമയപരിധി ഉണ്ട്. രാഹുൽ കാവങ്കൽ ചോദ്യം ചോദിക്കുന്നുണ്ടെങ്കിൽ ചോദിക്കാം. അവസാനത്തെ ഭാഗത്തിന് ഒറ്റ വാക്കിൽ ഉത്തരം പറയാം, ഇല്ല. അതായത് ക്വാണ്ടം മെക്കാനിക്സിനെ കുറിച്ച് പുതിയ അറിവൊന്നും തരാൻ പോകുന്നില്ല. ലൈഫിനെ കുറിച്ച് ഓൾറെഡി നമുക്ക് മരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്ന അറിയില്ല എന്ന് പറയുന്നത് ശരിയല്ല, നമുക്കറിയാം. അത് ബയോളജിയുടെ ഭാഗമായിട്ട് വരുന്ന കാര്യമാണ്. അപ്പൊ അതിനെക്കുറിച്ച് ക്വാണ്ടം മെക്കാനിക്സിന് പുതിയതായിട്ടൊന്നും പറയാനില്ല. അതൊക്കെ ബയോളജിയുടെ മേഖലയിൽ വരുന്നത്, അത്രേ ഉള്ളൂ. അത് ഓൾറെഡി നമുക്കറിയാം. അതൊന്നും അറിയാത്ത കാര്യങ്ങളല്ല. ജീവൻ എന്താണെന്നൊക്കെ വളരെ നന്നായിട്ട് നമുക്കറിയാം. പക്ഷെ ക്വാണ്ടം മെക്കാനിക്സിന് ആ ലെവലിലെ കാര്യങ്ങളൊന്നും നമുക്ക് പറഞ്ഞു തരാനില്ല. ഇന്റർപ്രിട്ടേഷൻസ് വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അതൊക്കെ ഈ സ്യൂഡോ സയൻസ്, നോൺസെൻസ് അതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ചോദ്യത്തിന്റെ ആദ്യ ഭാഗം ഞാൻ മറന്നുപോയി. നമുക്ക് ആ ചോദ്യത്തിലേക്ക് വീണ്ടും വരാം. രാഹുൽ കാവങ്കലിന് എന്തെങ്കിലും ചോദ്യമുണ്ടോ? അതായത് ക്വാണ്ടം മെക്കാനിക്സും പിന്നെ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങും ഇത് സിമിലർ ആണോ? ഇപ്പോൾ ഒരുപാട് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഡിവൈസസ് IBM പോലുള്ള കമ്പനീസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി അറിയാൻ വേണ്ടിയായിരുന്നു. സിമിലർ ആണോ എന്നല്ല, ഈ ക്വാണ്ടം കമ്പ്യൂട്ടിംഗിൽ ക്വാണ്ടം മെക്കാനിക്സിന്റെ സൂപ്പർ പൊസിഷൻ, എൻറ്റാങ്കിൾമെന്റ്, ഇന്റർഫറൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാം, റിസോഴ്സ് ആയിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ബിറ്റ് എന്നുള്ളതിന് ക്യൂബിറ്റ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് വരികയാണ്. അപ്പൊ അത് ചില പ്രോബ്ലംസ് ക്ലാസിക്കൽ കമ്പ്യൂട്ടേഴ്സ് ചെയ്യുന്നതിനേക്കാളും വളരെയധികം വേഗത്തിൽ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഇന്റർഫറൻസ്, സൂപ്പർ പൊസിഷൻ, എൻറ്റാങ്കിൾമെന്റ് ഇങ്ങനെയുള്ള റിസോഴ്സസ് ഉപയോഗിച്ച് ചെയ്യാൻ കഴിയും. വളരെ കുറച്ച് പ്രോബ്ലംസ് നിലവിൽ അങ്ങനെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഉപയോഗിച്ച് കൂടുതൽ വേഗത്തിൽ സോൾവ് ചെയ്യാൻ കഴിയുള്ളൂ എന്ന് ആണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. പക്ഷെ അവിടെ എല്ലാം ഉപയോഗിക്കുന്നത് ക്വാണ്ടം മെക്കാനിക്സിന്റെ സൂപ്പർ പൊസിഷനും എൻറ്റാങ്കിൾമെന്റും പോലുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതൊക്കെ കാണിക്കുന്നത് ദിസ് ഇസ് സംതിങ് റിയൽ, സൂപ്പർ പൊസിഷൻ ഇസ് സംതിങ് റിയൽ എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു നമുക്ക് നമ്മളുടെ ലൂക്ക ടോക്കിന്റെ രണ്ടാം പകുതിയിലേക്ക് കടക്കാം എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ രണ്ടാം ഭാഗം നോൺസെൻസ്, അസംബന്ധം. ക്വാണ്ടം നോൺസെൻസ്, അതായത് ക്വാണ്ടം നോൺസെൻസ് എന്ന് പറയാനല്ല, ഇതിന് വേറെ പേരുണ്ട്. പൊതുവെ ആൾക്കാർ അറിയുന്ന ക്വാണ്ടം മിസ്റ്റിസിസം എന്ന പേരിലാണ്. ക്വാണ്ടം മിസ്റ്റിസിസം എന്ന് പറയുന്നതും ക്വാണ്ടം നോൺസെൻസ് എന്ന് പറയുന്ന എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പൊ പണ്ട് ഐൻസ്റ്റൈൻ പറഞ്ഞൊരു കാര്യമുണ്ട്, യൂണിവേഴ്സ് ഇൻഫിനിറ്റ് ആണോ എന്ന് അറിയില്ല, പക്ഷെ ഹ്യൂമൻ സ്റ്റുപ്പിഡിറ്റി ഇൻഫിനിറ്റ് ആണ് എന്നോ മറ്റോ രീതിയിൽ, അത് അക്കാര്യത്തിൽ ഐൻസ്റ്റൈന് സംശയമൊന്നും ഇല്ലാന്ന്. ഈ ക്വാണ്ടം നോൺസെൻസ് നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഏത് നോൺസെൻസ് ആണ് അഡ്രസ് ചെയ്യേണ്ടതെന്നുള്ള വലിയ പ്രശ്നമാണ്. കാരണം ഇറ്റ്സ് ഓൾമോസ്റ്റ് ഇൻഫിനിറ്റ്. നമ്മൾ യൂട്യൂബിലാണെങ്കിലും ഇപ്പം നേരത്തെ ചോദ്യം ചോദിച്ച ആൾ പറഞ്ഞ പോലെ ഗൂഗിളിൽ വെറുതെ ക്വാണ്ടം എന്ന് സെർച്ച് ചെയ്താൽ തന്നെ ഇൻഫിനിറ്റ് ഞാൻ വെറുതെ ഫിഗറേറ്റീവ്ലി പറഞ്ഞു എന്നേ ഉള്ളൂ, വളരെയധികം നോൺസെൻസ് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാം നമുക്ക് അഡ്രസ് ചെയ്യാൻ കഴിയില്ല, സമയത്തിന്റെ പരിമിതി ഉണ്ട്. അതുകൊണ്ട് ഞാൻ മൂന്ന് ഭാഗങ്ങളായിട്ട് ചോദിക്കാം. ഒന്ന് കാപ്ര, പിന്നെ ഒന്ന് ചോപ്ര, പിന്നെ വേദിക് സയൻസ്. ഓക്കെ, അപ്പോൾ ആദ്യം കാപ്രയിലേക്ക് വരാം. അപ്പൊ നിങ്ങൾ മിക്ക ആൾക്കാരും ഫ്രിഡ്ജോഫ് കാപ്ര എന്ന് പറഞ്ഞ എഴുത്തുകാരനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അദ്ദേഹം എഴുതിയൊരു പുസ്തകമാണ് താവോ ഫിസിക്സ്. താവോ എന്നാണോ അതിന്റെ പ്രൊനൗൺസിയേഷൻ എനിക്കറിയില്ല. തിങ്ക് ഇറ്റ്സ് പ്രൊനൗൺസ്ഡ് ആസ് ഡൗ ഓർ സംതിങ്, ഡൗ ഓഫ് ഫിസിക്സ്. ഓക്കെ, അപ്പൊ അതിൽ ബുക്കിന്റെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ പറയുന്നത് ആൻ എക്സ്പ്ലോറേഷൻ ഓഫ് ദ പാരലൽസ് ബിറ്റ്വീൻ മോഡേൺ ഫിസിക്സ് ആൻഡ് ഈസ്റ്റേൺ മിസ്റ്റിസിസം. ഈസ്റ്റേൺ മിസ്റ്റിസിസം പൗരസ്ത്യ ആത്മീയത ഉണ്ട് അല്ലെ, നമ്മുടെ ബുദ്ധിസം ഉണ്ട്, ഹിന്ദുയിസത്തിന്റെ പല ട്രഡീഷൻസ് ഉണ്ട്, അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. ഇതും ക്വാണ്ടം ഫിസിക്സ്, അതായത് മോഡേൺ ഫിസിക്സും തമ്മിൽ എന്തൊക്കെയോ പാരലൽസ് ഉണ്ട് എന്നുള്ളതാണ് കാപ്രയുടെ മെയിൻ ആയിട്ടുള്ള തീസിസ് ഈ പുസ്തകത്തിൽ. ഓക്കെ,
അപ്പൊ ഇതിനെക്കുറിച്ച് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇദ്ദേഹം ഇവിടെ ഉപയോഗിക്കുന്ന ടെക്നിക്ക് മാത്രം ഞാൻ പറയാം. അത് അസോസിയേറ്റീവ് റീസണിങ് എന്ന് പറയുന്ന ഒരു ടെക്നിക്കാണ്. അതായത് ഒരു ഫിസിസിസ്റ്റ് പറയുന്ന ഒരു സെന്റൻസ് എടുക്കുക, എന്നിട്ട് വേറൊരു മിസ്റ്റിക് ഇത് പ്രോപ്പഗേറ്റ് ചെയ്യുന്ന ഒരാൾ പറയുന്ന സെന്റൻസ് എടുക്കുക. എന്നിട്ട് ഇത് രണ്ടും ഒരുപോലെ ഇല്ലേ, ഒരുപോലെ ഉള്ളതുകൊണ്ട് ഇത് ഒരേപോലെയുള്ള കാര്യമായിരിക്കും എന്നുള്ള രീതിയിലാണ് അസോസിയേറ്റീവ് റീസണിങ് എന്നാണ് ഇതിന് പറയുക. അതൊരു ലോജിക്കൽ ആർഗ്യുമെന്റ് അല്ല. റൈറ്റ്? അതുകൊണ്ട് തന്നെ പലപ്പോഴും അസോസിയേറ്റീവ് റീസണിങ് നോൺസെൻസിലേക്കാണ് എത്തിക്കുക. ഉദാഹരണത്തിന് ഞാൻ അസോസിയേറ്റീവ് റീസണിങ്ങിന് ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ നമുക്കറിയാം സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ കറങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ആറ്റത്തിനെ കുറിച്ച് റൂദർഫോർഡ് ആറ്റം മോഡൽ നോക്കുമ്പോൾ റൂദർഫോർഡ് ആറ്റം മോഡലിൽ പറയുന്നതും നടുക്ക് ന്യൂക്ലിയസ് ഉണ്ട്, അതിന് ചുറ്റും ഇലക്ട്രോണുകൾ കറങ്ങുകയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് സൂര്യൻ തന്നെയാണ്, അല്ലെങ്കിൽ ഇലക്ട്രോണുകൾ എന്ന് പറയുന്ന ഗ്രഹങ്ങൾ തന്നെയാണ് എന്നൊക്കെ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഇത് അസോസിയേറ്റീവ് റീസണിങ്. അവിടെ പറയുന്ന ഇവിടെ പറയുന്ന സിമിലർ ആണ്, അതുകൊണ്ട് ദർ ഇസ് സംതിങ് ഇൻ ഇറ്റ് എന്ന് പറയുന്ന ടൈപ്പ് ആർഗ്യുമെന്റിനെയാണ് അസോസിയേറ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. അസോസിയേറ്റീവ് റീസണിങ് ഒരു ലോജിക്കൽ ആർഗ്യുമെന്റ് അല്ല. ഇപ്പൊ ഈ പുസ്തകം എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഇതിൽ ഇങ്ങനെ ഒരുപാട് കോട്ട്സ് ആണുള്ളത്. സയന്റിസ്റ്റിന്റെ കോട്ട് ഉണ്ടാവും, കുറച്ച് കഴിയുമ്പോൾ വേറൊരു മിസ്റ്റേക്ക്, ഒരു സെൻ ഗുരുവോ അല്ലെങ്കിൽ താടി വെച്ച വേറെ ആരെങ്കിലും ഒക്കെ പറഞ്ഞ എന്തെങ്കിലും കാര്യം ഉണ്ടാവും. എന്നിട്ട് ഇത് രണ്ടും ഒരുപോലെ ഇരിക്കുന്നു. ഇത്രയേ ഉള്ളൂ ഇതിന്റെ ബേസ്. അതുകൊണ്ട് തന്നെ ലോജിക്കൽ ആർഗ്യുമെന്റ് അല്ല, ഒരു സർഫസ് ലെവൽ ഉപരിപ്ലവമായിട്ടുള്ള ഒരു അസോസിയേറ്റീവ് റീസണിങ് ആണ്. അതുകൊണ്ട് തന്നെ അത്ര സീരിയസ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇത് യഥാർത്ഥത്തിൽ ഈ ന്യൂ ഏജ് സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞതിനെ കാറ്റപ്പോൾട്ട് ചെയ്ത ഒരു പുസ്തകമായിരുന്നു ഈ ടൗ ഓഫ് ഫിസിക്സ് എന്ന് പറയുന്നത്. ന്യൂ ഏജ് സ്പിരിച്വാലിറ്റി, നവയുഗ ആത്മീയത എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അതിനെ കിക്ക് സ്റ്റാർട്ട് ചെയ്തെന്ന് പറയുന്നില്ല, പക്ഷെ അതിനെ ഫ്യൂൽ ചെയ്ത ഒരു പുസ്തകമായിരുന്നു ടൗ ഓഫ് ഫിസിക്സ്. അപ്പൊ അവിടെ പറയുന്നത് ഈ ഈസ്റ്റേൺ മിസ്റ്റിക്കൽ ട്രഡീഷൻസ് ഉണ്ട്, മോഡേൺ ഫിസിക്സ് ഇതേ കൺക്ലൂഷനിലേക്കാണ് എത്തുന്നത് എന്ന രീതിയിലുള്ള ആർഗ്യുമെന്റ്സ് ആണ്. ഓക്കെ, ഇപ്പൊ ഞാനൊരു ഇതിലുള്ള പ്രശ്നത്തിന്റെ ഒരു ചെറിയ എക്സാമ്പിൾ മാത്രം പറയാം. ഇതിൽ ഇദ്ദേഹം പാർട്ടിക്കിൾ ഫിസിക്സിനെ കുറിച്ച് പറയുന്ന സമയത്ത് ബൂട്ട് സ്ട്രാപ്പ് മോഡൽ എന്ന് പറഞ്ഞൊരു മോഡലിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, പക്ഷെ ബൂട്ട് സ്ട്രാപ്പ് മോഡൽ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നില്ല, അത് ശരിയല്ല നമുക്കറിയാം. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് സ്റ്റാൻഡേർഡ് മോഡലാണ്. ഓക്കെ, ബൂട്ട് സ്ട്രാപ്പ് മോഡൽ എന്താണ് ഞാൻ പറയുന്നത്? ബൂട്ട് സ്ട്രാപ്പ് മോഡൽ പ്രത്യേകിച്ച് അദ്ദേഹം ഈ പുസ്തകം ആദ്യത്തെ എഡിഷനൊക്കെ ഇറങ്ങിയ സമയത്ത് ഫാഷനബിൾ ആയിരുന്ന ഒരു മോഡലാണ് ബൂട്ട് സ്ട്രാപ്പ് മോഡൽ. ഈ ഹാഡ്രോൺസ്, സ്ട്രോങ്ലി ഇന്ററാക്ടിങ് ആയിട്ടുള്ള പാർട്ടിക്കിൾസിനെ ഡിസ്ക്രൈബ് ചെയ്യാനുള്ള ഒരു തിയറി എന്നുള്ള നിലയിലാണ്. അപ്പൊ അവിടെ ആ ബൂട്ട് സ്ട്രാപ്പ് മോഡലിൽ പറയുന്ന ഇതാണ്, ഈ ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയുന്ന സാധനമൊന്നുമില്ല, എല്ലാ പാർട്ടിക്കിൾസും കോമ്പസിറ്റ് ആണ്, ഒന്നും മറ്റൊന്നിനേക്കാളും ഫണ്ടമെന്റൽ അല്ല. ഇങ്ങനെ കേൾക്കുമ്പോൾ തന്നെ നല്ല ഫീലിംഗ് ഒക്കെ കിട്ടുന്ന, അല്ലെ, ഡെമോക്രസി എന്നൊക്കെ നമുക്ക് തോന്നുന്ന ആ രീതിയിലുള്ള ഒരു കാര്യമാണ്. എല്ലാ പാർട്ടിക്കിൾസും കോമ്പസിറ്റ് ആണ്, ഒന്നും മറ്റൊന്നിനേക്കാളും ഫണ്ടമെന്റൽ അല്ല, ഓരോ പാർട്ടിക്കിൾസും മറ്റെല്ലാ പാർട്ടിക്കിൾസും കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു സിദ്ധാന്തമാണ്. അക്കാലത്ത് അതാണ് നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ ഇത് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഈസ്റ്റേൺ മിസ്റ്റിക്കൽ ട്രഡീഷൻസുമായിട്ട് ചേർത്ത് വെക്കാൻ കഴിയും. കാരണം ഇങ്ങനെയുള്ള സെന്റൻസ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഞാൻ തന്നെയാണ് പ്രപഞ്ചം, പ്രപഞ്ചം എല്ലാം കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു, ഞാനും പ്രപഞ്ചം കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു, ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ അവിടെ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇത് പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള ബൂട്ട് സ്ട്രാപ്പ് മോഡൽ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഈസ്റ്റേൺ മിസ്റ്റിക്കൽ ട്രഡീഷൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന അതേ കൺക്ലൂഷനിലേക്കാണ് എത്തുന്നതൊക്കെ കാപ്ര ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന്റെ തീസിസിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഈ ബൂട്ട് സ്ട്രാപ്പ് മോഡൽ എന്ന് വെച്ചാൽ ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, പ്രധാനപ്പെട്ട ആർഗ്യുമെന്റ് ഈ ബൂട്ട് സ്ട്രാപ്പ് മോഡലിന് മിസ്റ്റിക്കൽ ട്രഡീഷൻസുമായിട്ടുള്ള സിമിലാരിറ്റി വെച്ചാണ് ആർഗ്യൂ ചെയ്യുന്നത്. ഓക്കെ, അതായത് ദർ ഇസ് നോ ബോട്ടം ലെവൽ, നോ എലിമെന്ററി ബിൽഡിംഗ് ബ്ലോക്സ്, ഓക്കെ, ജസ്റ്റ് എ സെൽഫ് കൺസിസ്റ്റന്റ് വെബ് ഓഫ് മ്യൂച്വൽ റിലേഷൻഷിപ്സ്. മനുഷ്യനും പ്രപഞ്ചവും പോലെ, മനുഷ്യനെയും പ്രപഞ്ചത്തെയും കുറിച്ച് മിസ്റ്റിക്കൽ ആയിട്ടുള്ള ആശയങ്ങൾ പറയുന്ന രീതിയിലുള്ള കാര്യമാണ്. പക്ഷെ ഇന്ന് നമുക്ക് എന്താ അറിയാം, ഞാനത് എഴുതിയിട്ടില്ല, ഇന്ന് നമുക്ക് എന്താ അറിയാം, ബൂട്ട് സ്ട്രാപ്പ് മോഡല് അല്ല നമ്മൾ ഉപയോഗിക്കുന്നത്, നമുക്ക് സ്റ്റാൻഡേർഡ് മോഡലാണ്. സ്റ്റാൻഡേർഡ് മോഡൽ വളരെ സക്സസ്ഫുൾ ആണ്. ബൂട്ട് സ്ട്രാപ്പ് മോഡലിന് എക്സ്പ്ലെയിൻ ചെയ്യാത്ത പല കാര്യങ്ങളും സ്റ്റാൻഡേർഡ് മോഡലിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്നുണ്ട്. സ്റ്റാൻഡേർഡ് മോഡലിൽ ദർ ആർ ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്സ്. നമുക്കറിയാം ക്വാർക്കുകളും ലെപ്റ്റോണുകളും. ന്യൂക്ലിയസിനുള്ള എല്ലാ പാർട്ടിക്കിളാണ് പ്രോട്ടോൺസും ന്യൂട്രോൺസും. ഈ പ്രോട്ടോൺസും ന്യൂട്രോൺസും അതിനേക്കാളും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ക്വാർക്സ് പോലുള്ള ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസ് കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അതുപോലെ ബാക്കിയെല്ലാം സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ഫീൽ ചെയ്യാത്ത പാർട്ടിക്കിൾസിൻ്റെയാണ് ലെപ്റ്റോൺസ് എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡ് മോഡൽ അനുസരിച്ച് അത് മോഡേൺ ഫിസിക്സിന്റെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു തിയറിയാണ് സ്റ്റാൻഡേർഡ് മോഡൽ ഓഫ് പാർട്ടിക്കിൾ ഫിസിക്സ് എന്ന് പറയുന്നത്. ഈ സ്റ്റാൻഡേർഡ് മോഡൽ ഓഫ് പാർട്ടിക്കിൾ ഫിസിക്സിനെ കോൺട്രഡിക്ട് ചെയ്യുന്ന റിസൾട്ട് ഒന്നും ഇതുവരെ ലാർജ് ഹാഡ്രോൺ കൊളൈഡർ പോലുള്ള എക്സ്പീരിയൻസിൽ ഹൈ എനർജീസിൽ നമ്മൾ എക്സ്പീരിയൻസ് നടത്തിയിട്ടൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ സ്റ്റാൻഡേർഡ് മോഡൽ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള തിയറിയാണ്. അപ്പൊ ബൂട്ട് സ്ട്രാപ്പ് മോഡല് ഇദ്ദേഹം പറയുന്ന
ഈസ്റ്റേൺ മിസ്റ്റിസിസത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റാൻഡേർഡ് മോഡലിന് അതിനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. കാരണം സ്റ്റാൻഡേർഡ് മോഡൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കാര്യമാണ്. സ്റ്റാൻഡേർഡ് മോഡൽ പറയുന്ന ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്സ് ഉണ്ട് എന്നാണ്, എലിമെന്ററി പാർട്ടിക്കിൾസ് ഉണ്ട് എന്നാണ്. പക്ഷെ പുതിയ എഡിഷനിൽ ഇത് കറക്റ്റ് ചെയ്തിട്ടുണ്ടോ എനിക്കറിയില്ല, എനിക്ക് തോന്നുന്നു കറക്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ ഇദ്ദേഹം എന്ത് ചെയ്യും, അപ്പൊ സാധാരണ ഈ ബൂട്ട് സ്ട്രാപ്പ് മോഡലാണ് ശരി എന്ന് ഭാവിയിൽ തെളിഞ്ഞിരുന്നു എന്ന് കരുതുക. ഓക്കെ, അപ്പൊ എന്ത് പറയും, ഞാൻ പറഞ്ഞു ശരിയായെന്ന് പറയും. ഓക്കെ, അങ്ങനെ പറയുന്ന ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ എന്തുകൂടെ പറയണം, ബൂട്ട് സ്ട്രാപ്പ് മോഡല് തെറ്റാണ്, അത് ശരിയല്ല എന്ന് നമുക്ക് ഇന്നറിയാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ആ പാരലൽസ് അത്ര അക്യുറേറ്റ് അല്ല. ഓക്കെ, ഐ തിങ്ക് ഐ വാസ് റോങ് എന്ന് പറയണം. പക്ഷേ ഈ സ്യൂഡോ സയൻസ് പറയുന്ന ആരും ഒരിക്കലും ഈ ഒരു കാര്യം ഏറ്റെടുക്കില്ല. ഞാൻ പറഞ്ഞത് തെറ്റാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞ കണക്ഷൻസ് നിലനിൽക്കുന്നില്ല എന്ന് പറയില്ല. നമ്മളൊരു സയന്റിഫിക് തിയറി ആയിട്ടാണ് ഇതിനെ എടുക്കുന്നതെങ്കിൽ അതെന്നെ ഡീബങ്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. അതായത് സയന്റിഫിക് ഹൈപ്പോത്തിസിസ് എന്ന നിലയിൽ പരിഗണിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ തന്നെ ഇറ്റ്സ് ഓൾറെഡി ഡീബങ്ക്ഡ്. ഇറ്റ് ജസ്റ്റ് ഡസന്റ് വർക്ക്. ഓൾറൈറ്റ്, അപ്പൊ ഈ അസോസിയേറ്റീവ് റീസണിങ് വർക്ക് ചെയ്യില്ല. പക്ഷെ അസോസിയേറ്റീവ് റീസണിങ് എന്ന് പറയുന്നത് പൊതുവെ സ്യൂഡോ സയൻസ് മുന്നോട്ട് വയ്ക്കുന്ന ആൾക്കാർ, സ്യൂഡോ സയൻസ് പ്രചരിപ്പിക്കുന്ന ആൾക്കാർ പൊതുവെ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ഈ അസോസിയേറ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. ഇതും അതും ഒരുപോലെ ഇരിക്കുന്നു, അതുകൊണ്ട് ഇത് അതാണ്. ക്വാണ്ടം മെക്കാനിക്സ് വളരെ കൺഫ്യൂസിങ് ആണ്, നമുക്ക് പലർക്കും മനസ്സിലാവുന്നില്ല. ഇറ്റ്സ് ഓൾമോസ്റ്റ് മാജിക്കൽ. ക്വാണ്ടം മെക്കാനിക്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഏറെക്കുറെ മാജിക്കലാണ്, അതുകൊണ്ട് നമ്മുടെ ലോകം മാജിക്കലാണ്, മിസ്റ്റിക് ആയിട്ടുള്ള മാജിക്കലായിട്ടുള്ള കാര്യങ്ങൾ ശരിയാണ് എന്നൊക്കെയുള്ള ടൈപ്പ് ആർഗ്യുമെന്റ് ആണ്. അപ്പോൾ കാപ്രയുടെ ഈ ഒരു കാപ്ര ശരിക്കും അത്ര സ്ട്രോങ് ആയിട്ട് അങ്ങനെ ആർഗ്യുമെന്റ്സ് ഇങ്ങനെ പാരലൽസ് ഉണ്ട്, കൊള്ളാം, രണ്ടും കൊള്ളാം എന്നൊക്കെ പറയുന്നുള്ളൂ. പക്ഷെ ദീപക് ചോപ്ര വേറെ ലെവലിലേക്കുണ്ട്. ദീപക് ചോപ്രയെ കുറിച്ച് കേട്ടിട്ടില്ലാത്ത ആൾക്കാരുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ദീപക് ചോപ്ര എത്ര പുസ്തകം എഴുതിയിട്ടുണ്ട് എനിക്കറിയില്ല, കുറെ എണ്ണം എഴുതിയിട്ടുണ്ട്. പക്ഷെ 100-ലധികം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത്, കൃത്യം അറിയില്ല കേട്ടോ. അതിൽ 2 പുസ്തകങ്ങളുടെ ചിത്രം ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. ഒന്ന് ക്വാണ്ടം ഹീലിംഗ്, എക്സ്പ്ലോറിംഗ് ദ ഫ്രോണ്ടിയേഴ്സ് ഓഫ് മൈൻഡ് ബോഡി മെഡിസിൻ. അതുപോലെ ഏജ്ലെസ് ബോഡി ടൈംലെസ് മൈൻഡ്, ക്വാണ്ടം ഓൾട്ടർനേറ്റീവ് ടു ഗ്രോയിങ് ഓൾഡ്. അപ്പൊ ഈ ക്വാണ്ടം വെച്ചുള്ള കളിയാണ് കൂടുതലും. അപ്പൊ ഇദ്ദേഹവും ഇങ്ങനെ പ്രത്യേകിച്ച് ഇന്ത്യൻ ഏൻഷ്യന്റ് ആയിട്ടുള്ള ഈസ്റ്റേൺ മിസ്റ്റിക് ആയിട്ടുള്ള ആശയങ്ങളെ പ്രോപ്പഗേറ്റ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ഇദ്ദേഹം പറയുന്നത് ഈ ആശയങ്ങളെ ക്വാണ്ടം മെക്കാനിക്സ്, മോഡേൺ ഫിസിക്സ് ശരിവെക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ആശയങ്ങൾ ശരിയാണ്, മിസ്റ്റിക്കൽ ട്രഡീഷൻസ് ശരിയാണെന്ന് ക്വാണ്ടം മെക്കാനിക്സ് പ്രൂവ് ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ അവകാശവാദം. എന്നിട്ട് ഇദ്ദേഹം അവിടെ നിന്ന് നിർത്തുന്നില്ല. ഇവിടെ പറയുന്നത് ഈ ക്വാണ്ടം മെക്കാനിക്സ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, പ്രായമാകുന്നതിനെ തടയാം, ഏജ്ലെസ് ബോഡി, അതുപോലെ നമ്മുടെ ശരീരത്തിലെ മോളിക്കുലർ ലെവലിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്തിയിട്ട് ക്വാണ്ടം മെക്കാനിക്സ് ഉപയോഗിച്ച് മാറ്റങ്ങൾ വരുത്തി ഹീലിംഗിലേക്ക് പോകാം. ഓക്കെ, ഈ ക്വാണ്ടം മെക്കാനിക്സ് ഉപയോഗിച്ച് മാറ്റങ്ങൾ വരുത്തുന്നത് എങ്ങനെയാണെന്നുള്ളതും വിചിത്രമാണ്. ഇദ്ദേഹം പറയുന്നത് അത് ശരിക്കും ഇദ്ദേഹത്തെ മാത്രമായിട്ട് കുറ്റം പറയാൻ പറ്റില്ല, ചില ഫിസിസിസ്റ്റിന് പറ്റിയൊരു അബദ്ധവും കൂടെയാണ്. അതായത് ഈ വേവ് ഫംഗ്ഷൻ കൊളാപ്സ്, മെഷർമെന്റ് പ്രോബ്ലം, ഇതൊക്കെ കൃത്യമായിട്ട് വിശദീകരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ കുറച്ച് കാലത്തേക്കെങ്കിലും, കുറച്ച് സമയത്തേക്കെങ്കിലും യൂജീൻ വിഗ്നറിനെ പോലുള്ള ഫിസിസിസ്റ്റ്സ് കോൺഷ്യസ്നെസ്സുമായിട്ട് ഇതിനെന്തോ ബന്ധമുണ്ട് എന്നുള്ള സ്പെക്കുലേഷൻസ് നടത്തിയിരുന്നു. അതായത് ഈ വേവ് ഫംഗ്ഷൻ കൊളാപ്സ് നടക്കുന്നത് ഒബ്സർവറിന്റെ കോൺഷ്യസ്നെസ്സിൽ ഒരു എക്സ്പെരിമെന്റൽ റിസൾട്ട് രജിസ്റ്റർ ആകുമ്പോഴാണ് എന്ന നിലയിലുള്ള രീതിയിൽ ഇതിനെ വിശദീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതൊരു ഡ്യുവലിസ്റ്റ് ഐഡിയ ആണ്. അതായത് മെറ്റീരിയൽ വേൾഡ് മാത്രമല്ല, കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന വേറൊരു വേൾഡും കൂടെ ഉണ്ട്. ഈ കോൺഷ്യസ്നെസ്സിൽ ഈ റിസൾട്ട് രജിസ്റ്റർ ആകുമ്പോഴാണ് വേവ് ഫംഗ്ഷൻ കൊളാപ്സ് ആകുന്നത് എന്ന മട്ടിൽ ചില, കാരണം അന്ന് വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള സമയമായിരുന്നു, ഇതിനൊക്കെ എങ്ങനെ വിശദീകരിക്കണം എന്ന് അറിയില്ല. സോ പീപ്പിൾ ട്രൈ ഡിഫറെന്റ് തിങ്സ്. ഇതും ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്. പക്ഷെ പിന്നീട് യൂജീൻ വിഗ്നർ തന്നെ, അല്ലെ ഷ്രോഡിംഗർ, അതുപോലുള്ള ആൾക്കാർ തന്നെ അതിനെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. കാരണം അത് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഫോർമുലത്തിലേക്ക് എത്തിക്കില്ല എന്ന് മാത്രമല്ല, കോൺഷ്യസ്നെസ് എന്താണ് എന്നുള്ളത് തന്നെ വെൽ ഡിഫൈൻഡ് അല്ല, അതെങ്ങനെയാണ് വേവ് ഫംഗ്ഷൻ കൊളാപ്സ് നടത്തുന്നത് എന്നുള്ളതും വെൽ ഡിഫൈൻഡ് അല്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാത്തൊരു കാര്യത്തിനെ ഒട്ടും അറിയാത്ത വേറൊരു കാര്യം കൊണ്ട് വിശദീകരിക്കാനുള്ള ഒരു ശ്രമമാണ്. അപ്പൊ അത് നമ്മുടെ തിയറിയിൽ അനാവശ്യമായിട്ട് പുതിയൊരു എൻറ്റിറ്റിയെ കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അതിനെ കോംപ്ലിക്കേറ്റ് ചെയ്യുന്നു എന്നല്ലാതെ അത് യഥാർത്ഥത്തിൽ യാതൊരു തരത്തിലുള്ള എക്സ്പ്ലനേറ്ററി അഡ്വാൻറ്റേജും മുന്നോട്ട് വയ്ക്കുന്നില്ല. അതുകൊണ്ട് ഈ കോൺഷ്യസ്നെസ് ആണ് വേവ് ഫംഗ്ഷൻ കൊളാപ്സിന് കാരണം എന്നുള്ളതൊന്നും ഇന്ന് പൊതുവെ സയൻസ് കരുതുന്ന ഒരു കാര്യമല്ല. പക്ഷേ സ്യൂഡോ സയൻസിന്റെ ആൾക്കാർ അത് ഇപ്പോഴും വിട്ടിട്ടില്ല. അതായത് ക്വാണ്ടം മെക്കാനിക്സ് ഫോർമുലേറ്റ് ചെയ്തു, അത് കഴിഞ്ഞ് ക്വാണ്ടം ഫീൽഡ് തിയറി വന്നു. അതായത് ഫീൽഡുകളുടെ ക്വാണ്ടം തിയറിയാണ് ക്വാണ്ടം ഫീൽഡ് തിയറി. ഇതും ക്വാണ്ടം മെക്കാനിക്സ് തന്നെയാണ്. നമുക്ക് സ്റ്റാൻഡേർഡ് മോഡൽ ഓഫ് പാർട്ടിക്കിൾ ഫിസിക്സ് ഉണ്ട്. സ്റ്റാൻഡേർഡ് മോഡൽ ഓഫ് പാർട്ടിക്കിൾ ഫിസിക്സിൽ നമുക്കറിയാം എലിമെന്ററി ബിൽഡിംഗ് ബ്ലോക്സ്, നമ്മളെല്ലാവരും ക്വാർക്കുകളും ലെപ്റ്റോണുകളും കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുകയാണ്. അത് മാത്രമല്ല ന്യൂറോ സയൻസ് ഒക്കെ വളരെ ഡെവലപ്പ് ചെയ്തു. നമ്മുടെ ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ടാണ് കോൺഷ്യസ്നെസ് ഉള്ളത് എന്ന് നമുക്കറിയാം. അതായത്
ഒരു മെറ്റീരിയൽ ഫിനോമിനൻ തന്നെയാണ് കോൺഷ്യസ്നസ്. അതാണ് നമ്മൾ ഫിസിക്സിൽ നിന്നാണെങ്കിലും ന്യൂറോ സയൻസിൽ നിന്നാണെങ്കിലും ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. പക്ഷെ അതൊന്നും ഇവരെ ബാധിച്ചിട്ടില്ല. ഇവരിപ്പോഴും ഇതാണ് പറയുന്നത്. ഇദ്ദേഹം പറയുന്നത് വേവ് ഫംഗ്ഷൻ കൊളാപ്സിന് കാരണം കോൺഷ്യസ്നെസ് ആണ്. അപ്പൊ നമ്മുടെ കോൺഷ്യസ്നെസ്സിനെ ട്രെയിൻ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, വേവ് ഫംഗ്ഷൻ ഇഷ്ടമുള്ള സാധ്യതയിലേക്ക് കൊളാപ്സ് ചെയ്യിക്കാം എന്നൊക്കെയാണ് ഇദ്ദേഹം ആർഗ്യ ചെയ്യുന്നത്. അതായത് നമുക്ക് നിയന്ത്രിക്കാം ഫണ്ടമെന്റൽ ലെവലിൽ നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള മോളിക്കുലർ ആയിട്ടുള്ള ഇന്ററാക്ഷൻസിനെയും മോളിക്കുലർ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നിയന്ത്രിക്കാം, നിശ്ചയിക്കാം, മെഷർമെന്റ് ഔട്ട്കംസ് നമുക്ക് തീരുമാനിക്കാം എന്നൊക്കെയാണ് ഇദ്ദേഹം ആർഗ്യ ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യാം, നമ്മളിങ്ങനെ മെഡിറ്റേറ്റ് ഒക്കെ ചെയ്തിട്ട് നമ്മുടെ വേവ് ഫംഗ്ഷൻ എയിലേക്ക് കൊളാപ്സ് ചെയ്യണോ ബിയിലേക്ക് കൊളാപ്സ് ചെയ്യണോ എന്ന് തീരുമാനിക്കുക. എയിലേക്ക് കൊളാപ്സ് ചെയ്യുകയാണെങ്കിൽ അസുഖമാണ്, ബിയിലേക്ക് കൊളാപ്സ് ചെയ്യുകയാണെങ്കിൽ മെച്ചാണ്. അപ്പൊ അങ്ങനെ നമുക്ക് ഹീലിംഗ് നടത്താം എന്നൊക്കെയാണ് ഇദ്ദേഹം ആർഗ്യ ചെയ്യുന്നത്. അതാണ് ഇദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റിന്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയ. അപ്പൊ ഇത് ഇങ്ങനെ, അതായത് ഓൾഡ് ആവുന്നത്, നമ്മൾ ഗ്രോയിങ് ഓൾഡ് ആവുന്ന ഷ്രോഡിംഗർ ഇക്വേഷൻ അനുസരിച്ച് ഇവോൾവ് ചെയ്യുമ്പോഴാണല്ലോ. അപ്പൊ അതിനെ കൊളാപ്സ് ചെയ്യുകയാണെങ്കിൽ ഓൾഡ് ആകുന്നത് തടയാം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഇതിനുവേണ്ടി ഇദ്ദേഹത്തിന് ഓൾട്ടർനേറ്റ് മെഡിസിന്റെ ഒരുപാട് പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഇദ്ദേഹത്തിന്റെ ഇപ്പോഴുള്ള ഫോട്ടോയും പഴയ ഫോട്ടോയും കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാവും, ഈ ഏജ്ലെസ് ബോഡി എന്ന് പറഞ്ഞ ഇദ്ദേഹത്തിന്റെ ഐഡിയ വർക്ക് ചെയ്യുന്നില്ല മനസ്സിലാവും. കാരണം ഇദ്ദേഹത്തിന് ഇപ്പോഴുള്ള വയസ്സ് എത്രയാണ്, ഏകദേശം അത്രയും വയസ്സ് തോന്നിക്കും കണ്ടു കഴിഞ്ഞാൽ. ഇറ്റ് ജസ്റ്റ് ഡസന്റ് വർക്ക്. അപ്പൊ ഇദ്ദേഹം ശരിക്കും ചെയ്തിട്ടുള്ളത്, നമ്മൾ ഈ കാപ്രയൊക്കെ തുടങ്ങിയ ഒരു സ്കൂൾ ഉണ്ടല്ലോ, അത് ഉപയോഗിച്ച് ജീവിത വിജയം കണ്ട ഒരാളാണ് ഈ ദീപക് ചോപ്ര എന്ന് പറയുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ വളരെ രസമുണ്ട്, ഇദ്ദേഹത്തിന്റെ കോട്ട്സ് ഒക്കെ വളരെ രസമാണ്. അതായത് മുൻപ് ഒരു വെബ്സൈറ്റ് ഉണ്ടായിരുന്നു, ദീപക് ചോപ്ര കോട്ട്സ് ജനറേറ്റർ എന്ന് പറഞ്ഞിട്ട്. അതിൽ നമ്മൾ വെറുതെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്വാണ്ടം മെക്കാനിക്സിന്റെ ചില ജാർഗൺസ് ഉപയോഗിച്ചിട്ട് സെൻസിബിൾ ആണെന്ന് തോന്നിക്കുന്ന ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള സെന്റൻസസ് അത് പ്രൊഡ്യൂസ് ചെയ്യും. തീർത്തും സെൻസ്ലെസ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതിനെ ഈ ചോപ്ര പറയുന്ന സെന്റൻസസിൽ നമുക്ക് മാറ്റാൻ കഴിയില്ല. ഉദാഹരണത്തിന് ഒരിക്കൽ ഇദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, കോൺഷ്യസ്നെസ് ഇസ് എ സൂപ്പർ പൊസിഷൻ ഓഫ് പോസിബിലിറ്റീസ് എന്നൊക്കെ. അതായത് സൂപ്പർ പൊസിഷൻ ഒക്കെ ക്വാണ്ടം മെക്കാനിക്സിലുള്ള വാക്കാണ്. പക്ഷെ ഇദ്ദേഹം ഇതൊക്കെ ഡയറക്റ്റ് ആയിട്ട് എടുത്ത് ഇങ്ങനെ ജാർഗൺസ് വീശി പറഞ്ഞ ആൾക്കാരെ എന്താ പറയുന്നത്, അത്ഭുതപ്പെടുത്തുകയാണ്. ഇങ്ങനെ അത്ഭുതപ്പെട്ട് കണ്ണ് തള്ളുമ്പോൾ അവരെന്ത് ചെയ്യും, പേഴ്സ് തുറക്കും, കുറെ പൈസ എടുക്കും, ഇദ്ദേഹത്തിന്റെ സ്ഥലത്തും അല്ലെ പുസ്തകങ്ങളും വാങ്ങും. അങ്ങനെ ഇദ്ദേഹം വളരെ ധനികനായി. നമുക്ക് വേണേൽ ശ്രമിച്ചു നോക്കാം, ഈ ക്വാണ്ടം മെക്കാനിക്സിന്റെ ജാർഗൺസ് ഉപയോഗിച്ച് ചോപ്ര പറയുന്ന പോലെയുള്ള മിസ്റ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചു നോക്കാം. ഉദാഹരണത്തിന് ഐ കുഡ് സേ സംതിങ് ലൈക്ക് ദിസ്, കോൺഷ്യസ്നെസ് ഈസ് ക്വാണ്ടം സൂപ്പർ പൊസിഷൻ ഓഫ് എൻടാങ്കിൾഡ് പോസിബിലിറ്റീസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പ്രത്യേകിച്ച് ഒരു സെൻസ് ഉള്ള കാര്യമല്ല. പക്ഷെ ഒരുപക്ഷെ ഇദ്ദേഹം ഇങ്ങനെ സെന്റൻസസ് പറഞ്ഞിട്ട് തന്നെ ഉണ്ടാവും. എൻടാങ്കിൾമെന്റ് ഉപയോഗിക്കും, സൂപ്പർ പൊസിഷൻ ഉപയോഗിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എടുത്ത് ഉപയോഗിക്കും. ഇദ്ദേഹം ചെയ്യുന്ന ഇതാണ്, ക്വാണ്ടം മെക്കാനിക്സിന്റെ ജാർഗൺസ് ഉപയോഗിച്ച് ഇദ്ദേഹത്തിന്റെ സ്യൂഡോ സയൻസും ഇദ്ദേഹത്തിന്റെ ഫ്രോഡിലന്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് രണ്ട് കോട്ട്സ് ഞാൻ ഇവിടെ ചേർത്തിട്ടുണ്ട്. It was only with the advent of quantum physics that scientists began to consider again the old question of the possibility of comprehending the world as a form of mind. അതായത് ഇദ്ദേഹം പറയുന്നത്, ക്വാണ്ടം മെക്കാനിക്സ് കണ്ടുപിടിച്ചവിടെ നമ്മളിപ്പോ ലോകത്തെ മനസ്സിലാക്കുന്നത് മൈൻഡിന്റെ ഒരു ഫോമായിട്ടാണ്, കോൺഷ്യസ്നെസിന്റെ ഒരു ഫോമായിട്ടാണ്, മെറ്റീരിയൽ അല്ല എന്നുള്ളതാണ്. ഇത് തെറ്റാന്ന് നമുക്കറിയാം. അങ്ങനെയൊന്നും അല്ല. മോഡേൺ സയൻസ് ഇപ്പോഴും വേൾഡിനെ കുറിച്ച് മുന്നോട്ട് വയ്ക്കുന്ന ഐഡിയ പഴയ ഐഡിയ തന്നെയാണ്. വി ലിവ് ഇൻ എ ഫിസിക്കൽ വേൾഡ്. ഓക്കെ, ഈ ഫിസിക്കൽ മെറ്റീരിയൽ വേൾഡ് എന്തുകൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ച് ഡീപ്പർ ആയിട്ടുള്ള അറിവ് നമുക്കുണ്ട്. പക്ഷെ ഇറ്റ് സ്റ്റിൽ മെറ്റീരിയൽസ്. ചിലപ്പോൾ ഫീൽഡുകളാവാം, അതിനേക്കാളും ഫണ്ടമെന്റൽ ആയിട്ട് വേണം സ്ട്രിങ്ങുകളാവാം. പക്ഷെ അപ്പോഴും നോൺ ഫിസിക്കൽ ആയിട്ടുള്ള യാതൊരു കാര്യവും, കോൺഷ്യസ്നെസ്സോ ആത്മാവോ അങ്ങനെയുള്ള ഒരു കാര്യം പോലും പോസ്റ്റുലേറ്റ് ചെയ്യേണ്ട ആവശ്യം ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ, നമ്മൾ ഇത്രയും നടത്തിയ എക്സ്പെരിമെന്റ്സിലൊന്നും നമ്മൾ ഈ മെറ്റീരിയൽ വേൾഡ്, ഫിസിക്കൽ വേൾഡ് അല്ലാതെ അൺഫിസിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ട് എന്ന് അസ്യൂം ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. അതുപോലെ indeed the quantum theory implies that consciousness must exist and that the content of the mind is the ultimate reality. ഇതൊക്കെ ഇദ്ദേഹം വെറുതെ പറയുന്നു, ക്വാണ്ടം മെക്കാനിക്സ് ഒന്നും പറയുന്നില്ല. The moon exists in consciousness. അതായത് നമ്മൾ കോൺഷ്യസ്നെസ് ആണ് റിയാലിറ്റിയെ നിർമ്മിക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. No consciousness, no moon. Just a sluggishly expanding wave function in a superposition of possibilities. All happens within consciousness and nowhere else. Okay, വേണമെങ്കിൽ എൻടാങ്കിൾമെന്റ് ഒക്കെയുള്ള വാക്കുകളും കൂടെ ചേർക്കാമായിരുന്നു. അപ്പൊ ഇതൊന്നും ഇങ്ങനെയൊന്നും അല്ല ക്വാണ്ടം മെക്കാനിക്സ് ആവുന്നത്. പ്രധാനപ്പെട്ട ഒരു കാര്യം, ക്വാണ്ടം മെക്കാനിക്സ് എവിടെയാണ് അപ്ലിക്കബിൾ ആകുന്നത് എന്ന് മനസ്സിലാക്കാൻ ഒരു സിമ്പിൾ ആയിട്ടുള്ള രീതിയുണ്ട്. അതായത് ഇത് ഉദാഹരണത്തിന് നമ്മൾ ഒരു ഒബ്ജക്റ്റ് എടുക്കുക, അതിന്റെ മാസ് എടുക്കുക, അത് ഏത് വേഗതയിലാണ് മൂവ് ചെയ്യുന്നത് നോക്കുക, ഏത് ഡിസ്റ്റൻസ് സ്കെയിലാണ്
ഈ ഒബ്ജക്റ്റ് ഉള്ളത് നോക്കുക. ഓക്കെ, എന്നിട്ട് ഇതിനെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എച്ച് ബാർ എന്ന് പറയുന്നത് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്. പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു നമ്പറാണ്. ഇറ്റ്സ് ഓഫ് ദ ഓർഡർ ഓഫ് 10⁻⁻34 അല്ലേ മനോഷ്? അതിന്റെ യൂണിറ്റ്സ് എങ്ങനെയാണ്? എങ്ങനെ? ഓക്കെ, അപ്പൊ ഈ എച്ച് ബാർ എന്ന് പറയുന്ന നമ്പർ വളരെ ചെറുതാണ്. അപ്പൊ നമ്മുടെ ഒബ്ജക്റ്റിന്റെ മാസും വെലോസിറ്റിയും അത് ഇൻവോൾവ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് സ്കെയിലും മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ ഓർഡർ അല്ലെങ്കിൽ ഇതിനോട് അടുത്ത് വരുന്ന അത്രയും ചെറിയ നമ്പർ ആണെങ്കിൽ അവിടെ ക്വാണ്ടം മെക്കാനിക്സ് എന്തായാലും വർക്ക് ചെയ്യും. അവിടെയാണ് ക്വാണ്ടം മെക്കാനിക്സ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഇതിനേക്കാളും വളരെ വലിയ നമ്പറാണ് വരുന്നെങ്കിൽ മൈക്രോസ്കോപ്പിക് ഒബ്ജക്ട്സിന്റെ കേസിൽ യൂഷ്വലി നമുക്ക് ക്വാണ്ടം മെക്കാനിക്സ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അവിടെ ക്ലാസിക്കൽ മെക്കാനിക്സ് പെർഫെക്റ്റ് ആണ്. ന്യൂട്ടോണിയൻ മെക്കാനിക്സ് മോർ ദാൻ ഇനഫ്. ഓക്കെ, അപ്പോൾ മൈക്രോസ്കോപ്പിക് ഒബ്ജക്ട്സിന്റെ കേസിൽ ക്വാണ്ടം മെക്കാനിക്കൽ ഫിനോമിനൻ കാണാൻ കഴിയില്ല എന്ന് ചോദിച്ചാൽ കഴിയും. ഓക്കെ, പക്ഷെ അതിന് വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ഉള്ള അറേഞ്ച്മെന്റ്സ് വേണം. അതായത് എക്സ്റ്റേണൽ വേൾഡിൽ നിന്നും വളരെയധികം ഐസൊലേറ്റ് നിർത്തണം, ക്രയോജനിക്, അങ്ങനെ വളരെയധികം ടെമ്പറേച്ചർ കുറച്ച് നിർത്തണം. അങ്ങനെ വളരെ സ്പെഷ്യലായിട്ട് ഒരുക്കുന്ന സർക്കംസ്റ്റാൻസസിൽ മാത്രമേ കുറച്ചെങ്കിലും മൈക്രോസ്കോപ്പിക് ലെവലിൽ ക്വാണ്ടം മെക്കാനിക്കൽ ഫിനോമിന കാണാൻ കഴിയുള്ളൂ. നമ്മുടെ ഡേ ടു ഡേ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് ക്വാണ്ടം മെക്കാനിക്സ് അങ്ങനെ ഡയറക്റ്റ് ആയിട്ടുള്ള ഇംപ്ലിക്കേഷൻ ഒന്നും ഇല്ല എന്നർത്ഥം. നമ്മുടെ കോൺഷ്യസ്നെസ് തന്നെയാണെങ്കിലും നമ്മുടെ ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ടാണ് കോൺഷ്യസ്നെസ് എങ്കിൽ ബ്രെയിൻ എന്ന് പറയുന്ന ഒരു ക്ലാസിക്കൽ ഒബ്ജക്റ്റ് തന്നെയാണ്. അതായത് കോൺഷ്യസ്നെസ് എന്താണെന്ന് നമുക്ക് മുഴുവൻ അറിയില്ലെങ്കിലും കോൺഷ്യസ്നെസ്സുമായിട്ട് ബന്ധപ്പെട്ട് ക്വാണ്ടം മെക്കാനിക്സിന് ഡയറക്റ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടാവും എന്ന് കരുതുന്നതിൽ വലിയ കാര്യമില്ല. ഒക്കെ നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ഒരു ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റം അല്ല. നമ്മുടെ ബ്രെയിനിന്റെ മാസും അതിന്റെ വെലോസിറ്റിയും ഡിസ്റ്റൻസും ഒക്കെ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇതിനേക്കാളും വളരെ വലിയ നമ്പറാണ് കിട്ടുക. സോ ദാറ്റ്സ് ജസ്റ്റ് ആൻ ഇൻഡിക്കേഷൻ ഏത് ഡിസ്റ്റൻസ് സ്കെയിലാണ് അല്ലെ ഏത് സ്കെയിൽസിലാണ് ക്വാണ്ടം മെക്കാനിക്സ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിനൊരു ഇൻഡിക്കേഷൻ ആണ്. അതുപോലെ വേറെ സെന്റൻസ് ആണ്, കോൺഷ്യസ്നെസ് മേ എക്സിസ്റ്റ് ഇൻ ഫോട്ടോൺസ് വിച്ച് സീം ടു ബി ദ കാരിയർ ഓഫ് ഓൾ ഇൻഫർമേഷൻ ഇൻ ദ യൂണിവേഴ്സ്. അതായത് ഫോട്ടോൺസിനെ കുറിച്ച് ഇലക്ട്രോൺസിനെ കുറിച്ചൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. സ്റ്റാൻഡേർഡ് മോഡലിലുള്ള പാർട്ടിക്കിൾസ് ആണ്. സ്റ്റാൻഡേർഡ് മോഡൽ അനുസരിച്ച് നമ്മൾ എലിമെന്ററി പാർട്ടിക്കിൾസ് എടുക്കുകയാണെങ്കിൽ അതിന് മാസ് ഉണ്ട്, ചാർജ് ഉണ്ട്, സ്പിൻ ഉണ്ട്. ഓക്കെ, ഇപ്പൊ ദീപക് ചോപ്ര പറയുന്നത് ഇത് മൂന്നും അല്ലാതെ കോൺഷ്യസ്നെസ്സും കൂടെ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഈ മാസും ചാർജും സ്പിന്നും മാത്രം കോൺഷ്യസ്നെസ് ഇല്ലാത്ത ഇലക്ട്രോണുകൾ ഉപയോഗിച്ച് നമുക്ക് ലോകത്തെ മുഴുവൻ കൃത്യമായിട്ട് വിവരിക്കാൻ കഴിയുന്നുണ്ട്. അതിന് വിരുദ്ധമായിട്ട് യാതൊരു എക്സ്പെരിമെന്റ്സും ഇല്ല. പക്ഷെ ഇദ്ദേഹം പറയുന്ന കോൺഷ്യസ്നെസ്സും കൂടെ ഉണ്ട് എന്നാണ്. അപ്പൊ അതുകൊണ്ട് ഈ കോൺഷ്യസ്നെസ് ഉള്ള ഫോട്ടോൺസ് കോൺഷ്യസ്നെസ് ഇല്ലാത്ത ഫോട്ടോൺസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എങ്ങനെയാണ് പെരുമാറുക എന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഒരു വ്യത്യാസമൊന്നുമില്ല, പെരുമാറ്റത്തിൽ വ്യത്യാസമൊന്നുമില്ല, പക്ഷെ കോൺഷ്യസ്നെസ് ഉണ്ട്, വെറുതെ കിടക്കട്ടെ എന്നുള്ളതാണ്. അതുപോലെ ഫിസിക്കൽ വേൾഡ് ഇൻക്ലൂഡിങ് അവർ ബോഡീസ് ഇസ് എ റെസ്പോൺസ് ഓഫ് ദ ഒബ്സർവർ. വി ക്രിയേറ്റ് അവർ ബോഡീസ് ആസ് വി ക്രിയേറ്റ് ദ എക്സ്പീരിയൻസ് ഓഫ് അവർ വേൾഡ്. നമ്മളാണ് റിയാലിറ്റി നിർമ്മിക്കുന്നത് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, ഇത് മാത്രമല്ല, വെറുതെ നമ്മളിങ്ങനെ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ ക്വാണ്ടം കോൺവെർസേഷൻസ്, ക്വാണ്ടം ഹീലിംഗ്, ഇത് ഫേസ്ബുക്കിലുള്ള ഒരു കമന്റ് ആണ്. തേങ്ങ ഉടയ്ക്കുന്നതിലെ ശാസ്ത്രീയതയെക്കുറിച്ച് ഇന്റൻഷൻ എക്സ്പെരിമെന്റ് എന്ന പുസ്തകം എഴുതി അവാർഡ് വാങ്ങിയിട്ടുണ്ട് അത്ര ഒരാൾ. അവിടെ പറയുന്നത് നമ്മുടെ ചിന്തകൾ കേന്ദ്രീകരിച്ച് നിർത്തിയാൽ അത് നമ്മൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് ഉണ്ടാക്കുമെന്നാണ്. അതിൽ പറയുന്നത് ക്വാണ്ടം ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് വീഡിയോ യൂട്യൂബിൽ കണ്ടു. അതായത് ക്വാണ്ടം ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് അനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ റിയാലിറ്റിയെ ചൂസ് ചെയ്യാം എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഇതൊന്നും ശരിയല്ല. കാരണം ക്വാണ്ടം മെക്കാനിക്സ് അനുസരിച്ച് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ, ഒബ്സർവേഷൻ നടത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, അതിൽ വേവ് ഫംഗ്ഷൻ കൊളാപ്സ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഏത് പോസിബിലിറ്റിയിലേക്കാണ് കൊളാപ്സ് ചെയ്യുന്നതെന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയില്ല. ദാറ്റ്സ് ജസ്റ്റ് നോട്ട് അലൗഡ് ബൈ ക്വാണ്ടം മെക്കാനിക്സ്. ഓക്കെ, അതായത് വേവ് ഫംഗ്ഷൻ കൊളാപ്സ് ആകുന്നുണ്ടെങ്കിലും ഏത് സാധ്യതയാണ്, ഏത് ഓപ്ഷനാണ് റിയൽ ആവേണ്ടത്, ഏത് ഓപ്ഷനാണ് ആക്ച്വലൈസ് ആകുന്നത് നമുക്ക് തീരുമാനിക്കാൻ കഴിയില്ല. ഓക്കെ, അങ്ങനെ നമുക്ക് തീരുമാനിക്കാൻ കഴിയുന്നു എന്ന് കരുതുക. ഇപ്പൊ ഇലക്ട്രോണിനെ എവിടെ മെഷർ ചെയ്യണം നമുക്ക് തീരുമാനിക്കാൻ കഴിയുന്നു എന്ന് കരുതുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇലക്ട്രോണിനെ എപ്പോഴും ഒരേ പോയിന്റിൽ തന്നെ മെഷർ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ക്വാണ്ടം മെക്കാനിക്സ് ഒരു കാര്യം പറയുന്നുണ്ട് അല്ലെ, ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ ഇലക്ട്രോണിനെ മെഷർ ചെയ്യാനുള്ള പ്രോബബിലിറ്റി ക്വാണ്ടം മെക്കാനിക്സ് പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഓപ്ഷൻസ് ചൂസ് ചെയ്യാൻ കഴിയുമെങ്കിൽ ഈ ക്വാണ്ടം മെക്കാനിക്സ് പ്രെഡിക്റ്റ് ചെയ്യുന്ന പ്രോബബിലിറ്റി അതിൽ നിന്ന് വിരുദ്ധമായിട്ടുള്ള ഉത്തരങ്ങൾ നമുക്ക് കിട്ടേണ്ടതാണ്. ക്വാണ്ടം മെക്കാനിക്സ് പറയും ഇവിടെ 0.5 പ്രോബബിലിറ്റി ഉള്ളൂ. നമ്മൾ പക്ഷെ എന്ത് ചെയ്യാണ്, നമ്മുടെ കോൺഷ്യസ്നെസ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിലൂടെ എല്ലാ തവണയും ഇവിടെ തന്നെ മെഷർ ചെയ്യുകയാണെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സിന്റെ പ്രോബബിലിറ്റി പ്രൊഡിക്ഷൻ തെറ്റാണ് എന്ന് വരും. പക്ഷേ ക്വാണ്ടം മെക്കാനിക്സിന്റെ പ്രൊഡിക്ഷൻസിന് വിരുദ്ധമായിട്ട് യാതൊരു ഇതും ഇതുവരെ ഉണ്ടായിട്ടില്ല. സോ ദിസ് ഇസ് ജസ്റ്റ് ഇമ്പോസിബിൾ. ക്വാണ്ടം മെക്കാനിക്സ് ഇങ്ങനെ ഉണ്ടെന്ന് പറയുന്നു എന്ന് മാത്രമല്ല, എക്സാക്ട്ലി ഇത് സാധ്യമല്ല എന്നും കൂടെ പറയുന്നുണ്ട്.
അപ്പൊ അത് ഇനി അതുപോലെ ഉള്ളൊരു പ്രധാനപ്പെട്ടതാണ് വേദിക് സയൻസ്. വേദിക് സയൻസ് എന്ന് പറയുന്നത് പൊതുവെ വേദങ്ങളും ഉപനിഷത്തുകളും, അതൊരു ഹിന്ദു നാഷണലിസമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഈ വേദങ്ങളിലും ഉപനിഷത്തുകളിലും സയൻസ് എല്ലാം ഉണ്ട്. വേദങ്ങളും ഉപനിഷത്തുകളും എല്ലാം പറയുന്നത് എന്താണ്, നമ്മുടെ പ്രപഞ്ചത്തിന്റെ ക്രമത്തെ കുറിച്ചാണ്. അതിൽ സയൻസ് ഇൻക്ലൂഡഡ് ആണ് എന്നാണ് ഇവർ പറയുന്നത്. അപ്പൊ അത് അവരത് ഹിന്ദു നാഷണലിസ്റ്റ് ഐഡിയാസ് പ്രോപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി ഇത് ഉപയോഗിക്കുന്നുണ്ട്. കാരണം അവർ പറയുന്നത് ഈ നമ്മുടെ ഈ വേദവും ഉപനിഷത്തും എല്ലാം സയൻസ് പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് എന്ന് മാത്രമല്ല കുറച്ചുകൂടെ കൂടുതൽ കാര്യങ്ങളും കൂടെ പറയുന്നുണ്ട്. ക്വാണ്ടം മെക്കാനിക്സ് മുഴുവൻ അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ടെന്ന് മാത്രമല്ല, പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന നിയമം അനുസരിച്ച് ജാതി വ്യവസ്ഥ, വർണ്ണവ്യവസ്ഥ, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്, ഹൈറാർക്കി ഉണ്ട് എന്നും കൂടി വേദങ്ങളും ഉപനിഷത്തുകളൊക്കെ പറയുന്നുണ്ട്. ഇതിൽ ഏതാണ് കൃത്യമായിട്ട് പറയുന്നത് എനിക്കറിയില്ല. അപ്പൊ ഇവര് ഈ വേദങ്ങളും ഉപനിഷത്തുകൾ അല്ലെങ്കിൽ ഇന്ത്യൻ ട്രഡീഷൻസിലുള്ള ചില സ്പെസിഫിക് ആയിട്ടുള്ള ആശയങ്ങളാണ് അല്ലെ പുസ്തകങ്ങളാണ് ഇതൊക്കെ. ഇതിലെല്ലാം ക്വാണ്ടം മെക്കാനിക്സ് ഓൾറെഡി ഉണ്ട് എന്ന് ക്ലെയിം ചെയ്യുന്നതിലൂടെ അതിനൊരു ലെജിറ്റിമസി കൊണ്ടുവരാനാണ് അവർ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വേദിക് സയൻസ്, വേദങ്ങളൊക്കെ പറയുന്ന പോലെയാണ് ജീവിക്കേണ്ടത് എന്നുള്ളത് യൂഷ്വൽ ഹിന്ദു നാഷണലിസം. അപ്പൊ അവർ പൊതുവെ ഈ ക്വാണ്ടം മെക്കാനിക്സ് എടുത്ത് ഉപയോഗിക്കാറുണ്ട്. അതായത് കാപ്രയും ചോപ്രയും ഒക്കെ പറയുന്ന പോലെ ക്വാണ്ടം മെക്കാനിക്സ് ഇതിൽ പറയുന്ന കാര്യങ്ങളെ തന്നെയാണ് ശരിവെക്കുന്നത് എന്നൊക്കെ ഇവരുടെ ആർഗ്യുമെന്റിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ചിലർ ക്വാണ്ടം ഫിസിക്സ് ഈസ് വേദാന്ത ഇൻ ഡിസ്ഗൈസ്. ക്വാണ്ടം ഫിസിക്സ് എന്ന് പറഞ്ഞാൽ വേദാന്തം തന്നെയാണ് എന്ന് പറയുന്നവരുണ്ട്. വേദാന്തം ശാസ്ത്രം തന്നെയാണ്. മെറ്റീരിയൽ വേൾഡിനെ കുറിച്ച് മാത്രമല്ല, മെറ്റീരിയൽ അല്ലാത്ത വേൾഡിനെ കുറിച്ച് ഈ ശാസ്ത്രം പറയുന്നുണ്ട്. എന്ന് മാത്രമല്ല, മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, സമൂഹം എങ്ങനെ കെട്ടിപ്പടുക്കണം എന്നുകൂടി വേദങ്ങൾ പറയുന്നുണ്ട് എന്നുള്ളതാണ്. അതിനെല്ലാം ഒരു സയന്റിഫിക് ആയിട്ടുള്ള ബേസിസ് ഉണ്ട് എന്നാണ് ഇവർ ആർഗ്യൂ ചെയ്യുന്നത്. കാരണം ഇവരുടെ ഉദ്ദേശം, ഇവരുടെ മെയിൻ ഗോള് തന്നെ അങ്ങനെ ഒരു പഴയ ഗ്ലോറിയസ് ആയിട്ടുള്ള ഒരു പാസ്റ്റ് ഉണ്ട്, ആ തരത്തിലുള്ള ജീവിത രീതിയിലേക്ക് തിരിച്ചു പോകണം എന്നൊക്കെയാണ് ഇവർ വാദിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിനെ ഈ നോൺസെൻസ് എന്ന് പറയുന്നതിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ കണ്ടു. ഇതിൽ നല്ല ഉയർന്ന പ്രധാന ചോദ്യങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. അതായത്, ഡസ് ക്വാണ്ടം മെക്കാനിക്സ് നീഡ് എ തിയറി ഓഫ് കോൺഷ്യസ്നെസ്? കോൺഷ്യസ്നെസ് ആണല്ലോ ഇവരെടുക്കുന്നത്. ഈ വേദാന്തമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും കോൺഷ്യസ്നെസ്, അതുപോലെ ഐഡിയലിസം, അതായത് കോൺഷ്യസ്നെസ് ആണ് കൂടുതൽ ഫണ്ടമെന്റൽ ആയിട്ടുള്ളത്, മെറ്റീരിയൽ എന്ന് പറയുന്നത് വെറുതെ ഇല്യൂഷൻ ആണ് എന്ന മട്ടിലുള്ള ഇന്റർപ്രിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ ക്വാണ്ടം മെക്കാനിക്സ് ഇതിലേക്ക് നയിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതിന്റെ ഉത്തരം ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, ക്വാണ്ടം മെക്കാനിക്സ് നമ്മളെല്ലാവരും പഠിക്കുന്നവർക്കറിയാം, നമ്മളെല്ലാവരും ക്വാണ്ടം മെക്കാനിക്സ് പഠിക്കുന്നതാണ്. അവിടെയൊന്നും കോൺഷ്യസ്നെസ്സിനായിട്ട് ബന്ധപ്പെട്ട ഒരു ഹൈപ്പോത്തിസിന്റെ ആവശ്യമേ ഇല്ല. കോൺഷ്യസ്നെസ് എന്താണെന്ന് എങ്ങനെയാണോ എന്നുള്ളതിനെ കുറിച്ചൊരു ഹൈപ്പോത്തിസിസ് ആവശ്യമില്ല. അതില്ലാതെ തന്നെ ക്വാണ്ടം മെക്കാനിക്സ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കാര്യമില്ല. അപ്പൊ അങ്ങനെയാണെന്ന് ആരെങ്കിലും അവകാശപ്പെടുന്നുണ്ടെങ്കിൽ, ക്വാണ്ടം മെക്കാനിക്സ് കോൺഷ്യസ്നെസ്സിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് എന്നാരെങ്കിലും അവകാശപ്പെടുന്നുണ്ടെങ്കിൽ, ഒന്നുകിൽ അവർ നുണ പറയുകയാണ്, അല്ലെങ്കിൽ അവർ ഡെലിവേറ്റഡ് ആണ്, അല്ലെങ്കിൽ നിങ്ങളെ പറ്റിക്കാൻ നോക്കുകയാണ്, അല്ലെങ്കിൽ ഇതെല്ലാം കൂടെയാണ്. പക്ഷെ ക്വാണ്ടം മെക്കാനിക്സ് അങ്ങനെ പറയുന്നില്ല. അതുപോലെ, ക്യാൻ വി ചേഞ്ച് ഓർ ചൂസ് റിയാലിറ്റി ബൈ കോൺസെൻട്രേറ്റിംഗ് തോട്ട്സ് ഓർ മെഡിറ്റേറ്റിംഗ്? അതിന്റെ ആൻസറും ക്വാണ്ടം മെക്കാനിക്സ് നോ എന്നാണ് പറയുന്നത്. കാരണം അങ്ങനെ സാധിക്കുമെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സ് പ്രൊഡിക്റ്റ് ചെയ്യുന്ന പ്രോബബിലിറ്റിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഔട്ട്കംസ് ഉണ്ടാവും. അത് ഒരിക്കലും ഉണ്ടായിട്ടില്ല. അതുപോലെ, ഡസ് ഫിസിക്സ് ലീഡ് ടു ദ കൺക്ലൂഷൻ ദാറ്റ് കോൺഷ്യസ്നെസ് ഇസ് ഫണ്ടമെന്റൽ? ഇതും ഈ വേദിക് സയൻസിൽ പറയുന്നത് കോൺഷ്യസ്നെസ് ആണ് ഫണ്ടമെന്റൽ. ഓക്കെ, അങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് ഫിസിക്സ് നയിക്കുന്നുണ്ടോ? അതിന്റെ ഉത്തരവും ഇല്ല. ഫിസിക്സ് നയിക്കുന്ന കൺക്ലൂഷൻ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. എന്താണത്? നമ്മൾ ജീവിക്കുന്ന ഒരു ഫിസിക്കൽ ലോകത്താണ്. വേണമെങ്കിൽ മെറ്റീരിയൽ ആണ് ഫണ്ടമെന്റൽ എന്ന് ക്വാണ്ടം മോഡേൺ ഫിസിക്സ്, അങ്ങനെ ഒരു കൺക്ലൂഷനിലേക്കാണ് മോഡേൺ ഫിസിക്സ് എത്തുന്നത്. അതായത് നമ്മുടെ ഫിസിക്സ് മുഴുവൻ തന്നെ മെറ്റീരിയൽ ആണ് ഫണ്ടമെന്റൽ എന്നുള്ള അസംഷനിൽ ബിൽഡ് ചെയ്തിട്ടുള്ളതെന്നാണ്. അപ്പോൾ ഇതിന് വിരുദ്ധമായിട്ട് എക്സ്പെരിമെന്റൽ റിസൾട്ട് ഒന്നും ഇല്ല എന്നുള്ളത് ഈ അസംഷനെ ശരിവെക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന് മറിച്ച് നമുക്ക് ഈ ലോകത്തെ കുറിച്ച് മെറ്റീരിയൽ, ദ്രവ്യ മാത്രമായിട്ടുള്ള സിദ്ധാന്തങ്ങൾ ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ കോൺഷ്യസ്നെസ് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഫിസിസിസ്റ്റ് അത് പണ്ടേ ഉപയോഗിച്ച് തന്നെ. ഓക്കെ, ഇപ്പൊ ഫിസിക്സ് മുന്നോട്ട് വയ്ക്കുന്ന കൺക്ലൂഷൻ, മോഡേൺ സയൻസ് മുന്നോട്ട് വയ്ക്കുന്ന കൺക്ലൂഷൻ കോൺഷ്യസ്നെസ് ഫണ്ടമെന്റൽ ആണെന്നല്ല, നേരെ തിരിച്ചാണ്. നമ്മൾ ജീവിക്കുന്ന ഒരു ഫിസിക്കൽ യൂണിവേഴ്സിലാണ്. അൺഫിസിക്കൽ ആയിട്ടുള്ള യാതൊന്നും തന്നെ, അൺഫിസിക്കൽ ആയിട്ടുള്ള കോൺഷ്യസ്നെസ്സോ ആത്മാവോ ദൈവമോ അങ്ങനെയൊന്നും ഈ ലോകത്തെ വിശദീകരിക്കാൻ നമുക്ക് ആവശ്യമില്ല എന്ന് തന്നെയാണ് മോഡേൺ ഫിസിക്സ് പറയുന്നത്. ഡസ് ഫിസിക്സ് സപ്പോർട്ട് വേദാന്തിക് വേൾഡ് വ്യൂ? തീർച്ചയായിട്ടും ഇല്ല. നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കൺക്ലൂഷനാണ് ഫിസിക്സിൽ നിന്ന് വരുന്നത്. ഓക്കെ, അതായത് എല്ലാം ദ്രവ്യമാണ്, ദ്രവ്യം മാത്രമാണ് എന്നുള്ള സങ്കല്പത്തിൽ അധിഷ്ഠിതമാണ് ഭൗതിക ശാസ്ത്രം. ദ്രവ്യമല്ലാതെ അതിൽ നിന്നും വേറിട്ട
മനസ്സ്, ആത്മാവ്, പ്രജ്ഞ, കോൺഷ്യസ്നസ് എന്നിങ്ങനെ മറ്റെന്തെങ്കിലും ഉണ്ടാകാം എന്ന സങ്കല്പം ആവശ്യപ്പെടുന്ന ഒന്നും തന്നെ അടിസ്ഥാന സിദ്ധാന്തങ്ങളിലില്ല, പരീക്ഷണ നിരീക്ഷണങ്ങളിലും ഇല്ല. അതായത് മോഡേൺ ഫിസിക്സ് ഈ രീതിയിലുള്ള കോൺഷ്യസ്നസ് പോലുള്ള കാര്യങ്ങൾ ഫണ്ടമെന്റൽ ആണെന്ന് പ്രൂവ് ചെയ്യുന്നുണ്ട് എന്ന് ആൾക്കാർ പറയുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. അങ്ങനെയല്ല, നേരെ വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് മോഡേൺ ഫിസിക്സ് മുന്നോട്ട് വയ്ക്കുന്നത്. മോഡേൺ ഫിസിക്സ് അനുസരിച്ച് എവറിത്തിങ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ദീസ് എലിമെന്ററി പാർട്ടിക്കിൾസ്. ഓക്കെ, അപ്പൊ ഇതിന്റെ എക്സാക്ട് മെറ്റീരിയൽ നേച്ചർ എന്താണെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പല പല ഡിഫറെന്റ് ആയിട്ടുള്ള ആശയങ്ങളിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ അതെല്ലാം അപ്പോഴും ഫിസിക്കൽ തന്നെയാണ്. കാരണം ആദ്യം നമ്മൾ പാർട്ടിക്കിൾസ് ആണെന്നാണ് കരുതിയത്, പിന്നെ ഫീൽഡ് ആണ് കൂടുതൽ ഫണ്ടമെന്റൽ, ഫീൽഡിന്റെ എക്സൈറ്റേഷൻസ് ആണ് പാർട്ടിക്കിൾസ് എന്നുള്ളതിലേക്ക് വന്നു. ഇനി ഇതല്ല, ഫീൽഡിനെക്കാളും ഫണ്ടമെന്റൽ ആയിട്ടുള്ള സ്ട്രിങ്സ് ആണ് എന്ന് പറയുന്ന സിദ്ധാന്തങ്ങളുണ്ട്. അതിനെയും കംപ്ലീറ്റഡ് ആവാനുള്ള തിയറിയാണ്. പക്ഷെ ഇത് എന്ത് തന്നെയാണെങ്കിലും ഇറ്റ്സ് ഓൾ ഫിസിക്കൽ. ഫീൽഡ് ആണെങ്കിലും സ്ട്രിങ് ആണെങ്കിലും ഇതെല്ലാം ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഫിസിക്കൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊന്നും അവിടെ ആവശ്യമില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വേദാന്തവും മിസ്റ്റിസിസും ഒക്കെ പറയുന്നത് അഹം ബ്രഹ്മാസ്മി എന്നാണെങ്കിൽ മോഡേൺ ഫിസിക്സിന്റെ കൺക്ലൂഷൻ അഹം ദ്രവ്യാസ്മി എന്നുള്ളതാണ്. അതായത് ഇത് തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, കോൺട്രഡിക്ടറി ആണ്. അതായത് മോഡേൺ സയൻസിന്റെ വെളിച്ചത്തിൽ നമ്മൾ വേദങ്ങളെയും ഇതുപോലുള്ള മിസ്റ്റിസിസത്തിനെയും വിലയിരുത്താൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ ഈ മിസ്റ്റിസിസത്തിനെ തള്ളിക്കളയേണ്ടി വരും. ഓക്കെ, അങ്ങനെ ഒരു വിലയിരുത്തൽ ആവശ്യമാണ്. മിസ്റ്റിസിസം മാത്രമല്ല, ഏതൊരു റിലീജിയസ് ട്രഡീഷൻസ് എടുക്കുകയാണെങ്കിലും മോഡേൺ സയൻസിന്റെ വെളിച്ചത്തിൽ നമ്മൾ അതിനെ തള്ളിക്കളയേണ്ടതാണ്. ഓക്കെ, അപ്പൊ ഇത് വിക്ടർ ജെ സ്റ്റെങ്കറിന്റെ ഒരു കോട്ടാണ്. When people start using science to argue for their specific beliefs and delusions, to try to claim that they are supported by science. ആൾക്കാർക്ക് പല പല പ്രീഡിസ്പോസിഷൻസ് ഉണ്ടാവും, ചില കാര്യങ്ങൾ വിശ്വസിക്കണമെന്നുണ്ടാവും. പക്ഷെ അത് വിശ്വസിക്കുക മാത്രമല്ല, അവർ എന്തുകൂടിയാണ് ക്ലെയിം ചെയ്യുന്നത്? എന്റെ വിശ്വാസത്തെ സയൻസ് സാധൂകരിക്കുന്നുണ്ട് എന്നുകൂടി ക്ലെയിം ചെയ്യുന്നുണ്ട്. അപ്പൊ സയന്റിസ്റ്റിന് ഇങ്ങനെ ഒരു ഉത്തരവാദിത്വം കൂടെ ഉണ്ട്. Scientists at least have to speak up and say, you are welcome to your delusions, but don't say that they are supported by science. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡെലൂഷൻസ് കൊണ്ട് കിടക്കാം, പക്ഷെ സയൻസ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ചും മോഡേൺ ഫിസിക്സ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറയരുത്. ഓക്കെ, അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മോഡേൺ ഫിസിക്സിന്റെ വെളിച്ചത്തിൽ ഇത്തരത്തിലുള്ള മിസ്റ്റിക്കൽ ട്രഡീഷൻസിനെ പരിശോധിക്കുകയാണെങ്കിൽ ഓക്കെ, അത് പരസ്പര വിരുദ്ധമാണ്. അതിന്റെ കൺക്ലൂഷൻസ്, മോഡേൺ ഫിസിക്സിന്റെയും മിസ്റ്റിക് ട്രഡീഷൻസിന്റെയും കൺക്ലൂഷൻസ് എക്സാക്ട്ലി കോൺട്രഡിക്ടറി ആണെന്നാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫിസിക്സിൽ ഇപ്പോൾ നമ്മൾ സയൻസിലെ നോക്കാംസ് റേസർ എന്ന് പറഞ്ഞൊരു ടൂൾ ഉപയോഗിക്കാറുണ്ട്. അതായത് ഒരേ കാര്യത്തെ തന്നെ രണ്ട് തിയറി ഉപയോഗിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ അതിലുള്ള സിംപിളർ ആയിട്ടുള്ള തിയറിയാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതായത് പ്യുവർലി ഫിസിക്കൽ ആയിട്ടുള്ള തിയറി ഉപയോഗിച്ച് നമുക്ക് ഈ ലോകത്തെ, നമ്മൾ ഇന്ന് കാണുന്ന ലോകത്തെ വിശദീകരിക്കാൻ കഴിയുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ തിയറിയുടെ കൂടെ കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞൊരു എക്സ്ട്രാ എൻറ്റിറ്റി, അല്ലെ സോൾ എന്ന് പറഞ്ഞൊരു എക്സ്ട്രാ എൻറ്റിറ്റിയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേറെ തിയറിനെ എക്സ്പ്ലെയിൻ ചെയ്ത് ഇതേ കാര്യത്തിൽ തന്നെയാണ് അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അതിന് ഈ കോൺഷ്യസ്നെസ് ഉണ്ട് എന്നുള്ളതിനോ സോൾ ഉണ്ട് എന്നുള്ളതിനോ വേറെ പ്രത്യേകിച്ച് ഈ മെറ്റീരിയൽ മാത്രമായിട്ടുള്ള തിയറീസിന്റെ പ്രൊഡിക്ഷൻസിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള യാതൊരു പ്രൊഡിക്ഷൻസും മുന്നോട്ട് വയ്ക്കുന്നില്ല. ആകെ പറയുന്നത് എന്താണ്? ഇതൊക്കെ ശരി തന്നെ, ഇതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു എൻറ്റിറ്റിയും കൂടെ ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള തിയറീസ് അല്ലെ അങ്ങനെയുള്ള ആശയങ്ങൾ ഓക്കാംസ് റേസർ എന്ന് പറയുന്ന ടൂൾ ഉപയോഗിച്ച് നമ്മൾ മുറിച്ച് മാറ്റേണ്ടതാണ് എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ ഇതിൻ്റെ കൂടെ നമുക്ക് എന്ത് വേണേലും ആഡ് ചെയ്യാം അല്ലെ. അതായത് നിങ്ങൾ പറഞ്ഞ ക്വാണ്ടം മെക്കാനിക്സ് ഒക്കെ ശരിയാണ്, പക്ഷെ അതിൻ്റെ കൂടെ ഡിങ്കനും കൂടെ ഉണ്ട്. ക്വാണ്ടം മെക്കാനിക്സ് പ്രൊഡിക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ഡിങ്കനും കൂടെയുള്ള ക്വാണ്ടം മെക്കാനിക്സ് പ്രൊഡിക്റ്റ് ചെയ്യുന്നതെന്നാണ്. അപ്പൊ നമ്മൾ എന്താ പറയുന്നത്? ഡിങ്കൻ ഇല്ലാതെ തന്നെ ക്വാണ്ടം മെക്കാനിക്സ് ഈ കാര്യങ്ങൾ പ്രൊഡിക്റ്റ് ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഡിങ്കൻ എന്നുള്ളതാണ്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഈ ലോകത്തെ, നമ്മളിന്ന് കാണുന്ന ലോകത്തെ വിവരിക്കാൻ, പരീക്ഷണ നിരീക്ഷണങ്ങളെല്ലാം വിശദീകരിക്കാൻ മെറ്റീരിയലിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള, ഫിസിക്കൽ വേൾഡിൽ നിന്ന് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വേറെ ഈ രീതിയിലുള്ള സ്പിരിറ്റോ കോൺഷ്യസ്നെസ്സോ അങ്ങനെ ഒരു സാധനത്തിന്റെ ആവശ്യമില്ല എന്നാണ് മോഡേൺ ഫിസിക്സിന്റെ കൺക്ലൂഷൻ. അപ്പോൾ ക്വാണ്ടം നോൺസെൻസ് മുഴുവനായിട്ട് നമുക്ക് പരിശോധിക്കാൻ കഴിഞ്ഞിട്ടില്ല, ബട്ട് ഐ തിങ്ക് ഐ ഗേവ് ആൻ ഓവർവ്യൂ. അപ്പൊ അതോടെ എന്റെ പ്രസന്റേഷൻ അവസാനിക്കുകയാണ്. ശ്രദ്ധിച്ചിരുന്ന എല്ലാവർക്കും താങ്ക്സ്. താങ്ക് യു ഡോക്ടർ സെബാസ്റ്റ്യൻ. നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. നേരത്തെയുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട്, നമ്മുടെ ഫസ്റ്റ് ഹാഫായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും കൂടെ ബാക്കിയുണ്ടായിരുന്നു. നമുക്ക് അതിൽ കൂടെ ഒന്ന് പെട്ടെന്ന് കടന്നു പോകാം. In the double slit experiment, is the probability of finding the electron is 0 in the dark band or just lower compared to the bright band? Probability exactly 0 ആകുന്നുണ്ടോ അതോ മറ്റേതിനെക്കാട്ടും കുറവാണോ ബ്രൈറ്റ് ആയിട്ടുള്ള
ബാൻഡിനെക്കാട്ടും കുറവാണോ എന്നാണ് ചോദിക്കുന്നത്. അത് വളരെ ഐഡിയലൈസ്ഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസിൽ പ്രോബിലിറ്റി 0 ആവുന്ന പോയിന്റ്സ് നമുക്ക് കണ്ടെത്താം. അങ്ങനെയുള്ള എക്സ്പീരിയൻസ് നമുക്ക് ഡിസൈൻ ചെയ്യാം. അതിപ്പോൾ ഏത് എക്സ്പെരിമെന്റ് ആണ് ചെയ്യുന്നതനുസരിച്ച് മാറ്റം വരും. എക്സാക്ട്ലി 0 ആയിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ചില പോയിന്റിൽ 0 ആവുന്നുണ്ടെന്നുള്ളത് നമുക്ക് കാണിക്കാൻ കഴിയും. ആ പ്രോബിലിറ്റി ആംപ്ലിറ്റ്യൂഡ്സ് ചില പോയിന്റ്സിൽ ക്യാൻസൽ ആവുന്നുണ്ട് എന്നുള്ളത് കാണിക്കാൻ കഴിയും. ഡാർക്ക് ബാൻഡിലല്ല. ഡാർക്ക് ബാൻഡ് എന്ന് പറയുന്നത് ഈ കേസിൽ ഡാർക്ക് ആയിട്ട് കാണിച്ചിരിക്കുന്നത് പാർട്ടിക്കിൾസ് എത്തുന്ന സ്ഥലമാണ്. പാർട്ടിക്കിൾസ് എത്താത്ത ചില സ്ഥലങ്ങളുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, മറ്റൊരു ചോദ്യം, ഇലക്ട്രോൺ ഹാവ് മാസ്, ദെൻ ഹൗ ക്യാൻ വി ടെൽ ആസ് പോയിന്റ് മാസ്? അതിനെ ഒരു പോയിന്റ് ആയിട്ട് പറയുന്നത് എങ്ങനെയാണ്? ഒരു മാസ് ഉണ്ടെങ്കിൽ അതൊരു എക്സ്റ്റെൻഡഡ് ഒബ്ജക്റ്റ് ആയിരിക്കണ്ടേ? അല്ലെങ്കിൽ പക്ഷെ അതിന്റെ ഡെൻസിറ്റിയെ പറ്റിയോ മറ്റോ ആണ് സംസാരിക്കുന്നതെന്ന് ഞാൻ സംശയിക്കുന്നു. ഇലക്ട്രോൺ ഹാവ് മാസ്, ദെൻ ഹൗ ക്യാൻ വി ടെൽ ആസ് പോയിന്റ് മാസ്? ഇതൊരു കമന്റ് പോലെ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് കാണാവുന്ന ഒരു ചോദ്യം. ഓക്കെ, ഇപ്പൊ ക്വാണ്ടം മെക്കാനിക്സിൽ നമ്മൾ ഇലക്ട്രോൺസിനെ പോയിന്റ് പാർട്ടിക്കിൾസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. 0 എക്സ്റ്റൻഷനുള്ള എലിമെന്ററി ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. മാത്തമാറ്റിക്കലി നമ്മൾ അതിനെ അങ്ങനെയാണ് കണക്കാക്കുന്നത്. അതുപയോഗിച്ച് എങ്ങനെയാണ് കാൽക്കുലേഷൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് റിസൾട്ട്സ് കൊണ്ടുവരേണ്ടത് നമുക്കറിയാം. പക്ഷെ എന്താണ് അതിന്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല. പക്ഷെ നമുക്കറിയാം ഈ ക്വാണ്ടം മെക്കാനിക്സ് എന്ന നിലയിൽ നമ്മളിപ്പോൾ പറഞ്ഞത് മുഴുവൻ ശരിക്കും നോൺ റിലേറ്റിവിസ്റ്റിക് ക്വാണ്ടം മെക്കാനിക്സ് മാത്രമാണ്. പക്ഷെ ക്വാണ്ടം മെക്കാനിക്സ് പറഞ്ഞാൽ നോൺ റിലേറ്റിവിസ്റ്റിക് ക്വാണ്ടം മെക്കാനിക്സ് മാത്രമല്ല, നമുക്ക് പലതരം ഫിസിക്കൽ സിസ്റ്റംസിനെ കുറിച്ച് തിയറീസ് കൺസ്ട്രക്ട് ചെയ്യാനുള്ള ഒരു ഫ്രെയിം വർക്കും കൂടിയാണ് ക്വാണ്ടം മെക്കാനിക്സ്. അപ്പൊ നമ്മൾ ശരിക്കും ഇപ്പൊ മനസ്സിലാക്കുന്നത് ഫണ്ടമെന്റൽ ആയിട്ടുള്ള എൻറ്റിറ്റീസ് ഫീൽഡ് ആണെന്നുള്ളതാണ്. ഈ ഫീൽഡിന്റെ ക്വാണ്ടം മെക്കാനിക്സ് നമുക്ക് എഴുതാം. അതായത് ക്വാണ്ടം മെക്കാനിക്സ് എന്നുള്ള ഫ്രെയിം വർക്കിൽ ഫീൽഡ്സിനെ വിവരിക്കുന്ന തിയറീസ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം. അങ്ങനെ തിയറി ഉണ്ട്, ക്വാണ്ടം ഫീൽഡ് തിയറി. ആ തിയറി ഈ സ്റ്റാൻഡേർഡ് മോഡലിന്റെ ഒക്കെ ബേസിക് ആയിട്ടുള്ള തിയറി എന്ന് പറയുന്നത് ക്വാണ്ടം ഫീൽഡ് തിയറി ആണ്. ക്വാണ്ടം ഫീൽഡ് തിയറി അനുസരിച്ച് ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഫീൽഡ്സ് ആണ്, അതായത് എല്ലായിടത്തും സ്പ്രെഡായി കിടക്കുന്ന ഫീൽഡ്സ് ആണ്, ക്വാണ്ടം ഫീൽഡ്സ് ആണ്. ഈ ഫീൽഡ്സിന്റെ എക്സൈറ്റേഷൻസിനെയാണ് നമ്മൾ ശരിക്കും ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. ഇപ്പൊ ക്വാണ്ടം ഫീൽഡ് തിയറി വരുമ്പോൾ അവിടെ പോയിന്റ് മാസ് ആയിട്ട്, പക്ഷെ എല്ലായിടത്തും ഉണ്ട്. അതിപ്പോ നമ്മള് ഫണ്ടമെന്റലി സ്ട്രിങ് ആയിട്ട് പോവുകയാണെങ്കിൽ, സ്ട്രിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ സ്ട്രിങ്ങിന് 1 ഡയമെൻഷൻ മാത്രമുള്ളതായിട്ടൊക്കെ കണക്കാക്കേണ്ടി വരാറുണ്ട്. സോ മാത്തമാറ്റിക്കലി വി ക്യാൻ ഡു ദാറ്റ്. ഇനി എക്സാക്ട്ലി പോയിന്റ് പാർട്ടിക്കിൾ തന്നെയാണോ അതോ നെഗ്ലിജിബിൾ ആയിട്ടുള്ള വളരെ ചെറിയ എക്സ്റ്റൻഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കത് കൃത്യമായിട്ട് അറിയില്ല. മറ്റൊരു ചോദ്യം ഫിക്ഷൻ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ഒരു പക്ഷേ ക്വാണ്ടം ഫിക്ഷനും നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരിക്കും, കഥകളിലും ഒക്കെ വരുന്നത്. വാട്ട് ഇന്റർപ്രിട്ടേഷൻ ഈസ് യൂസ്ഡ് ഫോർ ക്വാണ്ടം ബേസ്ഡ് എഞ്ചിനീയറിംഗ് ആൻഡ് ദാറ്റ് ഫോർ മൂവീസ് ലൈക്ക് ഇന്റർസ്റ്റെല്ലാർ? ഒരു പക്ഷേ സയൻസ് ഫിക്ഷനിലേക്ക് നമ്മൾ കടന്നിട്ടില്ലായിരുന്നു, പക്ഷെ അതിനെ കുറിച്ചുള്ള ഒരു ചോദ്യമായിട്ട് കാണാം. ഇന്റർസ്റ്റെല്ലാറില് കൂടുതലും ജനറൽ റിലേറ്റിവിറ്റി ആണ് വരുന്നത്. അതിൽ ക്വാണ്ടം മെക്കാനിക്സ് വരുന്നതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അതിൽ ക്വാണ്ടം മെക്കാനിക്സിന്റെ ഇതിൽ ഉപയോഗിക്കുന്നുണ്ടോ? എനിക്കും സംശയമാണ്. നമുക്ക് ആ അത്തരം ചോദ്യങ്ങളിലേക്ക് നമുക്ക് പിന്നീട് വരാമെന്ന് കരുതുന്നു. ഫിസിക്സ് ആയിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യം എനിക്ക് തോന്നുന്നു, ഇസ് ദ കോൺസെപ്റ്റ് ഓഫ് ഫോട്ടോൺ വൺ സിംഗിൾ ഓർ ആർ ദ ന്യൂമറസ് ഫോട്ടോൺസ് ആസ് ബേസിക് പാർട്ടിക്കിൾ? ഫോട്ടോൺ എന്ന് പറയുമ്പോൾ അതൊരു ഒറ്റൊരു വസ്തുവാണോ അതോ കുറെ ഫോട്ടോൺ ചേർന്നതിനാണോ നമ്മൾ ലൈറ്റ്? എന്താണ് ഫോട്ടോൺ? ലൈറ്റ് ഒരു സിംഗിൾ എൻറ്റിറ്റി ആണോ അതൊരു കളക്ഷൻ ഓഫ് തിങ്സ് ആണോ? ഒരു ഫോട്ടോൺ എന്ന് പറയുന്നത് സിംഗിൾ ഫോട്ടോൺ എന്ന നിലയിലാണ്. അതായത് അത് വരുന്ന ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എനർജി ട്രാൻസ്ഫർ ചെയ്യുന്ന പാക്കറ്റ്സ് ആയിട്ട് എന്നാണ്. അപ്പൊ ആ പാക്കറ്റ്, ഒരു പാക്കറ്റിനെയാണ് നമ്മൾ ഫോട്ടോൺ എന്ന് പറയുന്നത്. നമ്മുടെ മോഡേൺ അണ്ടർസ്റ്റാൻഡിംഗ് അനുസരിച്ച് ഈ ഫോട്ടോൺ എന്ന് പറയുന്നത് അതിനേക്കാളും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് ആണ്. ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡിന്റെ എക്സൈറ്റേഷൻസിനെയാണ് നമ്മൾ ഫോട്ടോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സൈറ്റേഷന്റെ നേച്ചർ അനുസരിച്ച് ഒരു ഫോട്ടോൺ ആവാം, ഒന്നിലധികം ഫോട്ടോൺസ് ആവാം. അതുകൊണ്ടൊന്നും കുഴപ്പമില്ല. പക്ഷെ എല്ലാ ഫോട്ടോൺസ് ഐഡന്റിക്കൽ ആണെന്ന് മാത്രമേ ഉള്ളൂ. ഇലക്ട്രോൺസ് എല്ലാം ഐഡന്റിക്കൽ ആണ്, എക്സാക്ട്ലി സെയിം പ്രോപ്പർട്ടീസ് ആണ്. പക്ഷെ അത് നമ്മൾ കൊടുക്കുന്ന എക്സൈറ്റേഷൻ അനുസരിച്ച് ഇറ്റ് കുഡ് ബി 1 ഫോട്ടോൺ, 2 ഫോട്ടോൺ ഓർ എനി നമ്പർ ഓഫ് ഫോട്ടോൺസ്. അത് തന്നെയാണോ ചോദിച്ചത്? ഒരു പക്ഷേ ഫോട്ടോന്റെ ഡെഫിനിഷൻ ഇലക്ട്രോൺ പോലെ ഒരു സിംഗിൾ എൻറ്റിറ്റി എന്നാണോ അതോ ഒരു എക്സ്റ്റെൻഡഡ് ഒബ്ജക്റ്റിനെയാണോ സൂചിപ്പിക്കുന്നത്? ഓക്കെ, ഫോട്ടോണിന്റെ എലമെന്ററി പാർട്ടിക്കിൾ ആയിട്ടാണ് നമ്മളുടെ കറണ്ട് ഒബ്സർവേഷൻസും സയൻസും കൺസിഡർ ചെയ്യുന്നത്. മറ്റൊരു സയൻസ് റിലേറ്റഡ് ചോദ്യത്തിലേക്ക് ഉണ്ട്. കമ്പ്യൂട്ടിംഗ് ഈസ് ബേസ്ഡ് ഓൺ പ്രോപ്പർട്ടീസ് ദാറ്റ് ആർ ഡിഫൈൻഡ് ആൻഡ് thus predictable. In other words, deterministic. How does quantum computing overcome this without predictable outcome but only probabilities? Quantum mechanics probability വെച്ച് വർക്ക് ചെയ്യുമ്പോൾ ഡിറ്റർമിനിസ്റ്റിക് ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്ന സെറ്റപ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുക? പക്ഷേ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ആയിട്ട് ബന്ധപ്പെട്ട നമ്മുടെ മുൻ ലൂക്ക ടോക്കുകളിൽ ഇത് അഡ്രസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമായിരിക്കും.
അപ്പോൾ ഡിറ്റർമിനിസം എന്ന് പറയുന്ന കുറച്ച് സറ്റിൽ ആയിട്ടുള്ള ഇഷ്യൂ ആണ്. ക്വാണ്ടം മെക്കാനിക്സും ഡിറ്റർമിനിസ്റ്റിക് ആണ്. അതായത് ഷ്രോഡിംഗർ ഇക്വേഷൻ അനുസരിച്ചുള്ള ടൈം എവല്യൂഷൻ ഡിറ്റർമിനിസ്റ്റിക് തന്നെയാണ്. ഏതെങ്കിലും സമയത്ത് വേവ് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ വേറെ ഏതൊരു സമയത്തെയും വേവ് ഫംഗ്ഷൻ എക്സാക്ട്ലി ഷ്രോഡിംഗർ ഇക്വേഷൻ ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ലെവലില് ഡിറ്റർമിനിസ്റ്റിക് ആണ്. പക്ഷെ നമ്മൾ മെഷർമെന്റ് നടത്തുമ്പോൾ എന്ത് മെഷർമെന്റ് ഔട്ട്കം വരണം എന്നുള്ളത് ഡിറ്റർമിൻഡ് അല്ല, അതിന്റെ പ്രോബിലിറ്റീസ് മാത്രമാണ് ഡിറ്റർമിൻഡ് ആയിട്ടുള്ളത്. ഓക്കെ, ക്വാണ്ടം കമ്പ്യൂട്ടിംഗിൽ ഇത് മുൻപ് വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ അത് ഈ സൂപ്പർ പൊസിഷൻ ഉപയോഗിച്ച് ഒന്നിലധികം സ്റ്റേറ്റിൽ സൂപ്പർ പൊസിഷനിലായിരിക്കുന്ന ഇത് നമുക്ക് ഉപയോഗിച്ച് ചില കാൽക്കുലേഷൻസ് വേഗം നടത്താന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ നടത്തുകയും ഇന്റർഫറൻസ് ഉപയോഗിച്ച് കറക്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ചൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള അൽഗോരിതംസ് ആൾക്കാർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് അതിൽ കൂടുതൽ എനിക്ക് അതിനെ കുറിച്ച് പറയാൻ അറിയില്ല. വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പ്രോബ്ലംസിനാണ് പൊതുവെ നമുക്ക് ഇങ്ങനെയുള്ള അൽഗോരിതംസ് നിലവിലുള്ളൂ, അല്ലെ? വളരെ കുറച്ച് പ്രോബ്ലംസിനല്ലേ അങ്ങനെയുള്ളൂ. അതെ, സെർച്ച് അൽഗോരിതം അല്ലെങ്കിൽ പ്രൈം ഫാക്ടറൈസേഷൻ അങ്ങനത്തെ കുറച്ച് അൽഗോരിതംസ് ഒക്കെയാണ് ഞാനും കേട്ടിരിക്കുന്നത്. മറ്റൊരു ചോദ്യം ഉപേക്ഷ നേരത്തെ ഇലക്ട്രോണിനെ പറ്റി ചോദിച്ചൊരു ചോദ്യം തന്നെയാണെന്ന് തോന്നുന്നു, അതുമായിട്ട് സിമിലർ ആണ്. സ്ട്രിങ്സ് സത്യത്തിൽ എന്താണ്, അതിന്റെ ഒരു ഫിസിക്കൽ റിയലൈസേഷൻ എങ്ങനെയാണ്, അതിന് മാസ് ഉണ്ടോ എന്ന രീതിയിലുള്ള 1-2 ചോദ്യങ്ങളുണ്ട്. ഞാൻ എല്ലാം കൂടി ഒരു കംപ്രസ് ചെയ്ത് ചോദിക്കുകയാണ്. എന്താണ് എക്സാക്ട്ലി സ്ട്രിംഗ് തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു വളരെ ടെക്നിക്കൽ ആയിട്ടൊരു ആൻസറും നമുക്ക് പ്രതീക്ഷിക്കാൻ തോന്നുന്നു. സ്ട്രിംഗ് തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് പലതരം ഫിസിക്കൽ ഫിനോമിനെ കുറിച്ച് തിയറി നിർമ്മിക്കാനുള്ള ഒരു ഫ്രെയിംവർക്ക് ആണ് ഈ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഫീൽഡ് ആണ് ഫണ്ടമെന്റൽ എന്നുള്ള അസംഷനിൽ ഫീൽഡ്സ് ഒബേ ചെയ്യുന്ന ക്വാണ്ടം തിയറി ഡെവലപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഫീൽഡ്സിന്റെ ക്വാണ്ടം തിയറി ഡെവലപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ വേറെ ചില ഐഡിയാസ് മുന്നോട്ട് വരികയാണ്. ഫീൽഡിനേക്കാളും ഫണ്ടമെന്റൽ ആയിട്ട് നമുക്ക് സ്ട്രിങ്സ് എന്ന് പറയുന്നത് 1 ഡയമെൻഷണൽ എൻറ്റിറ്റീസിനെ കണക്കാക്കാം. ഈ 1 ഡയമെൻഷണൽ എൻറ്റിറ്റീസിന് ക്വാണ്ടം റൂൾസ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്ത് ഔട്ട്കം ആണ് കിട്ടുന്നത് എന്നുള്ള ചോദ്യമാണ് യഥാർത്ഥത്തിൽ സ്ട്രിംഗ് തിയറി. അതാണ് സ്ട്രിംഗ് തിയറി. സ്ട്രിംഗ് തിയറിന് അതിന് വളരെയധികം പോസിബിലിറ്റീസിലേക്ക് പോയിട്ടുണ്ട്. പക്ഷെ ബേസിക് ആയിട്ട് ഇതാണ്, വാട്ട് ഹാപ്പൻസ് ഇഫ് യു അപ്ലൈ the rules of quantum mechanics to 1 dimensional strings, അതായത് ലെങ്ത് മാത്രം ഉള്ള സ്ട്രിങ്സിന് ക്വാണ്ടം മെക്കാനിക്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക, എന്ത് തരത്തിലുള്ള പ്രൊഡിക്ഷൻസ് ആണ് മുന്നോട്ട് വയ്ക്കുന്നത്, എന്ത് തരത്തിലുള്ള തിയറിയാണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് സ്ട്രിംഗ് തിയറി. അതിന്റെ മാത്തമാറ്റിക്സ് ക്വാണ്ടം ഫീൽഡ് തിയറിയേക്കാളും വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷെ അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഔട്ട്കം എന്ന് പറയുന്നത്, ഈ സ്റ്റാൻഡേർഡ് മോഡലുമായിട്ട് ബന്ധപ്പെട്ടാണ് സ്ട്രിംഗ് തിയറി ആദ്യം ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചതെങ്കിലും ഈ സ്ട്രിങ്ങിന്റെ നമുക്കറിയാം എല്ലാ പോസിബിലിറ്റീസിന്റെ സൂപ്പർ പൊസിഷൻ ഒക്കെ ക്വാണ്ടം മെക്കാനിക്സിൽ എടുക്കണം എന്നറിയാം. അപ്പൊ സ്ട്രിങ്സിന് പല രീതിയിൽ ഓപ്പൺ സ്ട്രിങ്സ് ഉണ്ടാവാം, ക്ലോസ്ഡ് സ്ട്രിങ്സ് ഉണ്ടാവാം. അപ്പൊ ചില തരത്തിലുള്ള പോസിബിലിറ്റീസ് നോക്കിയപ്പോ ഗ്രാവിറ്റോൺ എന്ന് പറയുന്ന പാർട്ടിക്കിൾ ആണ് ഗ്രാവിറ്റിയുടെ കാരിയർ എന്നാണ് നമ്മൾ ഹൈപ്പോത്തസൈസ് ചെയ്യുന്നത്. അങ്ങനെ ഒരു തിയറി, കംപ്ലീറ്റഡ് ആയിട്ടുള്ള തിയറി ഇല്ല. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് നമുക്കിപ്പോഴും ഗ്രാവിറ്റിയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ക്വാണ്ടം തിയറി ഇല്ല. നമുക്ക് ആകെ ഉള്ളത് ബാക്കി 3 ഫോഴ്സിനെയും ഡിസ്ക്രൈബ് ചെയ്യുന്ന തിയറി ഉണ്ട്. അതായത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സും ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സും. ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന തിയറിയാണ് സ്റ്റാൻഡേർഡ് മോഡൽ. സ്റ്റാൻഡേർഡ് മോഡലിന്റെ ബേസിക് ഐഡിയ എന്ന് പറയുന്നത് ഈ ഫോഴ്സിന്റെ കാരിയേഴ്സ് ആയിട്ട് ചില പാർട്ടിക്കിൾസ് ഉണ്ടാവും. ഇലക്ട്രോമാഗ്നറ്റിക് ഇന്ററാക്ഷന്റെ കാരിയർ ആണ് ഫോട്ടോൺ, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിന്റെ കാരിയർ ആണ് ഗ്ലൂവോൺ. അതുപോലെ വീക്ക് ആയിട്ടുള്ള ന്യൂക്ലിയർ ഫോഴ്സിന് 3 കാരിയേഴ്സ് ഉണ്ട്, W+- ബോസോൺസും Z ബോസോൺ. അതുപോലെ ഗ്രാവിറ്റിയെ ഇതേ ഫ്രെയിംവർക്കിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കുന്ന അവിടെയുള്ള ഫോഴ്സ് ക്യാരിയിങ് പാർട്ടിക്കിളിനാണ് ഗ്രാവിറ്റോൺ എന്ന് പറയുന്നത്. ഗ്രാവിറ്റോണിന്റെ ചില പ്രോപ്പർട്ടീസ് നമുക്കറിയാം, അത് മാസ്ലെസ് ആയിരിക്കണം, അത് സ്പിൻ 2 പാർട്ടിക്കിൾ ആയിരിക്കണം. അപ്പോ ഈ സ്ട്രിംഗ് തിയറി ഇങ്ങനെ നമ്മൾ സ്ട്രിങ്സിനെ ക്വാണ്ടൈസ് ചെയ്ത് കഴിയുമ്പോൾ ഈ സ്പിൻ ഹാഫ് പാർട്ടിക്കിളിനെ കറസ്പോണ്ട് ചെയ്യുന്ന ചില പോസിബിലിറ്റീസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആൾക്കാർ ആദ്യം അതൊരു ശല്യമായിട്ടാണ് കണ്ടത്. പക്ഷെ പിന്നീട് മനസ്സിലാക്കി ഒരുപക്ഷെ സ്ട്രിംഗ് തിയറി നമ്മൾ സ്റ്റാൻഡേർഡ് മോഡലിനെ ഇത് ചെയ്യാനാണല്ലോ ശ്രമിക്കുന്നത്. ഒരുപക്ഷെ ഗ്രാവിറ്റിയെ ക്വാണ്ടൈസ് ചെയ്യാൻ അല്ല ഗ്രാവിറ്റിയുടെ ക്വാണ്ടം തിയറി കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റിയ ഒരു പോസിബിലിറ്റി ആയിക്കൂടെ സ്ട്രിംഗ് തിയറി. കാരണം ഗ്രാവിറ്റോൺസ് എന്തായാലും കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആണ് സ്ട്രിംഗ് തിയറിയുടെ ഡെവലപ്മെന്റിന്റെ ബേസിക് ഹിസ്റ്ററി. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറയാൻ മാത്രം ട്രെയിനിങ് എനിക്ക് സ്ട്രിംഗ് തിയറിയിൽ ഇല്ല. ഓക്കെ, നമുക്ക് ഒരു ഹാൻഡ് റൈസ് ഉണ്ട്. മറ്റു ചോദ്യങ്ങൾ ക്വാണ്ടം കോൺഷ്യസ്നെസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ഒരു പക്ഷേ ടോക്കിന്റെ ഇടയിൽ തന്നെ അത്തരം കാര്യങ്ങളൊക്കെ പരാമർശിച്ച് പോയിട്ടുണ്ട്. അസീം അനീസ് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. അസീം മീറ്റിംഗിലുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ട്. എനിക്ക് 2 ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന് നേരത്തെ ഞാൻ ചാറ്റിൽ ഇട്ടിരുന്നു, ഞാൻ ഒന്നും കൂടി റീഫ്രെയിം ചെയ്ത ചിലപ്പോൾ ആൻസർ മാറുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഈ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഇലക്ട്രോൺസ് അവര് എവിടുന്നാണ്
യൂസ് ചെയ്യുന്നതെന്നാണ്, എവിടെ നിന്നാണ് വരുന്നതെന്നാണ് ഒരു ക്വസ്റ്റ്യൻ. നേരത്തെ എക്സ്പെരിമെന്റ് കൃത്യമായിട്ട് എങ്ങനെയാണ് ക്യാരി ഔട്ട് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ എനിക്ക് അതിന്റെ ഉത്തരം അറിയില്ല. അത് അൺഎൻടാങ്കിൾഡ് ഇലക്ട്രോൺസ് എങ്ങനെ കിട്ടുന്നു എന്നുള്ളതായിരിക്കും അല്ലേ? അതെ അതെ. അത് കൃത്യമായിട്ട് എനിക്ക് അറിയില്ല. എക്സ്പെരിമെന്റ് എക്സാക്ട്ലി എങ്ങനെയാണ് ക്യാരി ഔട്ട് ചെയ്യാന്ന് എനിക്ക് അറിയില്ല. എക്സ്പെരിമെന്റ് ക്യാരി ഔട്ട് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്, പക്ഷെ എക്സാക്ട്ലി അതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാന്നുള്ളത് എനിക്കറിയില്ല. ഓക്കെ, ഒരു സെക്കൻഡ് ക്വസ്റ്റ്യൻ കുറച്ചും കൂടി വിയേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ ടോക്കിന്റെ ഇടയിൽ കിട്ടിയ ഒരു ഡൗട്ടാണ്. അതിപ്പോ ക്വാണ്ടം മെക്കാനിക്സ് ആണ് നമ്മുടെ തിയറി, നമുക്ക് അറിയാലോ. അപ്പം മുമ്പ് യൂണിവേഴ്സ് വളരെ സ്മോൾ, ബിഗ് ബാങ് ടൈമിലെല്ലാം വെരി സ്മോൾ ആയിരിക്കണല്ലോ. അപ്പം എല്ലാ സാധനങ്ങളും ഓൾറെഡി ഇന്ററാക്ട് ചെയ്യണ്ടേ അവിടെ. അപ്പം ഒരു എൻഡാങ്കിൾഡ് സാധനം മാത്രമല്ലേ കിട്ടാൻ പാടുള്ളൂ എന്നൊരു ഡൗട്ട്. പണ്ടെല്ലാം അടുത്തടുത്തായിരിക്കണല്ലോ, ഒരു പോയിന്റിലായിരിക്കണല്ലോ. അതെ അതെ അതെ, അത് ശരിക്കും ക്വാണ്ടം മെക്കാനിക്സ് മൊത്തത്തിൽ അപ്ലൈ ചെയ്യണം. മൊത്തം യൂണിവേഴ്സിന് ഒറ്റ വേവ് ഫംഗ്ഷൻ ആണ് ഉണ്ടാകുന്നത്. അതിലുള്ള സെപ്പറേറ്റ് പാർട്സിന് സെപ്പറേറ്റ് വേവ് ഫംഗ്ഷൻസ് ഇല്ല. മൊത്തം യൂണിവേഴ്സിന് ഒറ്റ ഒരു ഫുൾ എൻഡാങ്കിൾഡ് ആയിട്ടുള്ള വേവ് ഫംഗ്ഷൻ ആണ് ഉള്ളത്. ഓക്കെ, പക്ഷേ ഈ വേവ് ഫംഗ്ഷന്റെ ഉള്ളിൽ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാത്ത കാര്യങ്ങളെ നമുക്ക് വേണമെങ്കിൽ ഫ്രീ ആയിട്ട് അൺഎൻടാങ്കിൾഡ് ആയിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാം. ദാറ്റ്സ് എ ഗുഡ് അപ്രോക്സിമേഷൻ. ബാക്കിയുള്ളതായിട്ട് ഇന്ററാക്ട് ചെയ്യാതെ ഐസൊലേറ്റഡ് ആയിട്ട് നിലനിൽക്കുന്നതിന് നമുക്ക് ഒരു അൺഎൻടാങ്കിൾഡ്, അതിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു സിംഗിൾ വേവ് ഫംഗ്ഷൻ കൊടുത്ത് ഡിസ്ക്രൈബ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അതെപ്പോഴും കഴിയില്ല. മൊത്തത്തിൽ നമുക്ക് കഴിയും മൊത്തം യൂണിവേഴ്സിന്റെ വേവ് ഫംഗ്ഷനെ കുറിച്ച് മാത്രമാണ് പറയാൻ കഴിയുക. പക്ഷെ ആ വേവ് ഫംഗ്ഷന്റെ സെപ്പറേറ്റ് പാർട്സിനെ നമുക്ക് അൺഎൻടാങ്കിൾഡ് ആയിട്ടുള്ള വേവ് ഫംഗ്ഷൻസ് ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അത് എനിക്കൊന്ന് സഫീഷ്യന്റ്ലി ഐസൊലേറ്റഡ് ആണെങ്കിൽ അങ്ങനെ കഴിയും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇതിനെക്കുറിച്ച് ഇതിനേക്കാളും ക്ലിയർ ആയിട്ട് ഒരു പക്ഷെ വേറെ ആർക്കെങ്കിലും പറയാൻ കഴിഞ്ഞേക്കും? ഓഡിയൻസിൽ തന്നെയുള്ള മനോജ് അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ? എനിക്കതിന് പറയാൻ ഒരു ക്ലാരിറ്റി കുറവുണ്ടെന്ന് തോന്നുന്നു. ഒരുപക്ഷെ ഒരു ടോട്ടൽ സിസ്റ്റത്തിന് നമ്മളൊരു സിസ്റ്റം എന്ന് പറയുകയാണെങ്കിൽ അത് നമുക്ക് കുറെ സബ് സിസ്റ്റംസ് ആയിട്ടും ഒരുപക്ഷെ ഡിവൈഡ് ചെയ്യാം. സബ് സിസ്റ്റംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കതിനെ ഇൻഡിവിജ്വലി കംപ്ലീറ്റ് ആയിട്ട് പറയാമെന്നുണ്ടെങ്കിൽ അതൊരു പ്യുവർ സ്റ്റേറ്റ് ആയിരിക്കും. സ്റ്റിൽ അടുത്ത സബ് സിസ്റ്റം ഒരു പ്യുവർ സ്റ്റേറ്റ് ആയിരിക്കും. ടോട്ടൽ സിസ്റ്റം ഒരു പ്യുവർ സ്റ്റേറ്റ് ആയിരിക്കാം. പക്ഷെ ചില കേസുകളിൽ നമ്മൾ സബ് സിസ്റ്റം എടുക്കുമ്പോഴത്തേക്ക് അതൊരു പ്യുവർ സ്റ്റേറ്റ് ആയിരിക്കില്ല. അത് കുറച്ച് ടെക്നിക്കൽ ഡെഫിനിഷൻ ആണെന്ന് എനിക്കറിയാം. അപ്പൊ അതൊരു ഡെൻസിറ്റി മെട്രിക്സ് വെച്ചായിരിക്കും നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ എന്താ ആ സാഹചര്യങ്ങളിൽ നമുക്കതൊരു എൻടാങ്കിൾഡ് സ്റ്റേറ്റ് ആണോ അല്ലെങ്കിൽ ഒരു പ്യുവർ സ്റ്റേറ്റ് ആണോ, പ്യുവർ സ്റ്റേറ്റ് എന്നല്ല റെക്ടാങ്കിൾഡ് ആണോ അല്ലയോ എന്നൊക്കെ നമുക്ക് ടെക്നിക്കലി ഡിവൈഡ് ചെയ്യാൻ പറ്റും. രണ്ട് ഇലക്ട്രോൺസ് ഇന്ററാക്ട് ചെയ്തു എന്ന് കരുതി അതൊരു പക്ഷേ എൻടാങ്കിൾഡ് ആവണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ മിക്ക കേസുകളിലും എൻടാങ്കിൾഡ് ആകും. ഫോർ എക്സാമ്പിൾ, ഒരു ഫോട്ടോൺ അനൈലൈറ്റ് ചെയ്തിട്ട് രണ്ട് ഇലക്ട്രോൺ ആയിട്ട് മാറുകയാണ് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അവിടെ ചാർജ് കൺസേർവ്ഡ് ആയിരിക്കണം, സ്പിൻ കൺസേർവ്ഡ് ആയിരിക്കണം. ഈ സാഹചര്യങ്ങളിലൊക്കെ രണ്ട് ഇലക്ട്രോൺസ് ഉണ്ടായ സ്ഥിതിക്ക് അത് ഒരുപക്ഷെ എൻടാങ്കിൾഡ് ആണ്. അല്ലാത്ത പക്ഷം ഒരുപക്ഷെ എൻടാങ്കിൾഡ് ആവണമെന്നില്ല. ഇപ്പൊ രണ്ട് ഹൈഡ്രജൻ സെപ്പറേറ്റ് ആയിട്ടുള്ള രണ്ട് സ്ഥലത്ത് നിന്ന് രണ്ട് തുള്ളി വെള്ളം എടുക്കുക. ഓരോ തുള്ളി വെള്ളത്തിൽ നിന്നും ഓരോ ഹൈഡ്രജൻ വാട്ടർ മോളിക്യൂൾ എടുക്കുക. അവിടെ നിന്ന് ഒരു ഹൈഡ്രജൻ എടുക്കുകയാണെങ്കിൽ പിന്നീട് ആ ഹൈഡ്രജനെ അയണൈസ് ചെയ്ത് രണ്ട് ഇലക്ട്രോൺ എടുക്കുകയാണെങ്കിൽ ആ രണ്ട് ഇലക്ട്രോണിന്റെ ഒറിജിൻ ഡിഫറെന്റ് ആണ്. അപ്പൊ ആ സാഹചര്യത്തിൽ അത് രണ്ടും സ്പിൻ അപ്പ് ആയിരിക്കാം, രണ്ടും സ്പിൻ ഡൗൺ ആയിരിക്കാം. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരുപക്ഷെ അത് എൻടാങ്കിൾഡ് ആവണം നിർബന്ധമില്ല. സിംഗിൾ ഇലക്ട്രോൺ അല്ലെങ്കിൽ സിംഗിൾ ഫോട്ടോൺ സോഴ്സുകൾ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള എക്സ്പെരിമെന്റ്സ് ഒക്കെ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കും എക്സ്പെരിമെന്റ്സ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് യാതൊരു ധാരണയും ഇല്ല. സോ അതൊരു പക്ഷേ എക്സ്പെരിമെന്റലിസ്റ്റുകൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ സംസാരിക്കാവുന്നതാണ്. ഈ ഒരു കാര്യത്തിൽ മാത്രം എനിക്ക് ചെറിയൊരു ആഡ് ഓൺ ചെയ്യാറുണ്ട്. അതായത് സിംഗിൾ ഫോട്ടോൺ എന്ന് പറയുന്നത് അതിന്റെ ഡെഫിനിഷൻ തന്നെ ഒരു യൂണിറ്റ് ടൈമിൽ എത്ര ഫോട്ടോൺ ആണ് നോക്കുന്നത്, ആ ഒരു യൂണിറ്റ് ടൈമിൽ ഒരു ഫോട്ടോൺ ആണ് എങ്കിലുള്ള അങ്ങനെ വിടാൻ പറ്റുന്ന സോഴ്സുകളാണ് സിംഗിൾ ഫോട്ടോൺ സോഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത്. എന്റെ അറിവ് ശരിയാണെങ്കിൽ ഫോട്ടോൺ എന്ന് പറയുന്നത് തന്നെ മാസ് ഇല്ലാത്ത ഒരു പാർട്ടിക്കിൾ, നേരത്തെ തന്നെ പറഞ്ഞാൽ നമ്മൾ ഇതൊരു പാർട്ടിക്കിൾ ആണെന്നാണ് മോഡേൺ ഫിസിക്സ് പറയുന്നത്. പക്ഷെ ഇത് മാസ് ഇല്ലാത്ത ഒരു പാർട്ടിക്കിൾ ആണ്. എന്ന് വെച്ചാൽ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഫോം ഓഫ് എനർജി പാക്കറ്റ് ആണ്. ഈ എനർജി പാക്കറ്റ് തന്നെ നേരത്തെ പറഞ്ഞ കേസിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഇതാണ്: നമ്മുടെ പ്രപഞ്ചത്തിൽ തന്നെ സ്വാഭാവികമായിട്ട് സ്പോണ്ടേനിയസ് ആയിട്ട് സംഭവിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഒരു എന്താണ് പറയാ, ഒരു പ്രതിഭാസമാണ് ഒരു ഫോട്ടോൺ ഒരു ഇലക്ട്രോൺ ആയിട്ടും
ഒരു പോസിട്രോൺ ആയിട്ടും ഡിവൈഡ് ചെയ്തു പോകുന്ന ഒരു കേസുണ്ട്. അപ്പം ഈ ഡിവൈഡ് ഹലോ എന്തോ അത് അലൗഡ് ആണോ? അത് അലൗഡ് ആണ്. കൺസർവേഷൻ ലോസിന് വയലേറ്റ് ഇല്ല, അങ്ങനെ പ്രശ്നമില്ല. ഇല്ല, ഒരിക്കലും കൺസർവേഷൻ നോ എന്താ പറയാ, നോ ലോസ് ഓഫ് ഫിസിക്സ് റെസ്ട്രിക്ട്സ് ഈ പറഞ്ഞ പോലെ എനർജിയിൽ നിന്നും മാസ് ആകുന്ന ഈ ഒരു കേസ് ഒരു ലോ ഓഫ് ഫിസിക്സും വയലേറ്റ് ചെയ്യുന്നില്ല. അത് പക്ഷെ ഒരു സിംഗിൾ ഫോട്ടോൺ ഒരു പോസിട്രോൺ ഇലക്ട്രോൺ ആയിട്ടുള്ള ഇന്റഗ്രേഷൻ അത് അങ്ങനെ ഇല്ലല്ലോ, അങ്ങനെ ഒരു ഇന്ററാക്ഷൻ ഇല്ലല്ലോ. ഇല്ല, ഞാൻ ഉദ്ദേശിച്ച സിംഗിൾ ഫോട്ടോയുടെ കേസല്ല, പെയർ പ്രൊഡക്ഷന്റെ കേസാണ് ഞാൻ ഉദ്ദേശിച്ചത്. പെയർ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഫിനോമിന്റെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. സിംഗിൾ ഫോട്ടോയുടെ കേസ് ഞാൻ നേരത്തെ സിംഗിൾ ഫോട്ടോൺ എന്താണെന്ന് വിശദീകരിച്ച അതിന്റെ സോഴ്സുകൾ എന്തൊക്കെയാണ്, ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാനാണ്. പ്ലീസ് കണ്ടിന്യൂ. അല്ല, ഞാൻ ഉദ്ദേശിച്ചത്രേ ഉള്ളൂ. അപ്പം ഈ പെയർ പ്രൊഡക്ഷൻ പോലുള്ള പ്രതിഭാസങ്ങളിൽ നിന്നും നമുക്ക് എൻടാങ്കിൾഡ് ആയിട്ടുള്ള രണ്ട് കണികകളെ കിട്ടാൻ സാധിക്കും. അപ്പം ഇത് ഒരു കേസ് ഓഫ് നേരത്തെ പറഞ്ഞ ഇതിൽ നിന്നൊരു ഉദാഹരണമാണ്. അതിപ്പോ ഹിഗ്സ് ബോസോൺ പോലുള്ള പാർട്ടിക്കിൾസ് പോസിട്രോണും ഇലക്ട്രോണും ആയിട്ടുള്ള ഡിസിന്റഗ്രേഷൻ ഉണ്ടല്ലോ, അത് എൻടാങ്കിൾഡ് ആയിട്ടുള്ള പെയർ തന്നെയാണല്ലോ. അതെ അതെ, തീർച്ചയായിട്ടും. ഇതിനു മുമ്പ് ചോദിച്ചു തന്നെ ഇലക്ട്രോൺ സോറി കണ്ടിന്യൂ ചെയ്തോളൂ. നമ്മൾ സമയം 2 മണിക്കൂർ ആകുന്നു എന്ന് ഞാനൊന്ന് അറിയിക്കാൻ പോകുന്നതാണ്. ഞാൻ പെട്ടെന്ന് തീർക്കാം. നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇലക്ട്രോണുകൾ എങ്ങനെയാണ് എൻടാങ്കിൾഡ് അല്ലാത്ത ഇലക്ട്രോണുകളെ എങ്ങനെ വിടും എന്നുള്ള കേസിൽ ആ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിന്റെ കാര്യത്തിൽ പറയേണ്ട അതും കൂടെ എനിക്കൊന്ന് കൂട്ടി യോജിപ്പിക്കാനുണ്ടായിരുന്നു. അതായത് ഒരു ഇലക്ട്രോണിന്റെ കേസിൽ ഒരു ഇലക്ട്രോൺ ഗണ്ണിൽ നിന്ന് പോവുകയാണെങ്കിൽ ഈ പറഞ്ഞ വേവ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ പാറ്റേൺ ആയിരിക്കും നമുക്ക് സ്ക്രീനിൽ കിട്ടുന്നത്. അത് ഒരു എൻടാങ്കിൾഡ് ഇലക്ട്രോൺ ആയാലും നോൺ എൻടാങ്കിൾഡ് ഇലക്ട്രോൺ ആണെങ്കിലും സെയിം എഫക്റ്റ് തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സെബാസ്റ്റിനോട് താങ്ക്സ് പറയാണ്. എനിക്ക് ഓൾറെഡി കുറെ കേട്ടതാണ്, ക്വാണ്ടം മെക്കാനിക്സിന്റെ ഒരു റിവിഷൻ പോലെ ആയി, കുറേ കൂടി ക്ലിയർ ആയി. നൈസ് ആയിരുന്നു, താങ്ക്സ്. അല്ലേ? അതെ അതെ. ഓക്കെ, നമ്മുടെ ചാറ്റ് ബോക്സിൽ ഒട്ടനവധി ക്വസ്റ്റ്യൻസ് കോൺഷ്യസ്നെസ് ആയിട്ടൊക്കെ റിലേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ കോൺഷ്യസ്നെസ് ബ്രെയിനിൽ നിന്ന് ഉണ്ടാവുന്ന ഒരു കാര്യമല്ലേ? ഇപ്പൊ ബ്രെയിൻ ഫണ്ടമെന്റലി പാർട്ടിക്കിൾസ് വെച്ച് ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ അവിടെയും ക്വാണ്ടം മെക്കാനിക്സും കോൺഷ്യസ്നെസ്സും ആയിട്ടുള്ള ഇന്റർപ്ലേസ് ഒരു പക്ഷേ പോപ്പുലർ സയൻസിന്റെയും കൂടെ ഒരു മിക്സ് ഓഫ് ആൻസേഴ്സ് നമുക്ക് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടനവധി കിട്ടുന്നതായിരിക്കും. മേ ബി നമ്മളുടെ സമയവും അതിക്രമിച്ചിട്ടുണ്ട്. ഒരു 2 മണിക്കൂറോളം ആയി നമ്മൾ ഈ ഒരു ഡീപ്പായിട്ടുള്ളൊരു ചർച്ച മാത്രമല്ല നല്ലൊരു ക്ലാസ് നമുക്ക് വേണ്ടി ഇവിടെ അവതരിപ്പിച്ചു സെബാസ്റ്റ്യൻ സാറ്. സോ ലൂക്കയുടെ പരിപാടികളും മറ്റും ഒക്കെ വീണ്ടും നമുക്ക് കാണുവാനും കേൾക്കുവാനും ഒക്കെ വേണ്ടി നമുക്ക് വാട്സ്ആപ്പ് ചാറ്റിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഒപ്പം തന്നെ ലൂക്ക മാഗസീന്റെ യൂട്യൂബ് ചാനലിൽ ഇപ്പോഴത്തെ ഈ ടോക്കും മറ്റ് മുൻപുള്ള ലൂക്ക ടോക്കുകളും അവൈലബിൾ ആയിരിക്കും. ക്വസ്റ്റ്യൻസ് ഞാൻ എല്ലാം ചോദിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്നാലും കുറെ ചോദ്യങ്ങൾ എനിക്ക് തോന്നുന്നു സെബാസ്റ്റ്യൻ സാർ ഇതിൽ പറഞ്ഞു വന്നപ്പോൾ തന്നെ അഡ്രസ് ചെയ്തതാണ്. പക്ഷെ സയൻസും സ്യൂഡോ സയൻസും നമുക്ക് എങ്ങനെ വേർതിരിച്ചറിയാം, അല്ലെങ്കിൽ അതിനെങ്ങനെ ഒന്ന് ഡിവൈഡ് ചെയ്യാം എന്നൊരു ചോദ്യത്തോട് നമുക്ക് ചോദ്യങ്ങൾ അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. ചോദ്യം ഇതാണ്: വാട്ട് ഡു യു തിങ്ക് ഇസ് ദ ബെസ്റ്റ് വേ ടു ഡിമാർക്കേറ്റ് ബിറ്റ്വീൻ സയൻസ് ആൻഡ് സ്യൂഡോ സയൻസ്? ഒരു നല്ലൊരു ചോദ്യമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ആ ഒരു ചോദ്യത്തോടു കൂടി നമുക്ക് ചോദ്യങ്ങൾ അവസാനിപ്പിക്കാം എന്ന് ഞാൻ കരുതുന്നു, ബിക്കോസ് ഓഫ് ദ ടൈം ലിമിറ്റ്. സോ സയൻസും സ്യൂഡോ സയൻസും എങ്ങനെ ഡിമാർക്കേറ്റ് ചെയ്യാന്നാണല്ലേ? സ്യൂഡോ സയൻസ് പൊതുവെ സയൻസിന്റെ ജാർഗൻസ് എടുത്തിട്ട് വേറെ പല കാര്യങ്ങളും വിശദീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കാന്നുള്ളതാണ്. സയൻസിന്റെ എക്സാക്റ്റ് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ട് അത് യോജിക്കുന്നുണ്ടോ എന്ന് വെറുതെ ഒന്ന് പരിശോധിച്ചാൽ തന്നെ പലപ്പോഴും നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ പലരും അതൊരിക്കലും
ചെയ്യാറുണ്ട്. ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാകുന്ന കാര്യങ്ങൾ പോലും, തെറ്റാണ് മനസ്സിലാവുന്ന കാര്യങ്ങൾ പോലും വളരെ പോപ്പുലർ ആവാറുണ്ട്, യൂട്യൂബിലൊക്കെ പ്രത്യേകിച്ച്. ഇതെങ്ങനെ കൃത്യമായിട്ട് ഡിമാർക്കേറ്റ് ചെയ്യാന്ന് ചോദിച്ചാൽ എനിക്ക് പെട്ടെന്ന് ഒരു ആൻസർ മനസ്സിൽ വരുന്നില്ല. ഒന്നുകൂടെ ഞാൻ ഇന്റർസെപ്റ്റ് ചെയ്തോട്ടെ ഇതിനുള്ള ഉത്തരവായിട്ട്. ബേസിക്കലി സയൻസിനെ സ്യൂഡോ സയൻസിനെ വേർതിരിക്കാൻ ഒറ്റ കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. പറഞ്ഞിരിക്കുന്ന കാര്യം വസ്തുനിഷ്ഠമാണോ എന്ന് മാത്രം അനലൈസ് ചെയ്താൽ മതി. വ്യക്തിനിഷ്ഠമല്ല, സബ്ജക്റ്റീവ് അല്ലാതെ പറഞ്ഞ ലോ അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ ഒബ്ജക്റ്റീവ് ആണോ എന്ന് നമുക്ക് തിരിച്ചറിയാനുള്ള ആ ഒരു ബോധം നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും സയൻസ് ഏതാണ്, സ്യൂഡോ സയൻസ് ഏതാണ്, ശാസ്ത്രം ഏതാണ്, കപട ശാസ്ത്രം ഏതാണ്. മേ ബി അതിന്റെ കൂടെ ചേർക്കാവുന്ന മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഇത് എന്റെ സ്റ്റേറ്റ്മെന്റ് അല്ല, MG യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ഇന്ദുലേഖ മാം ഒരിക്കൽ പറഞ്ഞതാണ്, സയൻസിലെ ഏത് റിസൾട്ട് പറയുമ്പോഴും അവിടെ ഒരു എറർ ബാർ ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു പി വാല്യൂ അവർ അനൗൺസ് ചെയ്യും, അല്ലെങ്കിൽ ഒരു പ്രോബബിലിറ്റി വാല്യൂ അനൗൺസ് ചെയ്യും. പക്ഷേ സ്യൂഡോ സയൻസിൽ അങ്ങനത്തെ ഒരു എറർ ബാർ ഇതുവരെ ആരും കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. എല്ലാം വളരെ സ്പെസിഫിക് ആയിരിക്കും. ഈവൻ ഹിഗ്സ് ബോസോൺ കണ്ടുപിടിക്കുമ്പോൾ വി ആർ ലൈക്ക് 5 സിഗ്മ ഷുവർ ദാറ്റ് ഇറ്റ് ഈസ് എ ഹിഗ്സ് ബോസോൺ. പക്ഷെ നമ്മൾ ഒരിക്കലും ഇൻഫിനിറ്റ് സിഗ്മ പറയത്തില്ല. മേ ബി ദാറ്റ് ഈസ് വാട്ട് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സയൻസ് ആൻഡ് സ്യൂഡോ സയൻസ്. വളരെ നല്ലൊരു ടോക്കായിരുന്നു സെബാസ്റ്റ്യൻസ്. ഇത്രയും നേരം നമുക്ക് വേണ്ടി ചെലവഴിച്ചതിൽ ഒത്തിരി സന്തോഷം. ഞങ്ങൾ ലുക്കയുടെ പേരിലുള്ള നന്ദി താങ്കൾക്ക് തരികയാണ്. ഒട്ടനവധി ചോദ്യം ഉണ്ടാകും എന്ന് എനിക്കറിയാം, പക്ഷേ ആസ് എ മോഡറേറ്റർ ഐ ഷുഡ് ബി റെസ്പെക്ടിങ് എവറി വൺസ് ടൈം. സോ താങ്ക് യു വെരി മച്ച് ഡോക്ടർ സെബാസ്റ്റ്യൻ ഫോർ ജോയിനിങ് അസ്. മനോഷ് ഒരു സെക്കൻഡ്, നമ്മുടെ ശാസ്ത്രഗതി മാസികയുടെ ഈ ഓഗസ്റ്റ് ലക്കം ക്വാണ്ടം മെക്കാനിക്സിനെ കുറിച്ചുള്ള സ്പെഷ്യൽ പതിപ്പാണ്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ താല്പര്യമുണ്ടെങ്കിൽ അത് വായിക്കുകയും ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും. എന്തെങ്കിലും ചെറിയ കമന്റ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പെട്ടെന്ന് സംസാരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ടോക്ക് ഇവിടെ അവസാനിപ്പിക്കാവുന്നതാണ്. സമയം 9:30 കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെ കേരളത്തിൽ. സോ ടോക്കായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളില്ലാന്ന് ഞാൻ കരുതുന്നു. വൺസ് അഗെയിൻ എല്ലാവർക്കും നന്ദി, ജോയിൻ ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. മറ്റൊരു ടോക്കുമായിട്ട് ലൂക്ക സയൻസ് പോർട്ടലിലൂടെ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും ഗുഡ് നൈറ്റ്. താങ്ക് യു. താങ്ക് യു.